നമസ്കാരം. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോളിലേക്ക് സ്വാഗതം. അടുത്ത 4 മണിക്കൂർ കാണാൻ പോകുന്നത് രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു, കേരളം എങ്ങനെ ചിന്തിക്കുന്നു. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ. വരുന്ന 5 വർഷം ഇന്ത്യയെ ആര് നയിക്കും, ആര് നിയന്ത്രിക്കുമെന്ന സുപ്രധാന ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ. രാജ്യമെമ്പാടും വലിയ പ്രചരണങ്ങൾ നടക്കുന്നു. കേരളത്തിന്റെയും സ്ഥിതി അതുതന്നെയാണ്. അവിടെയാണ് ഇന്ന് ന്യൂസ് 18 ഫ്രെയിമിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ഞങ്ങൾ കൊണ്ടുവരുന്നത്. സുപ്രധാനമായ എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്? മാർച്ച് 1 വരെ നടത്തിയ ഒരു സർവേയുടെ ഫലമാണ് ഇവിടെ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 ഇങ്ങനെ ഒരു സർവേ രാജ്യവ്യാപകമായി നടത്തിയത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സർവേകൾ നടത്താറുണ്ട്. അതിന് അവലംബിക്കുന്ന അതേ മാർഗം തന്നെ, ശാസ്ത്രീയമായ മാർഗങ്ങൾ തന്നെയാണ് ന്യൂസ് 18 ഈ സർവേക്ക് വേണ്ടി അവലംബിച്ചിരിക്കുന്നത്. ഒരു പടി കൂടി നമ്മൾ കടന്നിട്ടുണ്ടെന്ന് നമ്മൾ പ്രത്യേകം പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. കാരണം രാജ്യത്തെ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ സർവേകളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് പുറത്തുവിടാൻ പോകുന്നത്. അതായത് 21 സംസ്ഥാനങ്ങൾ കവർ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രമാത്രം ആധികാരികത കൂടിയിട്ടുണ്ട്, എത്രമാത്രം സമഗ്രമാണ് എന്നത് വ്യക്തമാകുന്നതാണ്. കാരണം ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 21 സംസ്ഥാനങ്ങൾ കവർ ചെയ്തു. അവിടെ തന്നെ 518 ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ 95% ലോക്സഭാ മണ്ഡലങ്ങളും ഈ സർവേയുടെ പരിധിയിൽ വന്നിരിക്കുകയാണ്. റാൻഡം സാമ്പിളിംഗ് ആണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 511 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഞങ്ങളുടെ പ്രതിനിധികൾ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് ചെന്നു. നേരിട്ട് കണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സർവേ ഫലം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ജുഷ, ഒരു കാര്യം കൂടി, 2 ടയർ ചെക്കിംഗ് ആണ് നമ്മൾ ഈ സർവേയിലൂടെ നടത്തിയിരിക്കുന്നത്. അതായത് സാധാരണ റാൻഡം ചെക്കിങ്ങിലൂടെ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്ന ശൈലിക്കും അപ്പുറം 20% ആളുകളെ തിരിച്ചങ്ങോട്ടേക്ക് വിളിച്ച് റാൻഡം സാമ്പിളിംഗിലൂടെ അഭിപ്രായം എടുക്കുമ്പോൾ ഇപ്പോൾ ചെന്ന് കാണുന്ന ആളുകൾ കൃത്യമായ വിവരമാണോ നൽകുന്നത്? ഈ രേഖപ്പെടുത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഫലം മിസ്സായി പോയിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരുമല്ലോ. അതിനുവേണ്ടിയല്ലേ ഇങ്ങനെയുള്ള ഈ 20%? തീർച്ചയായിട്ടും ടെലി സാമ്പിളിംഗ് ആണ്. കൃത്യമായി വിളിച്ച് നൽകിയ രേഖകൾ അത് കൃത്യമാണോ, നിങ്ങളുടെ അഭിപ്രായം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി, ആ സർവേയുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമുള്ള ഒരു നീക്കം കൂടിയാണ് ഈ സർവേയിൽ നമുക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത്. ഏത് മാർഗമാണ് സജിത്? ഇപ്പോൾ നമ്മളൊരു സർവേക്ക് പോകുമ്പോൾ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക്, വോട്ടർമാരുടെ മുമ്പിലേക്ക് കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കണമല്ലോ. അതിനുവേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട്? മഞ്ജുഷ, സ്വാഭാവികമാണ്, കൃത്യമാണ്. അതായത് നേരിട്ട് നിങ്ങൾ ആർ വോട്ട് ചെയ്യും എന്ന ചോദ്യത്തിന് ജനങ്ങൾ കൃത്യമായ മറുപടി തരണമെന്നില്ല. ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു മറുപടി. അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നിരവധി ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. എല്ലാ സർവേകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നേതാവ്, നിങ്ങൾ പരിഗണിക്കുന്ന വിഷയങ്ങൾ, അതിലെടുക്കുന്ന ഘടകങ്ങൾ, ജീവിത രീതി, അങ്ങനെ സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ MP, ഇപ്പോൾ നിലവിലുള്ള MP എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിക്കുന്നത്? എത്രത്തോളം ഈ നിലവിലുള്ള MP-യിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്? ഇതെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് മാത്രമല്ല, ഇതൊരു കൃത്യമായ ടൈം പീരീഡിൽ ഈ സർവേ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിനകം പുറത്തു വന്ന സർവേകളിൽ നിന്നും ഈ സർവേയെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്നും ഈ സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട വിഷയം, കേരളത്തിന്റെ പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്ന് കൃത്യമായ പരിശോധനയും ഇവിടെ ഈ സർവേയിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് സജിത്ത്. ഇപ്പോൾ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു എന്നതുപോലെ ആകണമെന്നില്ല കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ സാമ്പിളിംഗിൽ ഈ ഫലങ്ങൾ കാണുമ്പോൾ തന്നെ ഏത് രീതിയിലാണ് നിലവിലത്തെ സ്ഥിതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നത്? കേന്ദ്ര സർക്കാരിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്തെല്ലാം മാറ്റം കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്നു? ഇനി നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? നിങ്ങളുടെ MP-യിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇതെല്ലാം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്താകമാനം കാണുന്ന ട്രെൻഡ് ആയിരിക്കണമെന്നില്ല കേരളത്തിൽ വരുന്നത്. അവിടെ കൗതുകമായിരുന്ന ഒരു ചോദ്യം മുൻകാല സർവേകളിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് പോകാൻ തോന്നുന്നു. കാരണം നരേന്ദ്രമോദി ആവണം പ്രധാനമന്ത്രി എന്ന് രാജ്യത്ത് വലിയ ഭൂരിപക്ഷത്തിൽ അഭിപ്രായം വരുമ്പോൾ കേരളത്തിൽ ഇത് വ്യത്യസ്തമാണ് എന്നാണ് ചിത്രം. അവിടെ രാഹുൽ ഗാന്ധിയാണ് വരാറുള്ളത്. ഇത്തവണത്തെ സർവേയിൽ എന്താണെന്നത് അങ്ങേയറ്റം പ്രസക്തമാണ്. ഇന്നും നാളെയും 2 ദിവസമായിട്ടാണ് ഈ സർവേയുടെ ഫലങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. അതിൽ ഈ ചോദ്യാവലിയിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അതും ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ ഉത്തരങ്ങളും ഇന്നും നാളെയുമായിട്ടാണ് പൂർണ്ണമായിട്ടും പുറത്തുവിടുന്നത്. അത് മാത്രമല്ല, ഈ 518 ലോക്സഭാ മണ്ഡലങ്ങൾ, 545-ൽ 518 മണ്ഡലങ്ങളാണ് സർവേ എടുത്തത്. അതിൽ
മുഴുവൻ സർവേ ഫലങ്ങളും ഇന്ന് പുറത്തുവിടുന്നില്ല. ബാക്കി സസ്പെൻസ് ആയിട്ട് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്കതിന്റെ ഒരു സൂചകം പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യം 6:30 തന്നെ ഞങ്ങൾ ആദ്യ സൂചന പുറത്തുവിടും. ഏത് സംസ്ഥാനത്തിന്റെ? നമ്മൾ ബീഹാർ ആയിരിക്കും പുറത്തുവിടാൻ. ഏറ്റവും ആദ്യം പുറത്തുവിടാൻ പോകുന്നത് ബീഹാറിന്റെ ഫലമാണ്. ഇത്തവണ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ ഏത് രീതിയിൽ മാറും, ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു പ്രധാന സൂചകമാണ് ബീഹാർ എന്ന് പറയുന്നത്. അവിടെ മുന്നണി സംവിധാനത്തിൽ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന മാറ്റം ഇതെല്ലാം ഏത് രീതിയിൽ പ്രതിഫലിച്ചിരിക്കുന്നു, അവിടെ NDA എങ്ങനെ പെർഫോം ചെയ്യുന്നു, മഹാഗഠബന്ധൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. അതിനു മുൻപ് ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇല്ലേ, ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം കൂടിയാണത്. അതേതാണ്? കഴിഞ്ഞ 5 വർഷത്തിനിടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എങ്ങനെ മാറ്റമുണ്ടായി എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾ വോട്ടർമാരോട് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടി വരുന്ന മിനിറ്റുകളിൽ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മാറ്റമുണ്ടായി എന്ന വ്യത്യസ്ത മാറ്റമാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ആ മാറ്റം എന്താ എന്നത് കൃത്യമായി തന്നെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സഹിത, ഇത് കഴിഞ്ഞ 5 വർഷത്തിനിടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മാറി എന്നുള്ളതിന് ദേശീയ തലത്തിൽ നടത്തിയ സർവേയുടെയും അതുപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രം സാമ്പിളിംഗ് ഉണ്ടായിരുന്നല്ലോ, കേരളത്തിലെ മാത്രം കണക്കും അത് രണ്ടായിട്ട് തന്നെ നമ്മൾ പുറത്തുവിടുകയാണ്. അങ്ങനെ വരുമ്പോൾ ദേശീയ തലത്തിൽ സർവേയിൽ രാജ്യവ്യാപകമായി ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, 67% ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കഴിഞ്ഞ 5 വർഷത്തിനിടെ മെച്ചപ്പെട്ടു എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. സാമ്പത്തിക സ്ഥിതിയിൽ കാര്യമായ മാറ്റം ഉണ്ടായില്ല എന്ന അഭിപ്രായം പറഞ്ഞവർ 25% എന്ന മറ്റൊരു ചിത്രമുണ്ട്. അതായത് സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മെച്ചമുണ്ടായി എന്ന് 67% പേർ പറയുമ്പോൾ മാറ്റമുണ്ടായിട്ടില്ല എന്ന് പറയുന്നവർ 25%. മോശമായി എന്ന് പറയുന്നത് 7% മാത്രമാണ്. അതായത് മോദി സർക്കാരിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൂടിയാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. അതായത് മോദി സർക്കാരിനെ കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനം കിട്ടി, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമാവുകയാണ് ഉണ്ടായത് രാജ്യത്ത് എന്ന് അഭിപ്രായപ്പെട്ടത് 67%, മാറ്റമില്ല എന്ന് പറഞ്ഞത് 25%, മോശം 7%, അഭിപ്രായമില്ലാത്തത് 1%. ഇനി ഈ കണക്ക് കേരളത്തിൽ വരുമ്പോൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും? കേരളത്തിലാണ്. കേരളത്തിൽ വരുമ്പോൾ ആ കണക്കിൽ ചില മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മാറി, മെച്ചപ്പെട്ടു എന്ന് പറയുന്നത് 41%. അതായത് നേരത്തെ ദേശീയ തലത്തിൽ കണ്ടത് 67%, ഇവിടെ കണ്ടത് 41% മെച്ചപ്പെട്ടു എന്നുള്ള അഭിപ്രായം. മാറ്റമില്ല 39%. മോശമായി എന്ന അഭിപ്രായം പറയുന്നത് 18% പേരാണ്. അഭിപ്രായം പറയാത്തവർ 2%. അതായത് ദേശീയ തലത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിലും കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമായി തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം വന്നിരിക്കുന്നത്. അത് ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ പ്രകടമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അതും സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഈ വരാൻ പോകുന്ന സമയത്ത് അല്ലെ, വരാൻ പോകുന്ന സമയത്ത് അടുത്ത 1 വർഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യമാണ് അടുത്തതായിട്ട്. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്താണ് ജനങ്ങളുടെ പ്രതീക്ഷ എന്ന ചോദ്യമാണ്. അവിടെയാണ് പ്രസക്തം. മെച്ചപ്പെടുമെന്ന് 72% പേർ. ഇനി ദേശീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടെ 72% പേരും സാമ്പത്തിക സ്ഥിതിയിൽ 67% ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറയുമ്പോൾ അടുത്ത 1 വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഭാവിയിലേക്കുള്ള കാര്യം അവർ പറയുന്നു 72%. അതായത് 5% വീണ്ടും കൂടുകയാണ്. അവിടെ മാറ്റമുണ്ടാകില്ല എന്ന് 21%, മോശമാകുമെന്ന് 5%. ഇങ്ങനെയാണ് കണക്ക്. ഇതിൽ കേരളത്തിലേക്ക് വരുമ്പോൾ അടുത്ത 1 വർഷം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് കേരളത്തിൽ നിന്നുള്ള ഉത്തരം, കേരളത്തിൽ നടത്തിയ സർവേയിൽ 61% മെച്ചപ്പെടും എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമാണോ എന്ന് ചോദിച്ചതിൽ നിന്ന് കുറച്ച് വ്യത്യാസമാണ് അല്ലേ? കൂടുതൽ ആളുകൾ മെച്ചപ്പെടും എന്നുള്ള പ്രതീക്ഷ. മാറ്റമുണ്ടാകില്ലെന്ന് 26% പേർ, മോശമാകുമെന്ന് 10%, അഭിപ്രായമില്ല എന്ന് 3%. മഞ്ജുഷ, വേഗത്തിൽ ഒരു കാര്യം, ഒരുപക്ഷെ ഈ സംസ്ഥാനത്ത് നിന്നും ഈ കണക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെ കൂടി വിലയിരുത്തിയാണോ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത്? അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിന്റേത് മാത്രം എന്നുള്ള ചോദ്യം നമ്മൾ അവിടെ ഉന്നയിച്ചിട്ടില്ല അല്ലെ? നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഏത് രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ്. അതാണ്. അപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ കൂടെ വിലയിരുത്തൽ ഇതിനകത്ത് ഉണ്ടായേക്കാം. അത് കേരളത്തിൽ വരുമ്പോൾ ശരിയാണ് അല്ലെ? അതും പ്രതിഫലിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 61% മെച്ചപ്പെടും എന്നും പറയുന്നുണ്ട്. അടുത്ത മലയാളികൾ ശുഭാപ്തി വിശ്വാസക്കാരാണ് എന്ന ഒരു പൊതു ചിത്രം എന്തായാലും ഈ കണക്കിന്റെ അകത്തുണ്ട്. ഇനി അടുത്ത ചോദ്യവും ഇതേ രീതിയിൽ തന്നെയാണ്. നിങ്ങളുടെയും കുടുംബത്തിന്റെയും ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇതും ഈ സർക്കാരുമായി ബന്ധപ്പെട്ടാണല്ലോ. 68% ജനങ്ങൾ അല്ലേ നമ്മൾ സർവേ നടത്തിയവർ, ദേശീയ തലത്തിലുള്ള കണക്കാണ്.
68% പേരും ശുഭാപ്ത വിശ്വാസമുള്ളവരാണ്. 19% പേർക്ക് അത്ര വിശ്വാസമില്ല. അഭിപ്രായമില്ലാത്തവർ 13%. അതായത് നേരത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞത് 67% ആയിരുന്നെങ്കിൽ അതിനേക്കാൾ ഒരു ശതമാനം മാത്രം കൂടുതൽ നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 68%. ഇത് ദേശീയ തലത്തിലെ കണക്കാണ്. ഇനി ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ, കേരളത്തിലെ കണക്ക് കൂടി ഉണ്ടല്ലോ അല്ലെ, കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെയും കുടുംബത്തിന്റെയും ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഉണ്ടോ? ഉണ്ട് 71%, ഇല്ല 19%, അറിയില്ല, അഭിപ്രായമില്ല 10%. ഇത് പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാരിന്റെ കൂടി സൂചകമായി മാറുകയാണ് എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്. പിന്നെ അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യമാണ്. അത് കേന്ദ്ര സർക്കാരിനെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. കേന്ദ്ര സർക്കാരിന്റെ 5 വർഷത്തെ പ്രവർത്തനം, കഴിഞ്ഞ 5 വർഷത്തെ മോദി സർക്കാരിന്റെ പ്രവർത്തനം 19 മുതൽ 24 വരെ മികച്ചത് 80% പേരാണ്. വളരെ മാർക്കുണ്ട്. 80% പേരാണ് BJP സർക്കാരിൽ മികച്ചതെന്ന അഭിപ്രായം പറയുന്നത്. ഒരു പരിധിവരെ തൃപ്തികരമാവുന്നത് 10% പേർ മാത്രമാണ് എന്ന ഒരു സാഹചര്യം കൂടി ഈ കണക്കിൽ പുറത്തു വരുന്നുണ്ട്. അതായത് 80%, 20% മാത്രമാണ് മറിച്ച് ചിന്തിക്കുന്നത്. വളരെ അസംതൃപ്തി 1% മാത്രം ഒരു പരിധി വരെ. അത് 80 പിന്നെ ആ 10 കൂടെ ആ പോസിറ്റീവ് എന്നുള്ള ബാക്കിയുള്ളത് ഒരു 10% മാത്രമാണ് തൃപ്തികരമല്ല എന്നുള്ള ഒരു അഭിപ്രായം. ദേശീയ തലത്തിലുള്ള കണക്കാണ്, കേരളത്തിന്റെ ചിത്രമല്ല. കേരളത്തിന്റെ സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമായി. കേന്ദ്ര സർക്കാരിന്റെ 5 വർഷത്തെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിലുള്ളവർ മികച്ചത് എന്നുള്ളത് 20%, വ്യത്യസ്തമായ കണക്ക് 80% ദേശീയ തലത്തിൽ മോദി സർക്കാരിനുള്ള മാർക്കെങ്കിൽ ഇവിടെ 20% മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള മാർക്ക് കിട്ടിയിരിക്കുന്നത്. 15%, 24% തൃപ്തിയോ അതൃപ്തിയോ ഇല്ല. നേരിയ അതൃപ്തി 20%, 21% വളരെ അസംതൃപ്തി. അതായത് 21% കേരളത്തിൽ ഈ സർവേയിൽ പങ്കെടുത്തവരിൽ 21%ത്തിലും കേന്ദ്ര സർക്കാരിൽ അതൃപ്തിയാണ്. എന്തായാലും കേരളം മറ്റൊരു രാഷ്ട്രീയമാണ് ചിന്തിക്കുന്നതിന്റെ സൂചകം കൃത്യമായി ഈ കണക്കിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശരിയാണ്. 80% മികച്ചതെന്ന് ദേശീയ തലത്തിൽ കിട്ടിയപ്പോൾ 20%മാണ് കേരളത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇനി പ്രധാനമന്ത്രിയെ വിലയിരുത്തലാണ്. ഈ കഴിഞ്ഞ 5 വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ദേശീയ തലത്തിലുള്ള വരുന്നത് മികച്ചത് 70% പേരും നരേന്ദ്രമോദിക്ക് വോട്ടിടുന്നു. മികച്ചത് എന്നത് ഒരു പരിധിവരെ തൃപ്തികരം 10% പേർ. തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തവരുടെ എണ്ണവും ഈ ഘട്ടത്തിൽ കണക്കിൽ പ്രസക്തമാണ്. അത് കൂടി നമുക്ക് പരിശോധിക്കാം. 10% പേരാണ്. നേരിയ അതൃപ്തി 5%, വളരെ അസംതൃപ്തി 4%, അറിയില്ല എന്നുള്ളത്. അതായത് ഇവിടെയും 80%-ഓളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ സന്തുഷ്ടി രേഖപ്പെടുത്തുകയാണ്. കേന്ദ്ര സർക്കാരിന് മാർക്കിട്ടതിന് സമാനം തന്നെയാണ്, സമാനം തന്നെയാണ്. 70%, 80% എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനവും നരേന്ദ്രമോദിയുടെ പ്രവർത്തനവും ഏതാണ്ട് തുല്യ രീതിയിൽ തന്നെയാണ് പോകുന്നത്. കേരളത്തിന്റെ കോൺടെസ്റ്റിൽ എങ്ങനെയായിരിക്കും? കേരളത്തിന്റെ കോൺടെസ്റ്റിൽ വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ 5 വർഷത്തെ പ്രവർത്തനത്തെ കേരളത്തിൽ എങ്ങനെ വിലയിരുത്തുന്നു? മികച്ചത് 17%. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു വിലയിരുത്തിയത്? അതുപോലെ തന്നെ. അത് നേരത്തെ 15% അത് 17-ലേക്ക് മാറി. എന്തായാലും പ്രധാനമന്ത്രിയുടെ 5 വർഷത്തെ പ്രവർത്തനം കേരളം വിലയിരുത്തിയത് മികച്ചത് 17, ഒരു പരിധിവരെ തൃപ്തികരം 13, തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തവർ 23%, നേരിയ അതൃപ്തി 23% തന്നെ, വളരെ അതൃപ്തി 23%, അസംതൃപ്തി 23%. അതായത് ഡിസാറ്റിസ്ഫൈഡ് എന്നുള്ള കോളത്തിലാണ് 23% വന്നിരിക്കുന്നത്. കേരളത്തിൽ സർവേ നടത്തിയപ്പോൾ അതിൽ പ്രധാനമന്ത്രിയുടെ 5 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയതാണ് ഈ കണ്ടത്. ഇനി മോദി വേഴ്സസ് രാഹുൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് വരാം. മോദിയോ രാഹുലോ, ആരെയാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? അത് ദേശീയ തലത്തിലും അല്ല, അതിനു മുമ്പ് നിങ്ങളുടെ എംപിയുടെ പ്രവർത്തനം, അത് ആ ചോദ്യമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ എംപിയുടെ പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തി? കഴിഞ്ഞ 5 വർഷം പ്രസക്തമാണ് ആ ചോദ്യം. കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ MP എങ്ങനെയായിരുന്നു എന്ന ചോദ്യമാണ്. ദേശീയ തലത്തിൽ വരുമ്പോൾ 31% പേർ മികച്ചതെന്ന് പറയുന്നു. ഒരു പരിധിവരെ തൃപ്തികരം 15%, തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തവർ 24%, നേരിയ അതൃപ്തി 21%. അതായത് സ്വന്തം എംപിയിൽ അത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നില്ല. ഈ കണക്കിനൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ഒരു എംപിയുടെ പെർഫോമൻസ് നമുക്ക് നേരിട്ട് പറയാൻ വയ്യ. കാരണം വ്യത്യസ്തമായ എംപിമാരുടെ സാഹചര്യമാണ് ഈ ചോദ്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വളരെ രസകരമായ മറ്റു കാര്യം, ഇതിൽ കേരളത്തിലെ മാത്രമായിട്ടുണ്ടോ? ഇതിൽ കേരളത്തിലെ മാത്രമായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഉണ്ടായിരുന്നു. ഇത് ദേശീയ തലത്തിൽ തന്നെ ഉള്ളതാണ്. മികച്ചത് 31%, ഒരു പരിധിവരെ തൃപ്തികരം 15%. നമുക്ക് ദേശീയ ശരാശരി, ദേശീയ കണക്ക് മാത്രമാണ് ഇതിൽ വരുന്നത്. കാരണം കേരളത്തിന്റെ സാഹചര്യം അങ്ങനെ നോക്കാൻ കഴിയില്ല. കാരണം ഓരോ എംപിമാർക്കും വ്യത്യസ്തമാണല്ലോ സാഹചര്യം. ശരി. അടുത്തത് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബീഹാറിലേക്ക് പോകാമെന്ന് തോന്നുന്നില്ല. ബീഹാറിലേക്ക് പോകുവാനുള്ള മോദി രാഹുൽ, മോദി രാഹുൽ കൂടി വന്നിട്ടുണ്ട്, കണക്ക് വന്നിട്ടുണ്ട്. മികച്ച നേതാവല്ലേ? അതെ, മികച്ച ചോദ്യമാണ് അവിടെ വരുന്നത്. മികച്ച നേതാവാണ് മോദി വേഴ്സസ് രാഹുൽ.
അത് ഓരോ പാരാമീറ്റേഴ്സ് അതിനകത്ത് വന്നിട്ടുണ്ട്. സത്യസന്ധൻ എന്നുള്ള കണക്ക് ദേശീയ തലത്തിലുള്ളതാണിത്. സത്യസന്ധൻ എന്നുള്ളത് മോദി 73%. രാഹുൽ 27%. രാഹുലിന്റെ സത്യസന്ധതയിൽ 27% പേരെ വിശ്വാസ്യത അർപ്പിച്ചിട്ടുള്ളൂ. കഠിനാധ്വാനി, ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാനി നരേന്ദ്രമോദി 69%, രാഹുൽ ഗാന്ധി 31%. പകുതി പോലുമില്ല. ജനസേവകൻ എന്നുള്ള ഇമേജ് ആർക്കാണ് കൂടുതൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അതോ രാഹുൽ ഗാന്ധിക്കോ? ജനസേവകൻ 71%, മോദി. രാഹുൽ ഗാന്ധി 29%. അതായത് ആദ്യത്തെ 3 പാരാമീറ്റേഴ്സും അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സത്യസന്ധൻ, കഠിനാധ്വാനി, ജനസേവകൻ. അടുത്തത് കരുത്തുറ്റ നേതാവായി 67% പേർ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 33% പേർ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തു എന്ന കാഴ്ചപ്പാട്, എന്ന വ്യക്തത ഇതിനകത്ത് വരുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് പ്രസക്തമാണ്. ആ ചോദ്യം അത് 68% പേർ നരേന്ദ്രമോദിക്ക് മാർക്കിടുന്നു. 32% പേർ. ഇതിൽ അഞ്ച് പാരാമീറ്റേഴ്സ് ആയിരുന്നു ഇതിനു വേണ്ടി ചോദിച്ചിരുന്നത്. അത് 5ലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് മാർക്ക് കൂടുതൽ ദേശീയ തലത്തിൽ നൽകിയിരിക്കുന്നത്. എടുത്തു പറയുന്നു, ദേശീയ തലത്തിലുള്ള മാർക്കാണ് സത്യസന്ധൻ, കഠിനാധ്വാനി, ജനസേവകൻ, കരുത്തുറ്റ നേതാവ്, ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. എല്ലാത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയേക്കാൾ ഇരട്ടിയിലധികം മികച്ചത് എന്നുള്ള അഭിപ്രായമാണ് ദേശീയ തലത്തിൽ. എന്നിട്ട് ഈ കണക്കിന് കേരളത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും കേരളത്തിലെ സർവേ ഫലം? മോദി വേഴ്സസ് രാഹുൽ, മികച്ച നേതാവ് ആര്? കേരളത്തിലേക്ക് വരുമ്പോൾ സത്യസന്ധൻ 33% മാത്രം. നരേന്ദ്രമോദിക്ക് മലയാളികൾ 33% പേരെ വോട്ടിട്ടിട്ടുള്ളൂ. നേരെ റിവേഴ്സ്. അതെ, റിവേഴ്സ്. 67% പേർ രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് സത്യസന്ധൻ എന്ന പരിഗണന കൂടുതലായി നൽകിയിരിക്കുന്നത്. ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാനി നരേന്ദ്രമോദി 24%, അവിടെ 76%ത്തിലേക്ക് ഉയരുന്നു. രാഹുൽ ഗാന്ധി എന്ന പ്രത്യേകതയുണ്ട്. ജനസേവകൻ 34%, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധി 66%. കരുത്തുറ്റ നേതാവ് അതും റിവേഴ്സ് ആണ്. അതെ, കരുത്തുറ്റ നേതാവ് 24% നരേന്ദ്രമോദിക്ക് മാർക്കുള്ളൂ. 76% മാർക്ക് അവിടെ രാഹുൽ ഗാന്ധിക്ക് തന്നെ. സെയിം ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. പ്രധാനമന്ത്രി 26%, രാഹുൽ ഗാന്ധി 74%. ഞാൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആകെ എടുക്കുമ്പോഴും കേരളത്തിൽ എടുക്കുമ്പോഴും കണക്കുകൾ വ്യത്യസ്തമായിരിക്കും. അത് ഈ സർവേയുടെ വിശ്വാസ്യത കൂടിയാണ്. അതായത് കൃത്യമായിട്ട് കണക്കുകൾ, കൃത്യമായ സാമ്പിളിങ്ങിലൂടെ തന്നെയാണ് ഈ ഒരു പരിശോധന നടത്തിയിരിക്കുന്നത്. തുടർച്ചയായ പ്രധാനമന്ത്രിയുടെ സന്ദർശനമൊന്നും അദ്ദേഹത്തിന്റെ ആ തരത്തിൽ മലയാളികൾക്കിടയിൽ ഇമേജ് കൂട്ടിയോ എന്ന അതൊക്കെ ഒരുപക്ഷെ ഇതിന്റെ ആൻസറിന്റെ ഭാഗമായി വരുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും വരുന്നുണ്ടാവും. എന്തായാലും ഈ കഴിഞ്ഞ തവണയും പല സർവേ ഫലങ്ങളും നോക്കിയപ്പോൾ ഇന്ത്യ മുഴുവൻ എടുക്കുമ്പോഴും കേരളം എടുക്കുമ്പോഴും വ്യത്യസ്തമായ കണക്കുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. രാഹുൽ ഗാന്ധിക്ക് അന്ന് ഉയർന്ന മാർക്ക് തന്നെ കിട്ടിയിരുന്നു. ഇപ്പോഴും ഈ 2019 അത്രയും ഇല്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്, അല്ലെ, ഒരു നേതാവായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഉദാഹരണം കൂടിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടുത്തെ MP കൂടിയാണല്ലോ. അതെ, ഇനി പ്രധാനപ്പെട്ട ചോദ്യം, ഒരുപക്ഷെ ഇത് ലോക്സഭയിലേക്കുള്ള, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ തൃപ്തി കൂടി പരിഗണിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെ സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ എത്ര കണ്ട് തൃപ്തികരമാണ് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രവർത്തനം തൃപ്തികരമാണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. വളരെ തൃപ്തികരം 24%, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം 24%. ഇത് ഓൾ ഇന്ത്യ കണക്കാണ്, അല്ലെ? ഓൾ ഇന്ത്യ കണക്കല്ലേ? ദേശീയ കണക്കാണ് പുറത്തു വരുന്നത്. ഓൾ ഇന്ത്യ കണക്കാണ്. അതിൽ ഓരോന്നും പ്രത്യേകതയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരം 24%, തൃപ്തികരം 10%, അതൃപ്തിയോ ഇല്ലാത്തവർ 22%, നേരിയ അതൃപ്തി 25%, സമ്പൂർണ്ണ അതൃപ്തി 18%, അറിയില്ല, അഭിപ്രായമില്ല 1%. ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം ഓരോ സംസ്ഥാന മുഖ്യമന്ത്രിമാരും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവും. അതിൽ തൃപ്തികരം 24%, തൃപ്തികരം വളരെ തൃപ്തികരം 24%, തൃപ്തികരം 8%, തൃപ്തിയോ അതൃപ്തിയോ ഇല്ല 16%, നേരിയ അതൃപ്തി 29%. അതായത് അതാത് സർക്കാരിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കണക്കാണ് ഈ കണ്ടത്. കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. സർവേയുടെ ഫലങ്ങൾ ഓരോ മിനിറ്റിലും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചാണ് ഞങ്ങൾ ഫലങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സജിത, ഇതുവരെ ഇപ്പോൾ കണ്ട ഈ സർവേ ഫലങ്ങൾ, ഈ ചോദ്യാവലിയുടെ ഉത്തരങ്ങൾ, ഇത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ രാജ്യം ചിന്തിക്കുന്നു, എങ്ങനെ കേരളം ചിന്തിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം കിട്ടിക്കഴിഞ്ഞല്ലോ, അല്ലേ? അതെ, കേരളം ചിന്തിക്കുന്നത് എന്ന ചോദ്യത്തിൽ ദേശീയ തലത്തിലുള്ള ചിത്രമല്ല ഇവിടുത്തേത് എന്നതാണ് അതിലൊരു സസ്പെൻസ് കൂടെ വർദ്ധിക്കുന്നത്. കാരണം നരേന്ദ്രമോദിക്ക് മലയാളികൾ വോട്ടിടാതിരിക്കുമ്പോൾ ഇവിടെ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രതിപക്ഷവുമല്ല നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഇവിടെ LDF-ഉം UDF-ഉം ആണ് എന്നതാണ് ഇവിടുത്തെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ സ്ഥിതിയും കേരളത്തിന്റെ സ്ഥിതിയും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ
ഇപ്പോൾ കേരളത്തിൽ നിന്നും സീറ്റുകൾ ഏത് രീതിയിൽ ഓരോ LDF-നും UDF-നും കിട്ടുന്നു, അത് ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറും. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി അതിനകത്തുണ്ടല്ലോ. ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് കൂടിയാണ് ജനങ്ങളുടെ അഭിപ്രായം വരുന്നത്. മഞ്ജുഷ്, നമ്മൾ ബീഹാറിന്റെ കടക്കിലേക്ക് പോകുന്നതിന് മുമ്പായി വേഗത്തിൽ നമുക്ക് 2019 ചിത്രം എന്ത് എന്ന ഒരു പരിശോധന കൂടി ഈ ഘട്ടത്തിൽ വേഗത്തിൽ നടത്താമെന്ന് തോന്നുന്നു. കിരൺ നമുക്കൊപ്പമുണ്ട്. 2019 ലോക്സഭയിൽ എങ്ങനെ ചിന്തിച്ചു ജനങ്ങൾ എന്നുള്ളത് പ്രധാനമായും 2019 ചിത്രമാണ്. 2019 ആകെ BJPക്ക് 303 സീറ്റുകളാണ് ലഭിച്ചത്. 37.41% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 52 സീറ്റുകളിൽ മാത്രമാണ് ലഭിച്ചത്. പക്ഷേ അപ്പോഴും 19.66% വോട്ടുണ്ട്. ഏകദേശം BJPക്ക് ലഭിച്ചതിന്റെ പകുതിയിലേറെ വോട്ട് കോൺഗ്രസിന് ലഭിക്കുമ്പോഴും കോൺഗ്രസിന്റെ സീറ്റ് എണ്ണത്തിൽ വളരെ കുറവാണ്. 52 സീറ്റ് മാത്രമാണ്. DMKക്ക് 2.37% വോട്ട് മാത്രമാണ് ലഭിച്ചത്. പക്ഷേ DMKയുടെ വോട്ട് 24 MPമാരാണ് DMKക്ക് ലഭിച്ചത്. 4.12% വോട്ട് മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാളിൽ നിന്നും മമതാ ബാനർജിയുടെ പാർട്ടിക്ക് ലഭിച്ചത്. അവർക്ക് 22 സീറ്റാണ് ലഭിച്ചത്. YSRCPക്ക് ആന്ധ്രാപ്രദേശിൽ നിന്നും 22 സീറ്റാണ് ലഭിച്ചത്. 2.49% വോട്ടാണ് ലഭിച്ചത്. JDUവിന് ബീഹാറിൽ നിന്ന് 16 സീറ്റാണ് ലഭിച്ചത്. 1.48% വോട്ട് മാത്രമാണ്. ശിവസേനയ്ക്ക് കഴിഞ്ഞ തവണ ശിവസേന ഒരു പാർട്ടിയായി നിൽക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും ശിവസേനയ്ക്ക് 13 സീറ്റുകളാണ് ലഭിക്കുന്നത്. 1.67% ബാക്കി പാർട്ടികൾക്കെല്ലാം കൂടി 91 സീറ്റുകളാണ് ലഭിച്ചത്. 29.33% വോട്ടാണ് മറ്റ് പാർട്ടികൾക്ക് എല്ലാം കൂടി ലഭിച്ചത്. നമുക്ക് വേഗത്തിൽ 2014 കണക്കുകൾ കൂടി നോക്കാം. 2014 കണക്ക് വരുമ്പോഴും BJPക്ക് 282 സീറ്റ്, കോൺഗ്രസിന് 44, ADMKക്ക് 37 സീറ്റ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ തവണ DMKക്കാണ് വിജയമെങ്കിൽ അതിന് 2014 ADMKക്കായിരുന്നു അന്ന് 37 സീറ്റ്. തൃണമൂൽ കോൺഗ്രസിന് 34 സീറ്റ്, കഴിഞ്ഞ തവണ അത് 22 സീറ്റുകൾ മാത്രമായിരുന്നു. BJDക്ക് 20 സീറ്റ് ഒറീസയിൽ നിന്നും ബിജു ജനതാദളിന്, ശിവസേനയ്ക്ക് 18 സീറ്റ് മഹാരാഷ്ട്രയിൽ നിന്നും, TDPക്ക് 16 സീറ്റ്. TDPയുടെ ഈ സീറ്റാണ് കഴിഞ്ഞ തവണ YSRCP പിടിച്ചെടുത്തത്. മറ്റു പാർട്ടികളെല്ലാം ചേർന്ന് 92 സീറ്റ് 36.26% വോട്ടും. കഴിഞ്ഞ 2014 BJPക്ക് 31% വോട്ടാണ് ലഭിച്ചത്. കോൺഗ്രസിന് 19% വോട്ടുമാണ് ലഭിച്ചത്. ഈ വോട്ടിംഗ് നിലവാരത്തിൽ കാര്യമായ വ്യത്യാസം 2014 2019 തമ്മിൽ ഇത്തവണ കിരൺ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ 400 സീറ്റുകൾ നേടും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നടത്തിയിരിക്കുന്നത്. 370 സീറ്റുകൾ BJP ഒറ്റയ്ക്ക് നേടും എന്നുള്ള പ്രഖ്യാപനവുമുണ്ട്. 370 BJPക്ക് എത്താൻ കഴിയുമോ? 400 സീറ്റുകളിലേക്ക് NDAക്ക് വളരാൻ സാധിക്കുമോ? ഏതാനും നിമിഷങ്ങൾക്കകം ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ചിത്രം വ്യക്തമാവുകയാണ്. അല്പസമയത്തിനുള്ളിൽ ബീഹാറിന്റെ ആദ്യം വരുന്നത്. അതെ, ബീഹാറിന്റെ ചിത്രമാണ് നമ്മൾ ആദ്യം പുറത്തു പോകുന്നത്. വേഗത്തിൽ ഈ സാമ്പിൾ സർവേയെ കുറിച്ച് 1-2 കാര്യം കൂടി വേഗത്തിൽ പറയാം. നമ്മൾ കേരളം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്നും 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ 4366 സാമ്പിൾ ശേഖരണം നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഈ സാമ്പിളിന്റെ കൃത്യത കൂടുതൽ ഉറപ്പുവരുത്തുന്നത്. കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും എത്തുകയും അവിടെ സാമ്പിൾ ശേഖരണത്തിനൊപ്പം തന്നെ തിരിച്ച് അതിന്റെ കൗണ്ടർ ചെക്ക്, സെക്കൻഡ് ലെയർ ചെക്കിംഗ് സംവിധാനത്തിലൂടെയും അത് ഉറപ്പുവരുത്തിയാണ് ഈ സാമ്പിൾ സർവേ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് 21 സംസ്ഥാനങ്ങൾ, അത് 4 സീറ്റുകളും അതിൽ കൂടുതലുമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഇവിടെ മഹാരാഷ്ട്ര മുതൽ ഉത്തർപ്രദേശ് മുതൽ താഴോട്ട് ഇങ്ങോട്ട് 4 സീറ്റുകൾ വരെയുള്ള സംസ്ഥാനങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് ഈ സർവേ എടുത്തിരിക്കുന്നത്. 80 സീറ്റുള്ള ഉത്തർപ്രദേശ്, 48 സീറ്റുള്ള മഹാരാഷ്ട്ര, 42 സീറ്റുള്ള വെസ്റ്റ് ബംഗാൾ, ഇവ ഏറ്റവും നിർണായകമായി മാറും ഈ സർവേയിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അല്പസമയത്തിനകം ഓരോ സംസ്ഥാനങ്ങളുടെയും ഫലങ്ങൾ പുറത്തുവിടാൻ പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ ബീഹാറിന്റെ ഫലം വരും. 40 സീറ്റുകളുള്ള ബീഹാർ നിർണായകമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ. പ്രേക്ഷകർ കാത്തിരിക്കുക. ബീഹാർ എങ്ങനെ ചിന്തിച്ചു എന്ന സർവേ ഫലമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ബീഹാറിലെ 40 ലോക്സഭാ മണ്ഡലങ്ങൾ ആർക്കനുകൂലമായി ചിന്തിച്ചു? പലതരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ കണ്ട ബീഹാർ ഇത്തവണ ലോക്സഭയിൽ ആർക്കൊപ്പമാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവസാന നിമിഷം JDU BJPയിലേക്ക് വന്നതോടുകൂടി 2019 അതേ നിലയിലേക്ക് എത്തുവാൻ ഈ മുന്നണിക്ക് കഴിഞ്ഞോ, NDAക്ക് കഴിഞ്ഞോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ തവണ 40-ൽ 39 സീറ്റുകളും NDA ആണ് നേടിയത്. ഒരു സീറ്റിൽ മാത്രമായിരുന്നു വിജയിക്കുവാനായിട്ട് UPAക്ക് കഴിഞ്ഞത്. പക്ഷേ ഇത്തവണ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? കഴിഞ്ഞ തവണ 17 സീറ്റുകൾ BJP നേടി, 16 സീറ്റുകൾ JDU നേടി.
ബീഹാറിൽ പിന്നെ അവരുടെ കൊയിലേഷൻ പാർട്ട്നേഴ്സ് നേടി അല്ലേ, LJP ബാക്കി സീറ്റുകൾ 6 സീറ്റുകൾ നേടി. പക്ഷേ ഇത്തവണ എങ്ങനെയായിരിക്കും സ്ഥിതി? പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, സീറ്റ് വിഭജനം ഇതുവരെ പൂർത്തിയായിട്ടില്ല. കിരൺ ബീഹാറിൽ 2019 ചിത്രം നോക്കുമ്പോൾ എത്ര ശതമാനം വോട്ടുകൾ കിട്ടി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. NDAക്ക് 58% വോട്ടുകൾ NDAക്ക് കിട്ടിയില്ലേ അവിടെ ബീഹാറിൽ കഴിഞ്ഞ തവണ? മഞ്ജുഷ, ഇതാണ് ബീഹാറിന്റെ കഴിഞ്ഞ 2019 ചിത്രം. അവിടെ 40 ലോക്സഭാ മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത്. ബീഹാറിൽ NDA മുന്നണി 39 സീറ്റുകൾക്കും ഇന്ത്യ മുന്നണി 1 സീറ്റിലുമാണ് വിജയിച്ചത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുന്നണി കൂടിയായിരുന്നു അന്ന്. 2019 ചിത്രം കാണിക്കാം. NDAയിൽ 39 സീറ്റുകളിൽ BJP 17 സീറ്റുകളിൽ വിജയിച്ചു, JDU 16 സീറ്റുകളിൽ ജയിച്ചു. ഈ രണ്ട് പാർട്ടികൾക്ക് കൂടി NDAക്ക് 56 പകുതിയിലേറെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് അവിടെ 39 സീറ്റുകളും വിജയിച്ചത്. ഏക സീറ്റിൽ മാത്രമാണ് മറ്റൊരു മുന്നണി ജയിച്ചത്. അത് കോൺഗ്രസ് മാത്രമാണ്. മറ്റൊരു ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളിൽ ഒറ്റ സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അന്ന് 40-ൽ 39 സീറ്റും ലഭിച്ചത് NDA മുന്നണിക്കാണ്. BJP 17 സീറ്റ്, JDU 16 സീറ്റ്, LJP 6 സീറ്റ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണത്തെ സർവേയുടെ ഫലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ് അന്ന് RJDക്ക് 1 സീറ്റ് പോലും ഇന്ന് വിജയിക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന് ഒറ്റ സീറ്റിൽ മാത്രമാണ് അന്ന് RJDയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതു പാർട്ടികളുമെല്ലാം സഖ്യമായിട്ടാണ് മത്സരിച്ചത്. പക്ഷേ അവർക്ക് ഒറ്റ സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നിതീഷ് കുമാർ മഹാഗഠബന്ധന്റെ ഭാഗമായി നിന്നുകൊണ്ട് നിതീഷ് കുമാറും RJDയും ചേർന്ന് അവിടെ സർക്കാർ രൂപീകരിച്ചതും ഈ ഇലക്ഷന് 2 മാസം മുമ്പ് വീണ്ടും ആ മുന്നണി വിട്ട് വീണ്ടും NDAയിലേക്ക് 6ാം തവണത്തെ മടങ്ങിപ്പോൾ മുന്നണി മാറ്റം നിതീഷ് കുമാർ സാധ്യമാക്കി. നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായിരുന്നത് ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിച്ച് മുഖ്യമന്ത്രിയായി, മറ്റൊരു മുന്നണി രൂപീകരിച്ചു, അവിടെയും മുഖ്യമന്ത്രിയായി, പിന്നീട് വീണ്ടും പഴയ മുന്നണിയിലേക്ക് മടങ്ങിപ്പോയി, അവിടെയും മുഖ്യമന്ത്രിയാകുന്നു. ബീഹാറിന്റെ 2019 ചിത്രമാണ്. നമുക്ക് ബീഹാറിന്റെ 2014 ചിത്രം കൂടി നോക്കാം. അല്ല, 2019 എന്തെങ്കിലും മാറ്റം ഇത്തവണ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്നതാണ് അറിയാൻ ബാക്കിയുള്ളത്. ഈ സർവേ എടുത്ത സമയവും വളരെ പ്രധാനപ്പെട്ടതല്ലേ സജിത്തെ? കാരണം ഈ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചതിന് ശേഷമാണ് ഈ സർവേ എടുത്തത്. അതുകൊണ്ട് തന്നെ JDUവും BJPയും തമ്മിലുള്ള ഈ ബന്ധം, വീണ്ടും ഉണ്ടായിരിക്കുന്ന ഈ ബന്ധം ഏത് രീതിയിൽ ജനങ്ങൾ കാണുന്നു എന്നതുകൂടി ഈ സർവേയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം JDUവിന്റെ പിന്തുണ NDAക്കൊപ്പം വന്നതിന് ശേഷമുള്ള സർവേയാണ്. സ്വാഭാവികമായും NDA സംവിധാനം ബീഹാറിൽ ശക്തിപ്പെട്ടതിന് ശേഷം നടക്കുന്ന സർവേയിൽ അത്തരമൊരു പ്രതിഫലനം ഉണ്ടാകുമോ എന്ന ചോദ്യം ഉണ്ടാവുന്നുണ്ട്. അവിടെയാണ് ഇനി പുറത്തു വരുന്ന ഈ കണക്കുകൾക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. കഴിഞ്ഞ തവണ 39 NDA സ്വന്തമാക്കിയ ചിത്രത്തിൽ ഇത്തവണ എന്താ എന്ന ചോദ്യമാണ് ഉണ്ടാവുന്നത്. അവിടെ ഒരു പ്രസക്തമായ കാര്യമുള്ളത്, ഇത്തവണ അവിടെ ഈ പ്രതിപക്ഷ ഐക്യം വലിയ രീതിയിൽ ശക്തിപ്പെട്ട് BJPക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ്. RJD അവിടെ വളരെ നിർണായകമായ ഒരു ശക്തിയാണ്. RJDക്ക് പുതിയൊരു ഇമേജ് കൂടി കൈവന്നിരിക്കുകയാണ്. തേജസ്വിയുടെ പുതിയൊരു ഇമേജ് കൂടി RJDക്ക് കൈവന്നിരിക്കുന്ന ഒരു സമയം. കോൺഗ്രസ് ആ ഒരു സഖ്യത്തിലല്ലേ സിംഗായി തന്നെ വന്നിട്ടുമുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ബീഹാറിന്റെ ഈ സൂചനകൾ നൽകുന്നത് ഹിന്ദി ഹൃദയ ഭൂമിയുടെ ചിന്ത ഏതു തരത്തിലെന്ന സൂചന കൂടി ഒരുപക്ഷെ കടന്നു. ഈ 40 സീറ്റുകൾ വളരെ നിർണായകമാണ്. കഴിഞ്ഞ തവണത്തെ പോലെ 39 സീറ്റുകൾ 38 സീറ്റുകളൊക്കെ അടുത്ത് കിട്ടണം BJPക്ക് അല്ലേ. BJP 370 എത്തുമെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ 303 ഒരിക്കലും കുറയാൻ പാടില്ല എന്നുള്ള ചിന്ത BJPക്കുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം അയോധ്യ ഒരുപക്ഷെ പ്രതിഫലിക്കാൻ സാധ്യതയുള്ള ഇടമാണ് ബീഹാർ എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ അയോധ്യ പ്രതിഫലിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം തന്നെയാണ് ബീഹാർ. അതുമാത്രമല്ല, ഈ സീറ്റുകളുടെ എണ്ണം കൂടി പരിഗണിക്കുമ്പോൾ ബീഹാറിൽ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കിലും BJP ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ BJPക്ക് അത് വളരെ പ്രതിച്ഛായ മോശമാക്കുന്ന ഒരു സംഭവമായി മാറും. പക്ഷേ ഈ JDUവിന്റെ തിരിച്ചുവരവ്, അതിനെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളതാണ്. പലതവണ വാക്കുമാറ്റുന്ന JDU അധ്യക്ഷന്റെ അല്ലേ നിതീഷ് കുമാറിന്റെ ഇത്തവണത്തെ ഈ ഒരു നിലപാട് അതെങ്ങനെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് അറിയാം. അല്പസമയത്തിനകം ആ സർവേ ഫലം പുറത്തു വരും. കഴിഞ്ഞ തവണത്തെ 56% നിന്ന് നില മെച്ചപ്പെടുത്തുവാൻ ബീഹാറിൽ NDAക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ തവണ 30% വോട്ടുകൾ മാത്രമാണ് UPAക്ക് അവിടെ കിട്ടിയത്, മഹാഗഠബന്ധന് അവിടെ കിട്ടിയത്. പക്ഷേ അത് ഇത്തവണ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം RJD അത്ര വളരെ ശക്തിയായിട്ട് അവിടെ വന്നിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കുക. അല്പസമയത്തിനകം ബീഹാറിന്റെ സർവേ ഫലം അറിയാൻ കഴിയും. ബീഹാർ ഏറ്റവും നിർണായകമാവുകയാണ്. അല്പസമയം കൂടി കാത്തിരുന്നാൽ മതി ബീഹാർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നറിയാം. നമ്മൾ ഈ പുറത്തുവിടുന്ന ഈ സാമ്പിൾ സർവേ ഫലങ്ങളുടെ ഒരു പ്രത്യേകത, ബീഹാർ ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന്
കേരളം ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന 2 സ്റ്റേറ്റുകളെയാണ് നമ്മൾ തുടക്കത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാറിൻ്റെ ചിത്രം തന്നെയാണോ കേരളം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചിത്രമല്ല ബീഹാർ എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയുടെ ഒരു പ്രാതിനിധ്യമുള്ള സംസ്ഥാനത്ത് തന്നെയാണ് നമ്മൾ ഈ സാമ്പിൾ സർവേ ഫലം ആദ്യം പുറത്തുവിടുന്നത്. നമുക്ക് ഫലങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും എത്തിക്കാൻ സാധിക്കും. അതിനു മുമ്പ് ഇതുവരെ ജനങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു, കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളെയും ഏത് രീതിയിൽ വിലയിരുത്തുന്നു എന്നുള്ള ചോദ്യാവലിയായിരുന്നു ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്നത്. അതിന് കിട്ടിയ ഈ ഉത്തരം ആദ്യം നമ്മൾ പരിശോധിച്ചു. അതിൽ നിന്ന് തന്നെ എന്താണോ കഴിഞ്ഞ 5 വർഷം BJP സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം അത് കൃത്യമായിട്ട് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ തൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾ കൂടുതലും വിലയിരുത്തിയത്. അത് 80% വരെ പോവുകയും ചെയ്തു. പക്ഷേ അത് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം വിലയിരുത്താൻ പറഞ്ഞപ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് ജനങ്ങൾ പ്രതികരിച്ചത് എന്നുള്ളതും പ്രധാനമാണല്ലോ സജിത്ത്. അല്പസമയത്തിനകം ബീഹാറിന്റെ ഫലം വരും, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 40 സീറ്റുകളുള്ള ബീഹാറിൽ ഇത്തവണ എത്ര സീറ്റുകളാണ് NDAക്ക് കിട്ടുന്നത്, എത്രയാണ് UPAക്ക് കിട്ടാൻ പോകുന്നത് എന്നത് സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ 39 സീറ്റുകളിൽ ഇത്തവണ ഫലം വരുന്നു. എന്താണ് മഞ്ജുഷ്, ബീഹാർ എങ്ങനെ ചിന്തിച്ചു? 40 ലോക്സഭാ മണ്ഡലങ്ങളിൽ NDAക്ക് എത്ര? 38 സീറ്റുകളിൽ NDA ജയിക്കുമെന്നാണ്. 38 സീറ്റുകളിൽ NDA, ഇന്ത്യ മുന്നണി 2 സീറ്റുകളിൽ 2. അത് കഴിഞ്ഞ തവണത്തേക്കാൾ നില 1 സീറ്റ് അല്ലേ? കഴിഞ്ഞ തവണ കിഷൻഗഞ്ച് മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. NDAക്ക് 39 സീറ്റുകൾ ഉണ്ടായിരുന്ന ബീഹാറിൽ ഇത്തവണ അത് 38ആയി കുറയുന്നു. പക്ഷേ NDA ശക്തമാണ്. അവിടെ JDU ഉൾപ്പെടുത്തി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ NDAക്ക് ഗുണം ചെയ്തു എന്ന് വേണം കരുതാൻ. ബീഹാർ മാറി ചിന്തിക്കുന്നില്ല. ബീഹാർ NDAക്കൊപ്പം, നരേന്ദ്രമോദിക്കൊപ്പം അവിടെ JDUവുമായി സഖ്യമുണ്ടാക്കിയതോടുകൂടി കൂടുതൽ ശക്തിപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ അതേ നിലയിലേക്ക് 1 സീറ്റിന്റെ മാത്രം വ്യത്യാസം 39 എന്നുള്ളത് 38ലേക്കാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. 2 സീറ്റുകളാണ് ഇന്ത്യ മുന്നണിക്ക്. അത് RJDക്കാണോ കോൺഗ്രസിനാണോ എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ തവണ 1 സീറ്റ് മാത്രമായിരുന്നു അവിടെ UPAക്ക് കിട്ടിയിരുന്നത്. ഇത്തവണ 2 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടും ബീഹാറിൽ. അതേസമയം NDA നിലയിലൊട്ടും പുറകോട്ട് പോയിട്ടില്ല. ഇനി പെർസെൻറ്റേജ് കൂടി അറിയാനുണ്ട്. ഇത്തവണത്തെ വോട്ട് ഷെയറിൽ NDAക്ക് വർധന ഉണ്ടാകുമെന്നാണ്. 58% വോട്ട് ഷെയർ. കഴിഞ്ഞ തവണ നേരത്തെ കിരൺ പറഞ്ഞിരുന്നു 56 പോയിന്റ് സംതിങ് ആയിരുന്നു. ഇത്തവണ 58% വോട്ട് ഷെയറോടുകൂടി NDA ഇന്ത്യ മുന്നണി 28%. കഴിഞ്ഞ തവണ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ 30% അതിൽ കുറവ് വന്നിരിക്കുകയാണ്. അത് ചില മുന്നണികൾ മാറിയിട്ടുണ്ട്, അതൊക്കെ ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ 14%. അതായത് NDAക്ക് സീറ്റുകൾ 1 കുറയും, പക്ഷേ വോട്ട് ഷെയർ കൂടും. 2%, 1.5% കൂടുമെന്നാണ് ന്യൂസ് 18 സർവേ കാണിക്കുന്നത്. അങ്ങനെ ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, അവിടെ കുറഞ്ഞാൽ നില ഈ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു പോകുമോ എന്നുള്ള സംശയം NDAക്കുള്ളതാണ്, BJPക്കുള്ളതാണ്. പക്ഷേ ഇന്ത്യ മുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനത്താണ്. ഇന്ത്യ മുന്നണിക്ക് എത്രയാ 2 സീറ്റുകൾ മാത്രം. അതെ, 2 സീറ്റുകൾ എന്ന് മാത്രമെന്ന് പറയുമ്പോൾ മഞ്ജുഷ്, ഇന്ത്യ മുന്നണി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു ബീഹാർ. മുന്നണി മാറ്റം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് പട്നയിലെ വലിയ റാലി. അവിടെ ഇടതു പാർട്ടികളും RJDയും കോൺഗ്രസും ഒക്കെ സംയുക്തമായി നടത്തിയ ഒരു വലിയ റാലിയുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ട ഇടമാണ് ബീഹാർ. പക്ഷേ ആ പ്രതിപക്ഷ ഐക്യം തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഗുണപ്പെടില്ല എന്ന സൂചന ഈ ഒപ്പീനിയൻ പോളിലൂടെ നീക്കങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സർവേ എടുത്തത് എന്ന പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ഈ പുതിയ രാഷ്ട്രീയ ചിത്രത്തിന്റെ ഒരു പ്രതിഫലനമാണ് ന്യൂസ് 18ന്റെ ഈ സർവേ. അവിടെ ബീഹാറിൽ എന്തായാലും NDA പിന്നോട്ട് പോകുന്നില്ല. കിരൺ, ഇത് എങ്ങനെ കാണാവുന്നതാണ്? 2 സീറ്റ് ആയിട്ടുണ്ട്, 1ൽ നിന്ന് 2 ആയിട്ട് കൂടിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക്. എങ്കിൽ പോലും കഴിഞ്ഞ തവണത്തെ ചില മാറ്റങ്ങളുണ്ടല്ലോ കക്ഷികൾ തമ്മിൽ. പക്ഷേ എങ്കിലും ആശ്വസിക്കാൻ ഒട്ടും വകയില്ലല്ലോ ഇന്ത്യ മുന്നണിക്ക്. ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ആശ്വസിക്കാൻ ഒട്ടും വകയില്ല എന്ന് തന്നെ പറയാം. എങ്ങനെയാണോ കഴിഞ്ഞ തവണ ബീഹാറിൽ മത്സരിച്ചത്, BJPയും JDUവും സഖ്യമായിട്ടാണ് മത്സരിച്ചത്. അതിന് മുൻ തവണയും അങ്ങനെ സഖ്യമായിട്ട് തന്നെയായിരുന്നു മത്സരിച്ചത്. അന്ന് ആ മുന്നണി NDA മുന്നണി തൂത്തുവാരുകയായിരുന്നു. അതിനുശേഷമാണ് NDA മുന്നണിയുടെ ഭാഗമായി നിന്ന് നിതീഷ് കുമാർ ആ മുന്നണി വിട്ട് മഹാഗഠബന്ധൻ രൂപീകരിക്കുന്നത്. RJDയുമായി ചേർന്നാണ്. RJD ആയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത്. ആ വലിയ ഒറ്റകക്ഷിയായി നിൽക്കുമ്പോഴും RJDയുമായി ചേർന്ന് ഒരു മുന്നണി രൂപീകരിച്ച് അവിടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി.
ഈ 2 മാസം മുമ്പാണ് നിതീഷ് കുമാർ വീണ്ടും ആ മഹാഗഠബന്ധൻ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും NDAയിലേക്ക് മടങ്ങി വരുന്നത്. NDAയിൽ BJPയുമായി ചേർന്ന് പഴയ സഖ്യത്തിൽ ചേർന്ന് അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അതിനുശേഷമാണ് സർവേ നടന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലും പഴയ വിജയം ആവർത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ സർവേയുടെ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ. ബീഹാറിൽ കോൺഗ്രസും RJDയും പഴയ RJD അല്ല, ഇപ്പോൾ RJDക്ക് നേരത്തെ ലല്ലു പ്രസാദ് യാദവിന്റെ കാലത്തുണ്ടായിരുന്ന ലാലുവിനോടുണ്ടായിരുന്ന എതിർപ്പ്, അല്ലെങ്കിൽ ലാലു രാജിനോടും മുണ്ട രാജിനോടും ഉണ്ടായിരുന്ന എതിർപ്പിനൊക്കെ അപ്പുറത്തേക്ക് തേജസ്വി യാദവ് ഒരു വലിയ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു നേതാവായി മാറുന്നു. നിതീഷിന്റെയും ലാലു പ്രസാദിന്റെയും യാദവിന്റെയും കാലത്തിന് ശേഷമുള്ള പ്രധാന നേതാവായി തേജസ്വി യാദവ് മാറുന്നു. ആ ഒരു നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കൂടുതൽ വിജയം നേരിടാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ബീഹാർ. മറ്റൊരു ഡേറ്റ കൂടി ബീഹാറിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. മധ്യ ബീഹാറിലാണ് ഒരു സീറ്റ് ഇന്ത്യ മുന്നണി കിട്ടുന്നത്. അതുപോലെ തന്നെ കിഴക്കൻ ബീഹാറിലും ഒരു സീറ്റ് ഇന്ത്യ മുന്നണി കിട്ടും. ബാക്കിയുള്ള മേഖലകളിലെല്ലാം NDAയുടെ തേരോട്ടമായിരിക്കും എന്നുള്ളതാണ് ഈ സർവേ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ബീഹാറിന്റെ മറ്റു മേഖലകളെല്ലാം BJP മുന്നണി, BJPയും JDയുവും ചേർന്നുള്ള മുന്നണി തൂത്തുവാരും. അതേസമയം മധ്യ ബീഹാറിലും കിഴക്കൻ മേഖലയിലും ഓരോ സീറ്റ് വീതം ഇന്ത്യ മുന്നണിക്ക് കിട്ടും. മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ കിരൺ, ഈ OBC രാഷ്ട്രീയം, ജാതി സെൻസസ്, ഇതൊക്കെ ചർച്ചയാകുന്ന ഒരു സംസ്ഥാനമാണല്ലോ ബീഹാർ. ജാതി സെൻസസ് ഏറ്റവും ചർച്ചയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജാതി രാഷ്ട്രീയം ഏറ്റവും ഫലപ്രദമായി പ്രയോഗിക്കുകയും നടപ്പാക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്ത സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. എല്ലാ കാലത്തും ജാതി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാല ബീഹാർ ആയിരുന്നു. ഈ ബീഹാറിലേക്ക് ലാലുവിന്റെ കാലത്തിന് ശേഷം നിതീഷ് കുമാർ വരുന്നത് തന്നെ പിന്നോക്കക്കാരിലെ പിന്നോക്ക വിഭാഗങ്ങളെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ദളിത് വിഭാഗത്തിലെ പിച്ചില ദളിതിനെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു വിശാലമായ സഖ്യം രൂപീകരിച്ചുകൊണ്ടാണ് നിതീഷ് കുമാർ അവിടെ അധികാരത്തിലേക്ക് എത്തുന്നത്. ആ സഖ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഒരു ജാതി സർവേ നടത്തുന്നത്. ജാതി സർവേ നടത്തിയപ്പോൾ സ്വാഭാവികമായും ആ സർവേയുടെ ഫലം ലഭിക്കാൻ പോകുന്നത് നിതീഷ് കുമാറിനാണ് എന്നുള്ള ചിത്രമാണ് ഈ സർവേയുടെ ഫലങ്ങൾ നൽകുന്നത്. ഈ സർവേ നൽകുന്നത് പോലെയാണ് അവസാന റിസൾട്ട് വരുന്നതെങ്കിൽ സ്വാഭാവികമായും ജാതി സർവേ നടത്തിയതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും നിതീഷ് കുമാർ ലഭിക്കുകയും അതിന് നമ്മൾ ഈ സാമ്പിൾ സൈസ് കൂടി പറയേണ്ടതുണ്ടല്ലോ. സാമ്പിൾ സൈസ് എത്രയായിരുന്നു? സാമ്പിൾ സൈസ് ബീഹാറിൽ 40 ലോക്സഭാ മണ്ഡലങ്ങളിൽ 9140 സാമ്പിളുകളിൽ നിന്നാണ് നമ്മൾ ഇത്തരം ഒരു സർവേ ഫലത്തിലേക്ക്, സാമ്പിൾ സർവേ ഫലത്തിലേക്ക്, ഇത്തരം വിലയിരുത്തലിലേക്ക് പോകുന്നത് എന്നതാണ് ചിത്രം. അതായത് 9140 എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും 40 ലോക്സഭാ മണ്ഡലങ്ങളും ബീഹാറിൽ കവർ ചെയ്താണ് ഈ ഒരു റിസൾട്ടിലേക്ക്, ഈ ഒരു സർവേ ഫലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെയാണ് NDAക്ക് ഈ 38 സീറ്റുകൾ ആദ്യം പ്രഖ്യാപിച്ച, അല്ലെ ആദ്യം സർവേ ഫലം വന്ന സംസ്ഥാനത്ത് NDAയുടെ മുന്നേറ്റം. അതെ കിരൺ, ഒരു കാര്യം കിരൺ, കഴിഞ്ഞ ദിവസം രാജ്യത്തിന് വേണ്ടി താൻ രക്തം കൊടുക്കും, ജീവൻ കൊടുക്കും, ഇങ്ങനെയുള്ള സുപ്രധാനമായ മുദ്രാവാക്യങ്ങളൊക്കെയാണ് ലല്ലു പ്രസാദ് യാദവ് ആ പൊതുവേദിയിൽ ഉയർത്തിയത്. അതായത് ഇന്ത്യ മുന്നണി ഒരു ഘട്ടത്തിൽ തകർന്നടിഞ്ഞു എന്ന് തോന്നിയിടത്തു നിന്നും ബീഹാറിൽ ഒരു ഐക്യരൂപീകരണം വീണ്ടും രണ്ടാമത് ഇറക്കിയായിരുന്നു. അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ നടന്ന ആ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല എന്നുകൂടി വേണോ ഈ സർവേ ഫലത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ? സജിത്തെ, ഈ തരത്തിലാണ് റിസൾട്ട് വരുന്നതെങ്കിൽ പലപ്പോഴും ബീഹാറിനെ സംബന്ധിച്ച വലിയ സർവേ ഫലങ്ങളടക്കം പലപ്പോഴും മാറി മറിഞ്ഞിട്ടുണ്ട്. ഇനിയും 2 മാസത്തെ സമയമുണ്ട്. രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഇതുകൊണ്ട് പൂർണ്ണമായും നിലവിൽ എന്താണ് ഈ സർവേ എടുക്കുന്ന സമയത്ത് എന്താണോ ജനങ്ങൾ ചിന്തിക്കുന്നത് ആ തരത്തിലേക്കാണ് സർവേയുടെ റിസൾട്ട് വരുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവിനെ സംബന്ധിച്ച് ഇത് കനത്ത തിരിച്ചടിയായിരിക്കും. തേജസ്വി യാദവിനെ അവതരിപ്പിക്കുകയും തേജസ്വി യാദവിന്റെ പഴയ ഇമേജിന് പകരമായി നിതീഷുമായി ചേർന്നപ്പോൾ, ലാലുവും നിതീഷുമായി ചേർന്ന ഘട്ടത്തിലെല്ലാം വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവർ രണ്ടുപേരും ഒരേ കാലത്ത് വരുന്നതും ഒരേ കാലത്ത് ബീഹാറിന്റെ 2 ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് നയിച്ച 2 പ്രധാനപ്പെട്ട നേതാക്കളാണ്. പക്ഷേ തേജസ്വി യാദവ്, ലാലു പതിയെ പിന്നോക്കം മാറുകയും തേജസ്വി യാദവ് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുകയും ചെയ്തൊരു ഘട്ടത്തിൽ നിതീഷും തേജസ്വി യാദവും ഒരുമിച്ച് നിന്ന് നയിച്ച ഘട്ടത്തിലെല്ലാം കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് നിതീഷ് കുമാറിന് ഈ ഒരു സഖ്യം വിട്ടുപോയത് എന്നതിന് പോലും കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം ആലോചിക്കണം, നിതീഷ് കുമാർ പലതവണ മുന്നണി മാറിയിട്ടുള്ള ആളാണ്. 6ാമത്തെ തവണയാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുമാറിന്റെ ഈ മുന്നണി മാറ്റം. ഈ മുന്നണികൾ മാറുമ്പോഴെല്ലാം തന്നെ നിതീഷ് കുമാർ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്, തുടർച്ചയായി വിജയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന് ഒരു കനത്ത തിരിച്ചടി ഒരു ഘട്ടത്തിലും നേരിടേണ്ടി വന്നിട്ടില്ല. ഈ അയോധ്യ എന്ന സുപ്രധാന ഘടകം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന മർമ്മപ്രധാന ഇഷ്യൂ ആയി മാറുകയാണല്ലോ. BJPയും ലക്ഷ്യമിട്ടത് അതാവും. അങ്ങനെയെങ്കിൽ ഈ ബീഹാറിന്റെ സൂചകം അയോധ്യ പ്രതിഫലിച്ചു എന്നൊരു വിലയിരുത്തൽ നടത്താവുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ടോ, അതോ ഇനിയും പൂർണ്ണമാവേണ്ടതുണ്ടോ ചിത്രം? സജിത്തെ, ബീഹാറിനെ സംബന്ധിച്ച് അയോധ്യ
പൂർണ്ണമായും പ്രതിഫലിച്ചൊന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലാണ് റിസൾട്ട് വരുന്നതെങ്കിൽ അത് അയോധ്യ കൊണ്ടാണോ എന്ന് നമുക്ക് പൂർണ്ണമായും വിലയിരുത്താൻ കഴിയില്ല. ബീഹാറിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാതി സെൻസസ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പിന്നാക്ക രാഷ്ട്രീയം വലിയ തോതിൽ അധികാരത്തെ നിയന്ത്രിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ലാലു പ്രസാദ് യാദവ് വിജയിച്ചതാണെങ്കിലും അപ്പോൾ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന യാദവ് വിഭാഗത്തിൽപ്പെടുന്നതാണ് ലാലു പ്രസാദ് യാദവ്. OBCയുടെ കൺസോൾട്ടേഷൻ, അതോടൊപ്പം തന്നെ മുസ്ലിം OBC കൺസോൾട്ടേഷനാണ് പ്രധാനമായും ലാലുവിനെ വിജയിപ്പിച്ച ഘട്ടത്തിലെല്ലാം നിന്നത്. അതിനുശേഷമാണ് ലാലു പ്രസാദ് യാദവിന്റെ ഭരണത്തെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു. അവിടെ ലാലു രാജ് എന്ന് പറയുന്നതിന് ഒരു ഗുണ്ടാ രാജ് തലത്തിലേക്കൊക്കെ പോയി എന്നുള്ളതും, ലാലു പ്രസാദിനൊപ്പം നിന്ന് പപ്പു യാദവ് അടക്കമുള്ള പ്രധാനപ്പെട്ട പലരും ഗുണ്ടാ നേതാക്കളും അവിടുത്തെ ലോ ആൻഡ് ഓർഡറൊക്കെ വല്ലാതെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. അവിടുത്തെ വികസനം എന്ന് പറയുന്നത് റോഡുകളുടെ വികസനം അടക്കം തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷമാണ് നിതീഷ് കുമാർ വരുന്നത്. നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ഈ പിന്നാക്ക രാഷ്ട്രീയത്തിലെ പിന്നോക്കക്കാരെ മുഴുവൻ ലാലുവിനൊപ്പം നിർത്താതെ പിന്നോക്കക്കാരിലെ പിന്നാക്കക്കാരെയും ദളിത് വിഭാഗത്തിൽ, അന്ന് രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയാണ് അന്ന് ദളിത് വിഭാഗത്തിനെ വലിയ തോതിലേക്ക് കൈകാര്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പിച്ചില ദളിതുകളെ മാറ്റി നിർത്തുകയും മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് പ്ലസ് ദളിതുകളിലെ പിന്നോക്കക്കാർ പ്ലസ് OBCയിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇവരെ മൂന്നുപേരെയും ചേർത്ത് ഒപ്പം BJPയെ സഖ്യകക്ഷിയായി ചേർത്തോടുകൂടി അപ്പർ കാസ്റ്റ് വിഭാഗത്തിന്റെ വലിയ തോതിലുള്ള വോട്ട് കൂടി ആ സഖ്യത്തിലേക്ക് ലഭിക്കുന്ന അവസ്ഥയുണ്ട്. ഈ ജാതി രാഷ്ട്രീയത്തിന്റെ ഇക്വേഷൻ വെച്ച് തന്നെയാണ് നിതീഷ് കുമാർ എല്ലാ കാലത്തും ജയിച്ചുകൊണ്ടിരുന്നതും. ഒപ്പം അദ്ദേഹത്തിന്റെ വികസന രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ഒരു മികച്ച പ്രതിച്ഛായ ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ ഫാക്ടർ അത് NDA മുന്നണിയെ കൈവിട്ടിട്ടില്ല അല്ലെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ സർവേ ഫലം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര നടക്കുമ്പോൾ ഈ ബീഹാറിൽ വലിയൊരു പിന്തുണ കിട്ടിയതാണല്ലോ. ആ ഇടയ്ക്ക് തന്നെ അല്ലേ JDU ആ സമയത്ത് തന്നെ ഇങ്ങോട്ട് മാറുന്നു, BJPക്കൊപ്പം ചേരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും രാഹുലിന്റെ ഈ യാത്ര ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന രീതിയിലുള്ള വിലയിരുത്തലുകൾ വന്നിരുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല അവിടെ. അത് മാത്രമല്ല തേജസ്വിയുടെ ഇമേജ് ലാലു പ്രസാദിനെ പോലെയല്ല, ഈ അഴിമതി വീരൻ അങ്ങനെയുള്ള ഇമേജ് ഒന്നുമില്ല തേജസ്വിക്ക് എന്നുള്ള കാര്യം ചർച്ചയിൽ വന്നിരുന്നു. പക്ഷേ അതൊന്നും പ്രകടമാകുന്നില്ലേ? മഞ്ജുഷ, ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ സർവേ ഫലങ്ങൾ ബീഹാറിനെ പോലെ കേരളത്തിനെ പോലെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വലിയ വിഭാഗം വരുന്ന ആളുകൾ ഇപ്പോഴും അവിടെ സാക്ഷരതയുടെ കാര്യത്തിലൊക്കെ ഏറെ പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തിലുമൊക്കെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനമാണ്. വികസന വിഷയത്തിലും എല്ലാം പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ചിന്താഗതി അത് എങ്ങനെയാണോ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ 10-15 വർഷമായി നിതീഷ് കുമാർ തന്നെയാണ്. നിതീഷ് കുമാറിന് ഈ മുന്നണികളൊക്കെ മാറുമ്പോഴും മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ തുടർച്ചയായി മുന്നണി മാറുന്ന ഒരാളുടെ വിശ്വാസ്യതയിലൊക്കെ വലിയ കോട്ടമുണ്ടായത്. പക്ഷേ നിതീഷിന് എൻ്റെ പ്രതിച്ഛായയിൽ അങ്ങനെ കാര്യമായ രീതിയിലുള്ള ഇടിവ് വന്നിട്ടില്ല എന്നതുകൂടിയാണ് ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും ചില സംശയങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നത്, അവിടെ RJDയും കോൺഗ്രസും ചേർന്ന ഒരു വലിയ മുന്നേറ്റമുണ്ട്. പഴയ RJD അല്ല, RJDയിലേക്ക് വലിയ തോതിലേക്ക് അവരുടെ പ്രവർത്തകരാകെ നിൽക്കുന്നു. അവിടുത്തെ ഭാരത് ജോഡോ യാത്ര വന്നപ്പോഴൊക്കെ ആയാലും RJD വൻ റാലി നടത്തിയപ്പോഴൊക്കെ തന്നെയാണെങ്കിലും പാറ്റ്നയിൽ റാലിയിലൊക്കെ അവർ പ്രതീക്ഷിച്ചതിലും ഒക്കെ അപ്പുറം ആളുകളെ സംഘടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ തരത്തിലേക്കുള്ളൊരു മുന്നേറ്റം അവർ നടത്തുന്നുണ്ട്. പക്ഷേ അത് ഇലക്ഷൻ റിസൾട്ടിലേക്ക് എത്രത്തോളം അത് ഏറ്റവും പ്രധാനം NDAയുടെ ഭാഗത്തേക്ക് തന്നെ വരികയാണ് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ സർവേ ഫലം നൽകുന്നത്. അങ്ങനെ ആദ്യം പ്രഖ്യാപിച്ച സംസ്ഥാനത്ത് തന്നെ BJP മുന്നണിക്ക് മുൻതൂക്കം കിട്ടിയിരിക്കുകയാണ്. അതും 40-ൽ 38 സീറ്റുകളുമായി ലീഡ് ചെയ്യുകയാണ് NDA മുന്നണി ഈ സർവേ ഫലം അനുസരിച്ച്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംസ്ഥാനമാണ്. മറ്റൊന്നുമല്ല, കേരളത്തിന്റെ റിസൾട്ടിലേക്ക് വരാം അല്പസമയത്തിനുള്ളിൽ. രണ്ടാമത് വരുന്നത് കേരളത്തിന്റെ ഫലമാണ്. കേരളം എങ്ങനെ ചിന്തിക്കുന്നു? കേരളത്തിൽ LDFO UDFO BJP അക്കൗണ്ട് തുറക്കുമോ? ഇതാണ് അറിയുവാനുള്ളത്. കേരളത്തിന്റെ ഫലം അങ്ങേയറ്റം നിർണായകമാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വരാൻ പോകുന്നത്. ഇതിൽ ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായി, ഇതിൽ 2019 കേരളത്തിന്റെ ജനവിധി ഏതെങ്കിലും ഒരു കക്ഷിക്ക് പൂർണ്ണമായും അനുകൂലമായിരുന്നു എന്നതായിരുന്നു ചിത്രം. അതിൽ നിന്നും മാറി ഏതു രീതിയിലേക്ക് പോയി എന്ന എന്തായാലും അതിലേക്ക് വരാം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്, പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. കേരളം എങ്ങനെ ചിന്തിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? സർവേ ഫലം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോളിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ബീഹാറിന്റെ മാത്രമാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ബീഹാർ 38 സീറ്റുമായി NDA തന്നെയാണ് അവിടെ മേധാവിത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഒരു സീറ്റ് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും NDAക്കാണ് മേധാവിത്വം. പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കേരളത്തിന്റെ
ജനമനസാർക്കൊപ്പം എന്നതാണ്. ഞങ്ങൾ പുറത്തുവിടും. 5 മിനിറ്റ് കൂടി കാത്തിരിക്കും. 5 മിനിറ്റ്. അതിനു മുമ്പ് സഹിത്ത് രസകരമായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നേരത്തെ നമ്മൾ ഒരു ചോദ്യാവലിയുടെ കാര്യം പറഞ്ഞിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു നിങ്ങളുടെ MP-യെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന്. MP-യുടെ പ്രവർത്തനത്തിൽ തൃപ്തിയുണ്ടോ, തൃപ്തിയില്ലേ, എത്രമാത്രം തൃപ്തിയുണ്ടോ, എങ്ങനെയുണ്ടായിരുന്നു? അതെ, നമുക്ക് ഓരോന്നും കാസർഗോഡ് നിന്ന് തുടങ്ങാം അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കാസർഗോഡ് MP-യെ കൊള്ളിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ, കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കില്ലെന്ന് എല്ലാവരും പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം ജയിച്ചു, MP ആയി ആദ്യമായിട്ട്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ കഴിഞ്ഞ 5 വർഷം MP എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് ഏറ്റവും മികച്ചതെന്നാണ് കേരളത്തിൽ നിന്നുള്ള സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് 93% പേരാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ 93% പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ അഭിപ്രായപ്പെട്ടത്. രാജ്മോഹൻ ഉണ്ണിത്താന് ഇല്ലേ അഭിനന്ദനം അറിയിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ എനിക്ക് തോന്നുന്നു എല്ലാ തവണയും നമ്മളോടക്കം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നയാളാണ്, ഇത് പഴയ LDF കോട്ടയൊക്കെ ആവും, പക്ഷേ ഇപ്പോൾ എന്റെ കോട്ടയാണെന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞ മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റാറില്ല, അദ്ദേഹം കാസർഗോഡ് തന്നെ കുടുങ്ങിപ്പോയി എന്ന് അദ്ദേഹം പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരം കൂടിയാണ്. 93% പേർ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രവർത്തനം തൃപ്തികരമെന്ന് അഭിപ്രായപ്പെട്ടു. ഇനി ഇത് വോട്ടാകുമോ എന്നുള്ളതാണ് അറിയുവാനുള്ളത്. കണ്ണൂർ അറിയണം. കണ്ണൂർ ആർക്കും എല്ലായിടത്തും ഇല്ലോട്ടെ, എല്ലായിടത്തും ഞാൻ വായിക്കുന്നില്ല. കെ സുധാകരന്റെ പ്രവർത്തനം 45% പേരാണ് തൃപ്തികരമല്ല എന്ന് അഭിപ്രായപ്പെട്ടത്. ഇതാണ് കണ്ണൂരിലെ ഒരു കണക്കാണ്. ഇതിൽ 45% പേർ തൃപ്തികരമല്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വടകരയിൽ സിറ്റിംഗ് MP-യുടെ പ്രവർത്തനം, അതായത് കെ മുരളീധരന്റെ പ്രവർത്തനം മോശമെന്ന് പറഞ്ഞത് 11% മാത്രമാണ്. അപ്പോൾ കെ മുരളീധരൻ മോശക്കാരനല്ലായിരുന്നു വടകരയിൽ. സബ് ഡിവിഷൻസ് ഉണ്ടോ തൃപ്തികരം? അല്ല, അത് പറയാം. അത് ഞാൻ അതൊന്ന് റെഫർ ചെയ്യണം. കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ വയനാട്ടിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ രാഹുലിന്റെ പ്രവർത്തനം ഏറ്റവും മികച്ചതാണോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ രാഹുലിന്റെ പ്രവർത്തനം വളരെ മികച്ചതെന്ന് പറഞ്ഞു, അതായത് ഏറ്റവും കൂടുതൽ ഹൈലി സാറ്റിസ്ഫൈഡ് എന്നുള്ള ആൻസർ പറഞ്ഞത് 13% ആളുകൾ മാത്രമാണ് വയനാട്ടെ കാര്യം. കോഴിക്കോട് സിറ്റിംഗ് MP-യുടെ പ്രവർത്തനം പ്രതീക്ഷിച്ച നിലയിലേക്ക് ഉയർന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടവരാണ് കൂടുതലായിട്ടുള്ളത്. മലപ്പുറത്ത് ഇത്തവണ സിറ്റിംഗ് MP മാറി മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ടല്ലോ. അവിടെ 48% പേർ MP-യുടെ പ്രവർത്തനത്തിൽ നിരാശരാണെന്നാണ് സർവേയിൽ പറയുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിന് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുകൊണ്ടാവണം അത്തരം അഭിപ്രായം അവിടെ ഉണ്ടായതെന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം പൊന്നാനിയിൽ മികച്ചതാണ് MP-യുടെ പ്രവർത്തനം, ET-യുടെ പ്രവർത്തനം എന്ന് അഭിപ്രായപ്പെട്ടത് 49% പേരാണ്. ആലത്തൂരിൽ ടൈറ്റ് ഫൈറ്റ് എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. പക്ഷേ രമ്യ ഹരിദാസിന്റെ പ്രവർത്തനത്തിൽ 71% പേർക്കും തൃപ്തിയാണുള്ളത്. തൃശ്ശൂരിൽ സർവേയിൽ പങ്കെടുത്ത 32% വളരെ മികച്ച സിറ്റിംഗ് MP ആണ് TN പ്രതാപൻ എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇതിലെ കുറേ രസകരമായ കണക്കുകളാണ്. ഇതിന്റെ വിശദമായ കണക്കുണ്ട്, അത് മുഴുവൻ വായിക്കാനായിട്ട് ഏറെ സമയം വേണ്ടിവരും. പക്ഷേ ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണക്കുകളാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ തൃപ്തികരം എന്ന് പറയുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് പോലും അങ്ങനെ കണക്കിലെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഉണ്ണിത്താന് സന്തോഷിക്കാനുള്ള കണക്കുകൾ ന്യൂസ് 8ന്റെ സർവേയിൽ പുറത്തു വരുന്നുണ്ട്. അവിടെ ഉണ്ണിത്താൻ തൃപ്തികരമായിരുന്നു എന്നതാണ് 95%. ഏത് സമയത്ത് വേണമെങ്കിലും കേരളത്തിന്റെ ഫലം സ്ക്രീനിൽ തെളിയും. LDF എത്ര, UDF എത്ര, BJP എത്ര, ഈ കണക്ക് അല്പസമയത്തിനകം വരും. ഇതിനകം ബീഹാറിന്റെ കണക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. 21 സംസ്ഥാനങ്ങളിലെ സർവേയാണ് നടന്നിട്ടുള്ളത്. 21 സംസ്ഥാനങ്ങളുടെ 518 ലോക്സഭാ മണ്ഡലങ്ങളുടെ സർവേ ഫലമാണ് ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 40 മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. ഇനി കേരളമാണ് വരാനിരിക്കുന്നത്. കേരളത്തിന്റെ ഫലം പുറത്തേക്ക് വരുന്നതിന് മുമ്പായി ഞാൻ ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാം. 4366 സാമ്പിളുകൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നേരിട്ടെത്തി ഞങ്ങളുടെ പ്രതിനിധികൾ ശേഖരിച്ച സാമ്പിൾ ശേഖരണമാണ്. ആ കണക്കുകളാണിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കേരളം ആർക്കൊപ്പം എന്ന കൃത്യമായ ഒരു കണക്ക് എന്ന ഒരു സാമ്പിൾ സർവേയാണ് ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായേക്കാം. പ്രചരണരംഗം ചൂടുപിടിക്കുമ്പോൾ ഇനിയും മാറ്റമുണ്ടാകാം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന സാമ്പിൾ സർവേ ഫലം കേരളം ആർക്കൊപ്പം എന്നതിൻ്റെ കൃത്യമായ സൂചന ഞങ്ങൾ ഉടൻ പുറത്തുവിടും. കേരളം ആർക്കൊപ്പം ചിന്തിക്കുന്നു? ബീഹാറിന്റെ ചിത്രം നമ്മൾ കണ്ടു. NDA 38, ഇന്ത്യ മുന്നണി 2 എന്നതായിരുന്നു ചിത്രം. അവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ 20 ലോക്സഭാ സീറ്റുകളിൽ
കഴിഞ്ഞ തവണ 19 UDF സ്വന്തമാക്കിയ ഇടമാണ്. ആലപ്പുഴയിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായത്. മാറ്റം വരുമോ എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത്? ഇതിന്റെ ആദ്യ സർവേ ഫലമാണ് വരാൻ പോകുന്നത്. 20-ൽ എത്ര UDFന് എത്ര LDFന് BJP അക്കൗണ്ട് തുറക്കുമോ ലോക്സഭയിലേക്ക്? ഇതാണ് അറിയുവാൻ ബാക്കിയുള്ളത്. ഇതുവരെ ഇപ്പോൾ ബീഹാറിലെ കണക്ക് നോക്കുമ്പോൾ NDA ഇന്ത്യ മുന്നണി എന്നുള്ള 2 രീതിയിലാണ് നമ്മൾ ടാലി കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ അത് LDF UDF NDA എന്നായി മാറും. അത് ആ രീതിയിലാണ് കണക്കുകൾ വരുന്നത്. കേരളത്തിലെ 20 സീറ്റുകളുടെ സർവേ ഫലം അല്പസമയത്തിനകം പുറത്തു വരും. അതിനു മുൻപ് കേരളത്തിൽ നേരത്തെ ഈ ചോദ്യാവലിയുമായി കേരളത്തിലെ വോട്ടർമാരെ സമീപിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്താൻ പറഞ്ഞപ്പോൾ അത് ദേശീയ തലത്തിൽ ആളുകൾ പറഞ്ഞതുപോലെ അല്ല, വോട്ടർമാർ പറഞ്ഞതുപോലെ അല്ല കേരളത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിന്റെ ഫലം വന്നു കഴിഞ്ഞു. കേരളത്തിന്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു. ഇടതു മുന്നണി 4 വിജയിക്കും. UDF 14, UDF 14, LDF 4, NDA BJP 2 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് ന്യൂസ് 18 സർവേ പറയുന്നത്. LDF 4 സീറ്റിൽ, UDF 14 സീറ്റിൽ. കഴിഞ്ഞ തവണത്തെ 18-ൽ നിന്ന് 19-ൽ നിന്ന് 14-ലേക്ക് കുറയുന്നു. NDA 2 സീറ്റിൽ. LDFന് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാകുന്നു. BJPക്ക് നേട്ടമുണ്ടാകാൻ പോകുന്നു. ഇതാണ് ന്യൂസ് 18ന്റെ സർവേ ഫലത്തിൽ വ്യക്തമാകുന്നത്. കേരളം അങ്ങനെ 20 സീറ്റുകളിൽ LDF 4, UDF 14, NDA 2. ഈ മേഖല തിരിച്ചുള്ള കാര്യം അല്പസമയത്തിനകം വരും. അതുപോലെ തന്നെ വോട്ടിംഗ് ഷെയർ അതിന്റെ കാര്യത്തിലും അല്പസമയത്തിനകം തന്നെ ഒരു കൃത്യമായ കണക്ക് പുറത്തു വരും. കഴിഞ്ഞ തവണ 47.something അതായിരുന്നു UDFന്റെ വോട്ട് ഷെയർ. LDFന് 36% വോട്ട് ഷെയർ ഉണ്ടായിരുന്നത്. BJPക്ക് 15%. അതിലെന്തെങ്കിലും മാറ്റം ഇത്തവണ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി അറിയുവാനുണ്ട്. എന്തായാലും LDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും. UDFന് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കും എന്നുള്ളതാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. വോട്ട് ഷെയറിന്റെ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് അതേ വോട്ട് ഷെയർ തന്നെ അല്ലേ? വോട്ട് ഷെയറിൽ വലിയ വ്യത്യാസം വരുന്നില്ല കഴിഞ്ഞ തവണത്തെ എന്നാണ് വ്യക്തമാകുന്നത്. 48% വോട്ട് ഷെയർ ആണ് കിട്ടാൻ പോകുന്നത് UDFന്. അതായത് 1% കൂടുതൽ, നിസ്സാരമായ ഒരു വർധന മാത്രമാണ് UDFന് വരുന്നത്. അതേസമയം സീറ്റുകളുടെ എണ്ണത്തിൽ 1% വോട്ടിംഗ് പെർസെന്റേജ് 1% കൂടുമ്പോൾ 3 സീറ്റുകൾ നഷ്ടപ്പെടുന്നു എന്നതാണ് UDFന് കേരളത്തിലെ ചിത്രമുണ്ടാവാൻ പോകുന്നത്. വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് വരുമ്പോൾ 3 സീറ്റുകൾ നഷ്ടപ്പെടുന്നു. അതേസമയം LDFന്റെ വോട്ടിംഗ് ഷെയറിൽ കുറവുണ്ടാകുന്നു. 36% എന്നുള്ളത് 32%ത്തിലേക്ക് LDFന്റെ വോട്ട് ഷെയറിൽ കുറവുണ്ടാകുന്നു. അതേസമയം NDAയുടെ അല്ലേ BJP മുന്നണിയുടേത് കൂടുന്നുണ്ട്, 18%ത്തിലേക്ക് ഉയരുകയാണ്. ഇതാണ് കേരളത്തിലെ സർവേ ഫലം. ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരുന്ന സർവേ ഫലമാണ് പുറത്തു വരുന്നത്. LDF 4 സീറ്റിൽ, UDF 14 സീറ്റിൽ, BJP NDA 2 സീറ്റിൽ. ഇതാണ് 5 സീറ്റുകളാണ് BJP A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് പറയുന്നത് ഇപ്പോൾ അല്ലേ? തിരുവനന്തപുരമുണ്ട്, പത്തനംതിട്ടയുണ്ട്, ആറ്റിങ്ങലുണ്ട്, തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്. അതിൽ 2 മണ്ഡലങ്ങളിൽ വിജയം. 2 മണ്ഡലങ്ങൾ ഏത് എന്നതാണ് അതിൽ BJP പ്രതീക്ഷ വയ്ക്കുന്ന 2 മണ്ഡലങ്ങളിൽ 2 സീറ്റുകളിൽ വരെ വിജയിച്ചേക്കാമെന്ന കണക്കാണ് ഇവിടെ പ്രസക്തമാവുന്നത്. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ പുറത്തുവിടുന്നു. കേരളത്തിൽ 2 സീറ്റുകളിൽ വരെ BJP ജയിച്ചേക്കാനുള്ള സാധ്യതയാണ് ഈ അഭിപ്രായ സർവേയിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്നത്. അതേസമയം ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തുകയാണ്. 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി വിജയിച്ചു കയറാനുള്ള സാധ്യതയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം ഇത്തവണ കുറേയധികം സീറ്റുകളിൽ വിജയിച്ച് കയറിയേ പറ്റൂ എന്ന തീരുമാനത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. അതങ്ങനെയെങ്കിൽ ഏറെക്കുറെ ഫലം കണ്ടു എന്ന് പറയണം. അങ്ങനെയെങ്കിൽ UDFന് നഷ്ടപ്പെടുന്ന സീറ്റുകൾ ഏതെന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. തൃശ്ശൂരിന്റെ അവസ്ഥ എന്താണ്? വടകരയിലെ സ്ഥാനാർത്ഥി മാറ്റം, ഇങ്ങനെ ആകാംക്ഷ ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. വോട്ട് ഷെയറിലെ വ്യത്യാസം അത് സീറ്റുകളിലേക്ക് വരുമ്പോൾ സീറ്റിൽ LDFന് വോട്ട് ഷെയറിൽ കുറവ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും സീറ്റിന്റെ കാര്യത്തിൽ അത് പ്രശ്നമുണ്ടാക്കുന്നില്ല. സീറ്റുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. മഞ്ജുഷ, അവിടെ നമുക്ക് പരിശോധിക്കേണ്ടത് കഴിഞ്ഞ 2019 കേരളത്തിലെ ലോക്സഭാ ഫലമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക UDF സ്ഥാനാർത്ഥികളുടെയും വിജയം വൻ ഭൂരിപക്ഷത്തിലായിരുന്നു. അത് സ്വാഭാവികമായും കഴിഞ്ഞ തവണ വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അങ്ങേറ്റം ആന്റി ഇൻക്യുബൻസി വർക്ക് ചെയ്ത സമയം ശബരിമല ഘടകമായി, രാഹുൽ ഗാന്ധിയുടെ വരവ് ഘടകമായി, ഇങ്ങനെ പല ഘടകങ്ങളുമുണ്ട്. പക്ഷേ ഇത്തവണ വോട്ട് ഷെയറിൽ 1% കുറവ് വർധന വരുത്തുന്നു. ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെ LDFന്റെ വിജയമാണ് ഇപ്പോൾ അല്ലേ ഈ സർവേയിൽ പ്രതിഫലിക്കുന്നത്. ബാക്കി സ്ഥലങ്ങളിൽ UDFന്റെ വോട്ട് ഷെയറും കൂടുന്നുണ്ട്, ഭൂരിപക്ഷവും കൂടുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും LDFും UDFും തമ്മിൽ ടൈറ്റായിട്ട് മത്സരം നടക്കുന്ന ആ മണ്ഡലങ്ങളിൽ അവിടെ വിജയം UDFിലേക്ക്. മഞ്ജുഷ, അങ്ങനെയെങ്കിൽ അത് നമ്മൾ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള ഇടങ്ങളാവാം. ആ തരത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി ചിന്തിച്ചിട്ട് ഉണ്ടാവുക എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം
അവിടെ വോട്ട് ഷെയർ 3 തരത്തിലേക്ക് വീതിക്കപ്പെടുമ്പോൾ ആ ഒരു ഗ്യാപ്പിലൂടെ നാരോ എഡ്ജിലൂടെ ഒരു പക്ഷേ ഇടതു സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതാവാം. 1 എന്നുള്ളത് 4ലേക്ക് വളർന്നിരിക്കുന്നത് സർവേ ഫലം വ്യക്തമാക്കുന്നത് അതാണ്. LDF-ന് 4 സീറ്റുകൾ, 14 സീറ്റുകൾ UDF-ന്, BJP 2 സീറ്റുകളിൽ, NDA മുന്നണി 2 സീറ്റുകളിലും വിജയിക്കുമെന്നാണ് ന്യൂസ് 18 സർവേ വ്യക്തമാക്കുന്നത്. എന്തായാലും BJP അക്കൗണ്ട് തുറക്കും എന്നാണ് ഇപ്പോൾ ഈ സർവേ ഫലത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. അതെ, 2 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അത് ഏത് എന്നുള്ളതാണ്. തിരുവനന്തപുരമാണോ, തൃശ്ശൂരാണോ, അതല്ല പാറ്റിങ്ങിലാണോ, പത്തനംതിട്ട? അതെ, അങ്ങനെ പ്രസക്തമായ ചോദ്യങ്ങൾ നിരവധിയുണ്ട്. BJP പ്രതീക്ഷ വയ്ക്കുന്ന വലിയ വലിയ ക്യാമ്പയിൻ നടത്താൻ പോകുന്ന ഇടങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവ് ഇനിയും സംസ്ഥാനത്തേക്ക് നടക്കാനിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സാഹചര്യങ്ങൾക്ക് ഇനിയും മാറ്റമുണ്ടായേക്കാം. സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന നിരവധി ഘടകങ്ങൾ ഇനിയും പ്രവർത്തിക്കാനുണ്ട്. കാരണം ക്യാമ്പയിൻ അതിന്റെ ഫുൾ സ്വിംഗിലേക്ക് ഇതുവരെ നടന്നിട്ടില്ല. നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച്, നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ജനങ്ങൾ അഭിപ്രായ നടത്തിയതാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് UDF 14ലേക്കും ഇടതുമുന്നണി 4ലേക്കും NDAക്ക് 2 സീറ്റുകൾ വരെ ലഭിക്കാവുന്നതുമായ സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയം എത്തുന്നത്. ബീഹാറും കേരളവുമായി കൂട്ടി നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഈ 14+4 എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ 18 സീറ്റുകൾ, ബീഹാറിലെ 2 സീറ്റുമായിട്ട് 40 സീറ്റുകൾ. ഇതുവരെ സർവേ ഫലം പ്രഖ്യാപിച്ച മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ 20 സീറ്റുകളിൽ എഡ്ജ് കിട്ടുകയാണ് ഇന്ത്യ മുന്നണിക്ക്. അതേസമയം NDAക്ക് 38+2 അല്ലേ, 40 സീറ്റുകളിലും എഡ്ജ് കിട്ടുകയാണ്. കേരളത്തിൽ ഇത് ഏത് രീതിയിൽ ഈ സർവേയിൽ പങ്കെടുത്തവർ ഈ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. എന്തായാലും UDF-ന് കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ കുറയും എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ സർവേകളിലും ഈ രീതിയിലായിരുന്നു അല്ലേ, ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പക്ഷേ LDF ജയിക്കുമെന്നുള്ളതായിരുന്നു ആ രീതിയിലുള്ള സർവേ ഫലങ്ങൾ. പക്ഷേ 19ലേക്ക് വന്നത് അവസാനം ഒരു കുതിപ്പ് തന്നെയായിരുന്നു. 4 സീറ്റുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയുണ്ട്. ഒന്ന്, ആലപ്പുഴ നിലനിർത്തുമോ? സിറ്റിംഗ് സീറ്റായിരുന്നു, അത് നിലനിർത്തുമോ? ഇനി ആലപ്പുഴ അല്ലെങ്കിൽ മറ്റ് പുതിയ 4 സീറ്റുകളാണോ നേടുക? ഇങ്ങനെ പല പല സാധ്യതകളുമുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ കഷ്ടിച്ച് ജയിച്ചാൽ, കഷ്ടിച്ച് എന്ന് പറയുമ്പോൾ ഈ കൂടുതൽ സീറ്റുകളിലും 1 ലക്ഷത്തോളം അടുത്ത ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ അതിൽ തന്നെ ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലങ്ങളുണ്ടല്ലോ. കാസർഗോഡ് ഭൂരിപക്ഷം കുറവായിരുന്നു അല്ലേ, അങ്ങനെ ഭൂരിപക്ഷം കുറഞ്ഞ മണ്ഡലങ്ങളിൽ പാലക്കാട് ഭൂരിപക്ഷം കുറവായിരുന്നു. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കുകയാണോ LDF? എന്തായാലും ഈ 14 എന്ന് പറയുമ്പോൾ UDF-ന് അതൊരു പിന്നോട്ട് പോക്കാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു UDF സംസ്ഥാനം പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്തവണ കഴിഞ്ഞ തവണത്തെ അതേ പ്രകടനം ഇല്ല എന്നവർ കരുതിയിട്ടുണ്ടാവാം. അങ്ങനെയെങ്കിൽ ഒരു പ്രതീക്ഷിത നഷ്ടമാവാം ഒരു പക്ഷേ 14 സീറ്റിലേക്കുള്ള ഒരു കുറവെന്ന് കരുതാം. ഈ നാരോ എഡ്ജിലുള്ള വിജയമാണ് LDF-ന് ഈ പറഞ്ഞ 4ഇടത്തേക്ക് ഉണ്ടാവുന്നതെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാവും മഞ്ജുഷ്? സംസ്ഥാനത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ ഈ ത്രികോണ പോരാട്ടമെന്ന് നമ്മൾ കണക്കൂട്ടി ഇടത്തൊക്കെ ആയിരിക്കുമോ അത് സംഭവിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ NDAയുടെ 2 സീറ്റുകളുണ്ടല്ലോ, ആ അക്കൗണ്ട് 2ഉം അതൊരു ടൈറ്റ് ഫൈറ്റ് UDF-മായി നടക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അവിടെ ഈ കഴിഞ്ഞ തവണയൊക്കെ BJP-ക്ക് സീറ്റുകൾ കിട്ടുമെന്നുള്ള രീതിയിലുള്ള സർവേ ഫലങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം എക്സിറ്റ് പോൾ വന്നപ്പോൾ പോലും ആ രീതിയിലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പിന്നീട് വന്നപ്പോൾ തിരിയുകയായിരുന്നു. ആ സീറ്റുകൾ UDF-നാണ് ആ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ അങ്ങനെ ഒരു വിജയം എക്സിറ്റ് പോളുകൾ പോലും പ്രവചിച്ചതാണ്. പക്ഷേ അവസാനം ശശി തരൂരിന്റെ വിജയമാണ് കണ്ടത്. അപ്പോൾ ഈ 2 സീറ്റുകൾ എന്ന് പറയുന്നത് UDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ, ആ സീറ്റുകളിൽ NDA വരുന്നു എന്നുള്ളതാണ്. അത് ടൈറ്റ് ഫൈറ്റിൽ അവസാനം UDF പക്ഷത്തേക്ക് പോകുമ്പോൾ UDF-ന് കഴിഞ്ഞ തവണത്തെ അത്ര വിജയം അതിലേക്ക് എത്തുന്നില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അത് UDF-ന്റെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരം സാധ്യത കളയേണ്ട, തിരുവനന്തപുരം അല്ലേ? ഞാൻ പറയുന്നു തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഈ കണക്കിൽ വന്നിരിക്കുന്നത്. തീർച്ചയായും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആറ്റിങ്ങലിന്റെ സാധ്യത എന്താണ്? അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആറ്റിങ്ങൽ ആ നാരോ എഡ്ജിലൂടെ ഇടതുമുന്നണി അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കുകയാണ്. ഈ 2 സീറ്റുകൾ ഏതാണ് എന്നുള്ളത് 2 ദിവസം കൊണ്ടാണ് ഈ സർവേ ഫലം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ സജിത്ത് പറഞ്ഞ ആ ചോദിച്ച കാര്യം അതൊരു സസ്പെൻസ് ആയിട്ട് നിലനിർത്താം നമുക്ക്. യെസ്, അതാണ് സംസ്ഥാനത്തിന്റെ പൊതുചിത്രം. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2019 കേരളം ചിന്തിച്ചതുപോലെയല്ല ഇനി തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കാൻ പോകുന്നത്. 2024 കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇവിടെ 14ഇടത്ത് UDF വിജയിക്കുമ്പോൾ 4ഇടത്ത് ഇടതുമുന്നണി, 2ഇടത്ത് വരെ NDA ജയിച്ചേക്കാമെന്നതാ, BJP ജയിച്ചേക്കാമെന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെങ്കിൽ അത് എവിടെയെന്ന സ്വാഭാവികമായ ചോദ്യമുണ്ടാകുന്നുണ്ട്.
ആ മണ്ഡലങ്ങൾ തിരുവനന്തപുരമാണോ തൃശ്ശൂരാണോ, എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്ന ചോദ്യമുണ്ട്. തൃശ്ശൂരൊക്കെ കൈവിട്ടു പോയാൽ സ്ഥാനാർത്ഥി മാറ്റമൊക്കെ വലിയ ചർച്ചയാവും മുന്നണിക്കകത്ത് UDF. തീർച്ചയായിട്ടും ഉണ്ടാവും. കോൺഗ്രസിൽ അങ്ങനെ ഏതെങ്കിലും സീറ്റുകൾ പോയാൽ തന്നെ അത് വലിയൊരു ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒന്നാമത് ഈ അവസാന നിമിഷം സ്ഥാനാർത്ഥി ചർച്ചകൾ വന്നു. പിന്നെയുള്ളത് മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യം ഇല്ലേ, അത് ഉറപ്പിക്കുന്നതിന് മുൻപാണ് ഈ സർവേ നടന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ രാഹുൽ ഇമ്പാക്ട് കഴിഞ്ഞ തവണത്തെ അത്രയും ഇത്തവണ UDF അനുകൂലമായി പ്രതിഫലിക്കുമോ എന്നുള്ള സംശയമുണ്ട്. അന്ന് രാഹുൽ വന്ന സാഹചര്യം അല്ലല്ലോ ഇന്ന് വയനാട്ടിൽ. എനിക്ക് തോന്നുന്നു രാഹുൽ ഇഫക്റ്റ് കാര്യമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങ് പ്രതിഫലിക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ പ്രചരണ രംഗത്തൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിനപ്പുറം വേറൊരു കാര്യമുണ്ട് സജിത്ത്, നമ്മളിപ്പോൾ ഈ ചോദ്യാവലി കൊണ്ടുചെന്നപ്പോൾ ഈ സർവേയിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള ആളുകൾ അഭിപ്രായപ്പെട്ടത് ദേശീയ തലത്തിലെ ആളുകൾ പറഞ്ഞതുപോലെയല്ല. രാഹുലിനെ അവർ നേതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അത് ദേശീയ തലത്തിലെ നേരെ റിവേഴ്സ് ആയിരുന്നു. അത് ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവിടെ ഒരു കാര്യം കൂടി നമുക്ക് പരാമർശിക്കാമെന്ന് തോന്നുന്നു. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി എന്നതിനപ്പുറത്തേക്ക് ആ പരിഗണനാ പട്ടികയിൽ കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഇടതു കേന്ദ്രങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മുഖം, ഒരു പേരില്ലായിരുന്നു അതിൻ്റെ അകത്ത് എന്നൊരു ചിത്രം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മോദി വേഴ്സസ് രാഹുൽ എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസുകാരുടെയും ഇടതുപക്ഷക്കാരുടെയും വോട്ട് അവിടെ കിട്ടിയത് രാഹുലിനാണ് സ്വാഭാവികമായിട്ടും. ആ ഒരു ശരിയാണ്, അത് ശരിയാണ്. കിരൺ, എന്താണ് കേരളത്തിലെ ഈ കണക്കിൽ നിന്ന് താങ്കൾക്ക് പറയുവാനുള്ളത്? 2 BJP. കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണയും 0 മുതൽ 2 സീറ്റ് വരെ BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന മട്ടിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രമൊക്കെ ഏറ്റവും അവസാന നിമിഷം പോലും മാറിമറിയാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ BJPക്ക് ജയസാധ്യത ഉണ്ടെങ്കിൽ കേരളത്തിലെ ആരാണ് BJPയെ തോൽപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മുന്നണിയിലെ സ്ഥാനാർത്ഥി, ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? തിരുവനന്തപുരത്തിന് തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 2019 മത്സരത്തിൽ രാജഗോപാലുമായി 2014 മത്സരത്തിൽ രാജഗോപാലുമായി ശശി തരൂർ മത്സരിക്കുന്ന ഘട്ടത്തിലൊക്കെ രാജഗോപാൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ വരുമ്പോൾ തന്നെ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് തീരദേശ മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിൽ വോട്ട് ശശി തരൂരിന് അനുകൂലമായി, അതിൽ ചിലപ്പോൾ ഇടതുമുന്നണിയുടെ വോട്ടടക്കം കാണാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അങ്ങനെ കേരളത്തിന്റെ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇലക്ഷന്റെ അന്ന് തലേന്ന് പോലും ചിലപ്പോൾ വോട്ടിംഗ് പാറ്റേൺ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ചിലർക്ക് കോമൺ ആയി നിൽക്കുന്ന ഒരു വിഷയം കേരളത്തിൽ സ്വന്തം മുന്നണി ജയിക്കുക അല്ലെങ്കിൽ സ്വന്തം പാർട്ടി ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ചിലപ്പോൾ BJPയിൽ നിന്ന് ഒരാൾ ജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റാലും BJP ജയിക്കരുത് എന്ന് നിർബന്ധമുള്ള വലിയ ഒരു ജനവിഭാഗമുണ്ട്. അവരുടെയൊക്കെ വോട്ട് ഏത് തരത്തിലേക്കാണ് മറിയാൻ സാധ്യത എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും അത്തരം മണ്ഡലങ്ങളിലൊക്കെ ഏത് സ്ഥാനാർത്ഥിക്കാണ് വിജയസാധ്യത കൂടുതൽ വരുന്നത് ആ സ്ഥാനാർത്ഥിയിലേക്ക് അവസാന നിമിഷം ഈ പാർട്ടി പ്രവർത്തകരുടെ അടക്കം അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളുടെ അടക്കം വോട്ട് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കേരളത്തിന്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മറ്റേതെങ്കിലും ബീഹാറിന്റെ നേരത്തെ സാഹചര്യം എടുത്ത പോലെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനം കൂടിയല്ല കേരളം എന്നതുകൂടി നമുക്ക് ഇത്തരത്തിൽ ഓർക്കണം. പക്ഷേ കണക്കെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എത്ര പേർ അനുകൂലിക്കുന്നു, ഇപ്പോൾ എത്ര പേർ എതിർക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നേരത്തെ ഈ കണക്കിൽ തന്നെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി വേണോ നരേന്ദ്രമോദി വേണോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും വേണ്ട നരേന്ദ്രമോദിയും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഇടതുമുന്നണിയുടെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവർക്ക് കൂടി യോജിക്കുന്ന ഒരു പേര് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ആ തരത്തിലേക്ക്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും മോദിയോട് കടുത്ത വിരോധം കാണും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടും എതിർപ്പ് കാണും. ഇവർ രണ്ടുപേരും വേണ്ട പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. സാധാരണക്കാരായ മനുഷ്യരുടെ നിന്നാണ് പലപ്പോഴും സർവേ റിപ്പോർട്ടുകളൊക്കെ എടുക്കുന്നത്. അവർ ചിലപ്പോൾ അവർക്ക് യോജിക്കുന്ന ഒരാളുടെ പേരില്ലെങ്കിൽ ചിലപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വരണമെന്നില്ല. ചില ചോദ്യങ്ങൾക്ക് അങ്ങനെ കൂടി ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് താല്പര്യമുള്ള കേരളത്തിൻ്റെ സാഹചര്യമല്ല ഇന്ത്യയുടെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ പ്രധാനമായും BJP ഒരു ഭാഗത്ത് പ്രധാന പാർട്ടിയായി നിൽക്കുന്നു, അല്ലെങ്കിൽ കേരളമോ പഞ്ചാബോ ഒക്കെ പോലുള്ള കുറച്ച് തമിഴ്നാടൊക്കെ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ മാത്രമാണ്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയല്ല, BJPയും ഒരു പ്രധാന പ്ലെയറായി തന്നെ ഉണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ അല്ലാത്തിടത്തോളം കാലം ഇവർക്ക് കൂടി യോജിക്കാൻ കഴിയുന്ന ഒരാളുടെ പ്രധാനമന്ത്രി ഇപ്പോൾ തമിഴ്നാട്ടിലാണ് വരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി വേണോ മോദി വേണോ എന്ന ചോദ്യത്തിന് പകരം രാഹുൽ ഗാന്ധി വേണോ അല്ലെങ്കിൽ മോദി വേണോ സ്റ്റാലിൻ വേണോ എന്നാണ് ചോദ്യമെങ്കിൽ ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് സ്റ്റാലിന് ലഭിക്കാൻ സാധ്യത കൂടിയുണ്ട്. രാഹുൽ എന്നാണ് വന്നത്. എന്തായാലും 14-4-2 സർവേ ഫലം അതാണ് വ്യക്തമാക്കുന്നത്. 14 സീറ്റിൽ UDF, 4 സീറ്റിൽ LDF. അതായത് LDFന് നേട്ടം, 3 സീറ്റിന്റെ നേട്ടം. BJP NDA മുന്നണി 2 സീറ്റുകൾ. അത് തെക്കൻ കേരളത്തിലാണ് 1 സീറ്റ് എന്നുള്ളതാണ് സർവേ ഫലം പറയുന്നത്. 1 മധ്യ കേരളത്തിലും. തെക്കൻ കേരളത്തിൽ 1 സീറ്റ് സ്വാഭാവികമാണ്, നമുക്ക് ഊഹിക്കാൻ കഴിയും. മധ്യ കേരളത്തിലെ സീറ്റ് മഞ്ജുഷിന്റെ കണക്കിൽ പറഞ്ഞ തൃശ്ശൂർ തന്നെയാവാനുള്ള സാധ്യത. മധ്യ കേരളത്തിൽ തൃശ്ശൂർ, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം. സംശയമുണ്ടോ കിരൺ? നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്ത് വന്നതാണ് BJPയെ സംബന്ധിച്ച്. കേരളത്തിൽ ഏറ്റവും ഒത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു
പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ്. 2 തവണയും ശശി തരൂർ വിജയിക്കുമ്പോഴും കഴിഞ്ഞ തവണ 1,ലക്ഷത്തിനടുത്ത വോട്ടിന് 99,989 വോട്ടിന് ജയിക്കുമ്പോഴും അതിനു മുമ്പ് കഷ്ടിച്ച് അദ്ദേഹം 10,000-ന് ശിഷ്ടം വോട്ടിന് വിജയിക്കുമ്പോഴും 2ാം സ്ഥാനത്തുണ്ടായിരുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടിക്ക് 3 മുന്നണികൾക്കും വിജയസാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. അതുകൊണ്ട് തന്നെ 3 മുന്നണിയെ സംബന്ധിച്ച് എവിടെയാണ് പ്രയോജനമെങ്കിലും അത് നമുക്ക് തെറ്റാണ് എന്ന തരത്തിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല. വരുമ്പോൾ തെക്കൻ കേരളത്തിൽ BJPക്ക് 1 സീറ്റും മധ്യ കേരളത്തിൽ 1 സീറ്റും കിട്ടും എന്നുള്ളതാണ്. എന്തുകൊണ്ട് തെക്കൻ കേരളം ആറ്റിങ്ങലായി കൂടാ? ആറ്റിങ്ങലാവാനുള്ള സാധ്യത തിരുവനന്തപുരത്തെ ഒരു ഘടകം കിരൺ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് ഈ പന്ന്യൻ രവീന്ദ്രൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആയതോടെ ശശി തരൂരിന് ലഭിച്ചിരുന്ന പരമ്പരാഗത വോട്ടുകൾ അവിടെ ഇടതുമുന്നണിയിലേക്ക് ഷിഫ്റ്റ് ഉണ്ടാകുമെങ്കിൽ ആ ഷിഫ്റ്റിലൂടെ BJP ജയിക്കാനുള്ള സാധ്യത കിരൺ അങ്ങനെ ഒരു കണക്കിലേക്ക് വരാൻ വസ്തുതയുണ്ടോ? സജിത്ത്, ഇതിനകത്ത് വളരെ സിമ്പിളാണ്. ഈ രാഷ്ട്രീയത്തിൽ ഒന്നും എപ്പോഴും 2 ആവണം എന്നില്ല എന്ന് പറയുന്നത് പോലെ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് MP ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വീണ്ടും മത്സരിക്കുന്നു. പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും ഉള്ള ഒരു പ്രതിച്ഛായല്ല പന്ന്യൻ രവീന്ദ്രനുള്ളത്. അദ്ദേഹം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുമായി ചേർന്ന് നിൽക്കുന്ന ആ തരത്തിലേക്ക് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ധനസമ്പാദനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച ആളല്ല. ആ തരത്തിലേക്കുള്ള വലിയ സ്നേഹമൊക്കെ ഉണ്ട്. ആ പന്ന്യൻ രവീന്ദ്രൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 2 തവണയും LDF ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള സ്വാഭാവിക സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ട്. അദ്ദേഹം MP ആയിരുന്ന ഘട്ടത്തിലും ജനങ്ങളുമായി ചേർന്ന് നിന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിനുശേഷം അങ്ങനെ അദ്ദേഹത്തിന് 1 വോട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ ശശി തരൂരിന് അതുകൊണ്ട് കുറച്ച് വോട്ട് കുറയുന്നു, അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നു. ഇത് അവസാന സമയത്തേക്ക് വരുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് വരുമ്പോൾ ആരൊക്കെ വോട്ട് ചെയ്താലാണ് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയുക എന്ന് വന്നാൽ BJP ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഇടത് വലത് മുന്നണികളിലെ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരുടെ വോട്ട് സ്വാഭാവികമായും ഈ ജയിക്കാൻ സാധ്യതയുള്ള മുന്നണിയിലെ വോട്ടിലേക്ക് മാറും. അങ്ങനെ മാറി ചെയ്ത് അങ്ങനെ വോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങനെ വന്നിട്ടുമുണ്ട് എന്നുള്ള കണക്കുകൾ വ്യക്തമാകുന്നത്. LDF ജയിച്ച ഒരു മണ്ഡലത്തിലാണ് രാജഗോപാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന ഘട്ടം വന്നപ്പോഴേക്കും ശശി തരൂരിന് വലിയ തോതിലേക്ക് വോട്ട് വരികയും ശശി തരൂർ 3 മണ്ഡലങ്ങൾ മാത്രമാണ് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ബാക്കി 4 മണ്ഡലങ്ങൾ 3 തീരദേശ മണ്ഡലങ്ങൾ മാത്രം ഭൂരിപക്ഷം കൊണ്ടാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലേക്കൊക്കെ വോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാഹിത്യ പറയുന്നത് പന്ന്യൻ രവീന്ദ്രൻ വോട്ട് കൂടുതൽ വാങ്ങുകയും ശശി തരൂരിന് അതനുസരിച്ച് വോട്ട് കുറയുകയും ചെയ്താൽ മൂന്നാമത് നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സൂചിപ്പിക്കുന്നത് 2 സീറ്റിൽ കേരളത്തിൽ BJP ജയിക്കും എന്നുള്ളതാണ്. അങ്ങനെ അക്കൗണ്ട് തുറക്കും BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ന്യൂസ് 18 സർവേ ഫലം പറയുന്നത്. അതേസമയം 14-4 എന്നുള്ളതാണ് കണക്ക്. UDF 14 സീറ്റ്, 4 സീറ്റിൽ LDF. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി 18 സീറ്റുകൾ. നമ്മൾ ഇതുവരെയും ഒരു വ്യക്തമാക്കാത്ത ഒരു ചിത്രമുണ്ട്. ഈ നമ്മൾ മുഖ്യമന്ത്രിമാരുടെ പ്രവർത്തന വിലയിരുത്തിയപ്പോൾ കേരളത്തിൽ നിന്നും വന്ന കണക്ക് നമുക്ക് പ്രത്യേകം പരാമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇടതുമുന്നണി നില മെച്ചപ്പെടുത്തുമെന്ന സ്ഥിതി വന്നാൽ അത്തരമൊരു അഭിപ്രായ പ്രകടനം സംസ്ഥാനത്തുണ്ടായെങ്കിൽ പിണറായി വിജയന്റെ വോട്ട് മോശമായിട്ടുണ്ടാകുമോ? എങ്ങനെ തിരിച്ചു വരികയാണ് അല്ലേ? അതെ, അതായത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരുടെ കണക്കെടുക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നതിൽ ഒരു ഡീറ്റെയിൽ കണക്കിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ആണെങ്കിൽ ആ പ്രവർത്തനം മികച്ചതാണ് എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഈ കണക്കിൽ തെറ്റുവരില്ല. അതെ, തെറ്റുവരില്ല. അതൊരു പക്ഷേ കാരണം സംസ്ഥാനത്ത് നില മെച്ചപ്പെടുത്തുകയാണ് ഇടതുമുന്നണിയെങ്കിൽ മുഖ്യമന്ത്രിയോടും താരതമ്യേന ഭേദപ്പെട്ട അഭിപ്രായം തന്നെയാണ്. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ സിറ്റിംഗ് MPമാരുടെ പ്രവർത്തനം വിലയിരുത്തിയല്ലോ. ആ വിലയിരുത്തിയതിൽ വളരെ കുറച്ച് സിറ്റിംഗ് MPമാരുടെ പ്രവർത്തനത്തിൽ മാത്രമേ ഈ തൃപ്തികരം എന്നുള്ള ആൻസർ കിട്ടിയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു റിസൾട്ട് വന്നിരുന്നു. ഇപ്പോൾ കൊല്ലം MPയുടെയും ആലത്തൂർ MPയുടെയും ഒക്കെ കാര്യത്തിൽ അത്തരത്തിലുള്ള കണക്കാണ് കൂടുതലായിട്ട് വന്നത്. പക്ഷെ അങ്ങനെ അതിൽ തന്നെ ഒരു 10ഓളം MPമാരുടെ കാര്യം പറയുമ്പോൾ ആ ഒരു മൂന്നാമത്തെ ടേബിളിലേക്ക് പോകേണ്ടി വന്നത് കുറച്ച് തൃപ്തികരം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ ഹൈലി സാറ്റിസ്ഫൈഡ് എന്നുള്ള വിഭാഗത്തിലും കുറച്ച് അല്ലെങ്കിൽ തൃപ്തികരം എന്നുള്ള കാറ്റഗറിയിലും വരുന്നത് 10ൽ താഴെ ഇല്ല. അത്രയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും സിറ്റിംഗ് MP ആയിരിക്കില്ലേ ഒരു പക്ഷേ ആദ്യം വിലയിരുത്തപ്പെടുക, അദ്ദേഹം തന്നെ വീണ്ടും മത്സരരംഗത്തുണ്ടാകുമ്പോൾ? അല്ല, അത് ഇത് UDFനാണല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എല്ലാവരും സിറ്റിംഗ് MPമാരായിട്ട് ഇപ്പോൾ TN പ്രതാപൻ മാത്രമേ അവിടെ മാറിയിട്ടുള്ളൂ. പിന്നെ കെ മുരളീധരൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവിടെ വടകരയിലും തൃശ്ശൂരിലും മാറ്റം സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സിറ്റിംഗ് MPയുടെ കാര്യത്തിൽ തൃപ്തികരമായ പ്രവർത്തനം അല്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവിടെ സ്ഥിതി ഇച്ചിരി മോശം തന്നെയാണ് അല്ലേ? കിരൺ, ഒരു കാര്യം കൂടി നമ്മൾ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് BJPയുടെ തെക്കൻ കേരളത്തിലെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തെക്കൻ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തിനപ്പുറം മറ്റൊരു സാധ്യത വേണമെങ്കിൽ കൽപ്പിക്കാവുന്നത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങലിൻ്റെ സാധ്യത അത് എത്രമാത്രം കിരൺ അങ്ങനെ കാണാൻ പറ്റും?
സജിത്തെ, തിരുവനന്തപുരം പോലെ തന്നെ ആ തരത്തിലൊരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ആറ്റിങ്ങലിൽ വി മുരളീധരനാണ് സ്ഥാനാർത്ഥി എന്നത് ഇപ്പോൾ പൊടുന്നതിനെ തീരുമാനിച്ചല്ല, അത് വളരെ മുൻകൂട്ടി തന്നെ BJP തീരുമാനിച്ചതാണ്. അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച് BJP വളരെ മുൻകൂട്ടി തന്നെ അവിടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന S. സുരേഷിന് ചാർജ് കൊടുത്ത് അവിടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. ആറ്റിങ്ങൽ മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സിറ്റിംഗ് MP ആയിരുന്ന ആറ്റിങ്ങൽ എന്ന് പറയുന്നത് പരമ്പരാഗതമായി തന്നെ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കോയ്മയുള്ള, തുടർച്ചയായി ഇടതുമുന്നണി വലിയ പരാജയങ്ങളൊക്കെ നേരിടുമ്പോഴും അപ്പോഴെല്ലാം ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. അവിടെ ആ ആറ്റിങ്ങൽ പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് ഈ പറയുന്നത് പോലെ ഏറ്റവും താഴെ തട്ടിലിറങ്ങി എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള ആളും വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടുന്ന ഇരട്ട വോട്ടുകൾ അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ഇതെല്ലാം അവിടെ തൊട്ട് പിടിച്ച് കൃത്യമായി എങ്ങനെയാണോ ഇടതുമുന്നണിയും BJPയും ഒക്കെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നത് ആ മട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് അദ്ദേഹം അത് പിടിച്ചെടുത്തത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കാര്യമായ എതിർപ്പോ അല്ലെങ്കിൽ ഒരു വലിയ MP എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും എതിർപ്പുണ്ടായിട്ടില്ല. 5 വർഷവും അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഇടതുമുന്നണിയും വളരെ നേരത്തെ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. വി ജോയി, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ വി ജോയിയെ ഇപ്പോൾ തീരുമാനിച്ചല്ല, വളരെ നേരത്തെ തന്നെ കഴിഞ്ഞ തവണ പരാജയം ഉണ്ടായപ്പോൾ തന്നെ വി ജോയിയെ വേണം അടുത്ത തവണ അവിടെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ, ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനും തീരുമാനിക്കുകയും അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി ആവുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജില്ലയിലാകമാനം കൂടി അദ്ദേഹത്തിന് കൂടുതൽ ആക്സസ് ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. എങ്ങനെയാണോ അടൂർ പ്രകാശ് പ്രവർത്തിക്കുന്നത് ആ മട്ടിൽ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് വി ജോയി. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലക്കാരനാണ് എന്നുള്ള ഒരു അധിക ആനുകൂല്യം കൂടി വി ജോയിക്കുണ്ട്. വി ജോയി വരുമ്പോൾ നേരത്തെ ഉണ്ടായതുപോലെയല്ല, തിരുവനന്തപുരത്തെ CPM-ന്റെ മിഷണറി പരമാവധി പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളൊക്കെ ഇപ്പോൾ തന്നെ പ്രവർത്തന രംഗത്തേക്ക് അതിഭീകരമായി തന്നെ, അല്ലെങ്കിൽ എങ്ങനെയാണോ വളരെ അവസാന നിമിഷത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത് പോലെ തന്നെ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ 3 മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പ്രവർത്തനമാണ്. സാമുദായിക സമവാക്യം നോക്കിയാലും 3 പേരും ഒരേ വിഭാഗത്തിൽ. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നേരത്തെ സജിത്ത് പറഞ്ഞ കാര്യമാണ്. സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവർത്തനം, അതിനെ ഏത് രീതിയിലാണ് ഈ സർവേയിൽ പങ്കെടുത്ത ആളുകൾ വിലയിരുത്തിയിട്ടുള്ളത്? അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. സജിത്ത് നേരത്തെ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഏത് രീതിയിലാണ് ഇത് ഈ സീറ്റിന്റെ കാര്യത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളത്, അതിൽ സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരമെന്ന് 24% പ്രേക്ഷകർ. 24% പ്രേക്ഷകരാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ സംവാട്ട് സാറ്റിസ്ഫൈഡ് അല്ലെ, കുറച്ച് തൃപ്തികരം എന്നുള്ളത് 10% പ്രേക്ഷകർ. തൃപ്തിയോ അതൃപ്തിയോ ഇല്ല അല്ലെ. ഇത് പൂർണ്ണമായും കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരം 24%, തൃപ്തികരം 10%, തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തവർ 22%. അത് കൂട്ടിച്ചേർക്കുമ്പോൾ 22ഉം 24ഉം 46ഉം 10ഉം 56% ആ ഗണത്തിൽപ്പെടുത്താം. നേരിയ അതൃപ്തി 25%, സമ്പൂർണ്ണ അതൃപ്തി 18%, അഭിപ്രായമില്ലാത്തവർ 1%. അതാണ് അവസ്ഥ. അങ്ങനെയെങ്കിൽ അതിന്റെ താരതമ്യം എടുക്കുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനം ഏറെക്കുറെ തൃപ്തികരം, സർക്കാരിന് ഭേദപ്പെട്ട പ്രകടനമാണുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ തൃപ്തികരം എന്നുള്ളത് 24%. അതായത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിന് കൊടുത്ത അതേ മാർക്ക് തന്നെ. തൃപ്തികരം 8%, രണ്ടും ഒരുമിച്ച് കൂട്ടാം 32%. തൃപ്തിയോ അതൃപ്തിയോ ഇല്ല എന്നുള്ളതും എവിടെ കൂട്ടാം? അങ്ങനെ വരുമ്പോൾ 48 അതിലേക്ക് പോകില്ല എന്നാണ് കിരൺ പറയുന്നത്. അത്രയും പറ്റില്ല എന്നല്ലേ. സാധാരണഗതിയിൽ ഇത് കണക്കൂട്ടുന്ന ഇങ്ങനെ ഒരു കണക്കാണ് വരുന്നതെങ്കിൽ ഏറ്റവും വളരെ തൃപ്തികരം എന്ന് പറയുന്നത് രണ്ടും അതിന്റെ പോസിറ്റീവ് വശത്തിലേക്ക് എടുക്കുന്നു. ഏറ്റവും മോശമാണ് എന്ന് പറയുന്നതും ഏറ്റവും മോശം എന്ന് പറയുന്നതും ഒരു കണക്കിലെടുക്കുന്നു. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത നടുക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ 22% ആളുകൾ നിൽക്കുന്നത് മധ്യഭാഗത്താണ്. ഞാനത് അംഗീകരിക്കില്ല. തൃപ്തിയോ അതൃപ്തിയോ ഇല്ലാത്തത് എന്തായാലും സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടി വരും. അല്ല, അങ്ങനെയും രണ്ട് തരത്തിലേക്കും മാറി. ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ എപ്പോഴും വിജയത്തെ നിശ്ചയിക്കുന്നത് ഈ ഏതെങ്കിലും 2 പാർട്ടിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് 24% എന്ന് പറയുന്നത് CPM-മായി അനുഭവമുള്ള ആളുകളായിരിക്കും 24%. സമ്പൂർണ്ണ അതൃപ്തി എന്ന് പറയുന്നത് 18% എന്ന് പറയുന്നത് കോൺഗ്രസിനോ BJP-യിലോ ഒക്കെ പെടുന്ന അല്ലെങ്കിൽ UDF-ിലോ 2 മുന്നണി ആളുകളായിരിക്കും. തീരെ കൊള്ളില്ല എന്നുള്ളതായിരുന്നുവെങ്കിൽ ആ നേരിയ അതൃപ്തി എന്നുള്ള കോളത്തിൽ തന്നെ കൂടുതൽ വരുന്നമായിരുന്നു അല്ലേ. അത് പക്ഷേ അങ്ങനെ വന്നിട്ടില്ല. അത്ര മോശമല്ല, എന്നാൽ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഇല്ലേ. അങ്ങനെയൊന്നാണ്. ഏകദേശം അങ്ങനെയാണ്. നടുക്ക് നിൽക്കുന്ന 22% പേരാണ് നിശ്ചയിക്കേണ്ടത്. ഇത് രണ്ടും 50%-ന് മുകളിൽ പോകുന്നില്ല. 24, 10,
34%, തൃപ്തികരവും വളരെ തൃപ്തികരവും, നേരിയ അതൃപ്തിയുള്ള 25%, മറ്റേത് 18%, അഭിപ്രായമില്ലാത്തവരെ മാറ്റി നിർത്താം. അങ്ങനെയാണെങ്കിൽ തന്നെ 43%, 50% കടക്കണമെങ്കിൽ, അതൃപ്തി 50% കടക്കണമെങ്കിലും തൃപ്തി 50% കടക്കണമെങ്കിലും ഈ മധ്യഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ചില അവരുടെ വോട്ട് എങ്ങോട്ടും ചായ ഏറെക്കുറെ 50-50 ആണ്. ഏറെക്കുറെ 50-50. അങ്ങനെയാണെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ സമ്പൂർണ്ണ അതൃപ്തിയുടെ കോളം ചെറുതാകുമോ എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ചിലപ്പോൾ ഈ 22% എന്നുള്ളത് ക്ഷേമ പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ തോതിൽ സർക്കാരിന് അനുകൂലമായി മാറാം, കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചു മാറാം. മഞ്ജുഷ, ഈ സാമ്പിൾ എടുത്ത കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയും സർക്കാരും ഏറ്റവും മോശം പ്രകടനത്തിരുന്ന ഒരു സമയത്തിലാണ്. അതെ, വളരെ വിമർശനങ്ങൾ ഉണ്ടായ ഒരു സമയത്ത് തന്നെയാണ്. മാർച്ച് 1 വരെയാണല്ലോ ഈ സർവേ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ കൂടി അതിൽ ഉണ്ടാകും. അവിടെയാണ് ഇങ്ങനെയൊരു കണക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് വോട്ടർമാർ വിലയിരുത്തിയത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ സഹിത്ത് ഇപ്പോൾ LDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്ന സർവേ ഫലം പറയുമ്പോൾ ഇതുമായിട്ടും ചേർത്ത് വായിക്കാമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത് മറ്റൊരു ദേശീയ സാഹചര്യങ്ങൾ കൊണ്ടും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട കാരണമില്ല. സ്വാഭാവികമായും സർക്കാരിന് വോട്ട് ആരെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടായി മാറാം. മറ്റൊരു തരത്തിലും ദേശീയ തലത്തിൽ BJPക്ക് ഒരു ബദലായി ഇടതുമുന്നണി ദേശീയ ചിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെ ആ പരിഗണന ഒരു പക്ഷേ കിട്ടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനത്തിനാവാം. ഒരു പക്ഷേ അങ്ങനെയാവാം. സീറ്റ് വർധനവും ഒരു പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ പ്രകടനത്തിലുള്ള മാർക്കും വീഴുന്നതിൻ്റെ കാരണവും. എന്തായാലും 14 സീറ്റുകളിൽ UDF, 4 സീറ്റുകളിൽ LDF, 2 സീറ്റുകളിൽ BJP. ഇതാണ് ന്യൂസ് 18 സർവേയിൽ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഫലം. കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതാണ്. 14-4-2 അങ്ങനെ 2 സംസ്ഥാനങ്ങൾ ബീഹാറും കേരളവും പൂർത്തിയായിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പുറത്തുവിടുന്നത് മധ്യപ്രദേശിന്റെ ചിത്രമാണ്. മധ്യപ്രദേശ് വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടന്ന സംസ്ഥാനം, അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനം. അങ്ങനെ പലതുകൊണ്ടും പ്രത്യേകതയുള്ള മധ്യപ്രദേശിന്റെ ചിത്രം ആയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ടേ മധ്യപ്രദേശിലെ ചിത്രം വരികയുള്ളൂ. അതിനു മുൻപ് കേരളം കുറച്ചുകൂടി വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ 14-4-2 എന്നുള്ള കണക്ക് എങ്ങനെ വന്നു, അത് എത്രമാത്രം മുന്നണികൾക്ക് ഇനി നെഞ്ചിടിപ്പുണ്ടാക്കും എന്നുള്ള കാര്യം കൂടി ചിന്തിക്കേണ്ടതാണ്. കിരൺ, എന്തായാലും ഈ 4 എന്നുള്ളത് ഇടതുമുന്നണി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പോൾ കണക്കുകളിൽ 11 സീറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വിലയിരുത്തൽ അങ്ങനെയാണെന്നൊക്കെ പുറമേ പറയുമെങ്കിലും അങ്ങനെ ഒരു അമിത പ്രതീക്ഷ എന്തായാലും ഇല്ലല്ലോ. മഞ്ജുഷ, യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ 19-1 ആയിരുന്നു. അത് പിന്നീട് കേരള കോൺഗ്രസ് മുന്നണി മാറിയോടുകൂടി വേണമെങ്കിൽ 18-2 എന്ന് പറയാം. 2-ന് മേളിൽ ഒരു സീറ്റ് കിട്ടിയാലും ഇടതുമുന്നണിയെ സംബന്ധിച്ച് വിജയം വേണമെങ്കിൽ അവകാശപ്പെടാം. പക്ഷേ അങ്ങനെ ഒരു ആധികാരികമായ വിജയത്തിലേക്കാണ് ഇടതുമുന്നണി പോകേണ്ടതെങ്കിൽ മിനിമം ഒരു 6-7 സീറ്റുകളൊക്കെ ഇടതുമുന്നണിക്ക് ലഭിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലല്ല, ഇതിനപ്പുറത്തേക്ക് കേരളം പലപ്പോഴും കേന്ദ്ര തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും രണ്ടായി തന്നെ കാണുന്നവരാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് 19 സീറ്റുകളും കോൺഗ്രസിനും അല്ലെങ്കിൽ UDFനും നൽകുമ്പോഴും ആ UDF എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ലഭിച്ച നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം തന്നെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുമുന്നണിക്ക് വലിയ വിജയമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും ആറ്റിങ്ങലായാലും മാവേലിക്കരയായാലും ഇവിടെ എല്ലാം പരിശോധിച്ചാൽ മനസ്സിലാവും, അവിടെയെല്ലാം തന്നെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും UDFനായിരുന്നു. തിരുവനന്തപുരത്ത് ഒറ്റ മണ്ഡലത്തിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഭൂരിപക്ഷം ലഭിച്ചത് ശശി തരൂരിനായിരുന്നു. കൊല്ലത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ലഭിച്ചത് NK പ്രേമേന്ദ്രനായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഭൂരിപക്ഷം ലഭിക്കുമ്പോഴും നിയമസഭയിലേക്ക് വരുമ്പോൾ നിയമസഭയിൽ ഇടതുമുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കുന്നു, ഇടതുമുന്നണിക്ക് ഒരു തുടർ ഭരണം സാധ്യമാകുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം കാണുന്നതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കാണുന്നതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കാണുന്നതുമൊക്കെ അത് വ്യത്യസ്തമായ തലത്തിൽ കാണുന്നവർ കൂടിയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇടതുമുന്നണിക്ക് ഇത്തവണ ഒരു നേട്ടമായി ഉള്ളത് കോൺഗ്രസിൽ നിന്ന് കുറേയേറെ പ്രധാനപ്പെട്ട നേതാക്കൾ BJPയിലേക്ക്, മറ്റു പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം BJPയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ കേരളത്തിൽ തന്നെയായാലും പത്മജ അങ്ങനെ പ്രധാനപ്പെട്ട നേതാവാണെന്ന് ചോദിച്ചാൽ K കരുണാകരൻ്റെ മകൾ എന്ന നിലയ്ക്ക് പത്മജയ്ക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. പത്മജ BJPയിലേക്ക് പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരമൊരു ആരോപണം അതിശക്തമായി തന്നെ ഇടതുമുന്നണി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പോയാൽ അവർ BJP വിരുദ്ധ ചേരിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് കൂടുതൽ ഉറപ്പുള്ളത് ഇടതുമുന്നണിയാണ് എന്നൊരു പ്രതിഷേധം സൃഷ്ടിക്കാൻ ഇടതുമുന്നണി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിശക്തമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ശ്രമം എത്രത്തോളം വിജയിക്കുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചായിരിക്കും ഇടതുമുന്നണിക്ക്
അല്ലെങ്കിൽ കേന്ദ്രത്തിൽ BJP വിരുദ്ധ വോട്ടുകൾ, അതാണല്ലോ കേരളത്തിൽ കൂടുതലുള്ളത്, ഇടതുമുന്നണിക്ക് ലഭിക്കുന്ന വോട്ടായാലും UDF ലഭിക്കുന്ന വോട്ടായാലും അതിൽ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഒരു NDA ഭരണം വരരുത്, BJP ഭരണം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വോട്ടാണ്. അതിൽ ആരാണ് കൂടുതൽ ബെറ്റർ? കോൺഗ്രസ് വോട്ട് ചെയ്യുന്നതാണോ അതോ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്നതാണോ കൂടുതൽ ബെറ്റർ? കഴിഞ്ഞ തവണത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി ഒരു ബദൽ ഭരണകൂടം ഉണ്ടാകുന്നു എന്നുള്ള പ്രതീക്ഷയിൽ കോൺഗ്രസിന് വലിയ തോതിൽ വോട്ട് ചെയ്തു. ഇടതുമുന്നണിക്ക് സ്ഥിരമായി വോട്ട് ചെയ്യുന്ന പ്രവർത്തകരടക്കം ചിലപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലം കൂടിയാണ് ആ ഒരു വലിയ മാർജിനിലെ. ശരി കിരൺ, ഒരു കാര്യം മഞ്ജുഷ്, പത്മജയുടെ രാഷ്ട്രീയ നീക്കം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പക്ഷേ നമ്മുടെ ഈ സർവേ ഫലം വന്ന സമയത്ത്, സർവേ എടുത്ത ആ സമയത്ത് ആ ഒരു നീക്കം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. അതിനുശേഷം വന്ന ഏറ്റവും വലിയൊരു നീക്കം ഇതാണ് അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഇനി അങ്ങോട്ട് വരുന്ന ഓരോ രാഷ്ട്രീയ നീക്കവും ഓരോ ചടുലമായ രാഷ്ട്രീയ തന്ത്രങ്ങളും അതെന്തായാലും ഈ സർവേ ഫലങ്ങളെ പോലും മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ്. ഞാനത് പരാമർശിക്കാൻ കാര്യം, നാളെ ഒരു നേതാവ് കൂടി കോൺഗ്രസ് വിടുമെന്നും BJPക്കൊപ്പം ചേരുമെന്നൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. നാളത്തെ ദിവസം നമുക്ക് സസ്പെൻസ് ആണ്, കാത്തിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഘടകങ്ങളും ഈ സർവേ ഫലത്തിൽ കടന്നു വരാൻ പോകുന്നില്ല. ഈ സർവേ ഫലത്തിൽ അതും ഇല്ല. ഇത് മാത്രമല്ല, ഇനി അങ്ങോട്ട് ഓരോ ദിവസവും വരുന്ന ഈ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇപ്പോൾ തുടക്കത്തിലെ സർവേ ഫലം അവസാനം അത് ശരിയായി മാറിക്കൊള്ളണമെന്നില്ല അല്ലേ? ഈ സമയത്ത് എന്താണോ ജനങ്ങൾ ചിന്തിക്കുന്നത് അത് അങ്ങോട്ട് പോകും തോറും ജനമനസ്സിനെ ഒരു ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ചാഞ്ചാട്ടം പോലും വന്നു കഴിഞ്ഞാൽ അത് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ സ്വിംഗ് ഫാക്ടർ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതെല്ലാ സർവേകൾക്കുമുണ്ട്, അത് ഈ സർവേക്കും ബാധകമാണ്. എന്നാൽ ഇപ്പോൾ എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അത് വെച്ചാണ് 14 സീറ്റുകളിൽ UDF, 4 സീറ്റുകളിൽ LDF, 2 സീറ്റുകളിൽ BJP. ഇതാണ് കേരളത്തിലെ സർവേ ഫലം. ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. News 18 Mega. അങ്ങനെ 2 സംസ്ഥാനങ്ങളിലെ സർവേ ഫലമാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്ന് ബീഹാറിൽ NDA മുന്നണിക്ക് നേട്ടം 38, 2 ഇന്ത്യ. കേരളത്തിൽ LDF 4, UDF 14, BJP 2. ഈ 2 സംസ്ഥാനങ്ങളുടെ സർവേ ഫലം വന്നു കഴിഞ്ഞു. ഇനിയും വരാൻ ബാക്കി കിടക്കുകയാണ്. 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 518 ലോക്സഭാ മണ്ഡലങ്ങളിലെ സർവേ ഫലമാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സംസ്ഥാനത്തേക്ക് ഞങ്ങൾ കടക്കുകയാണ്. മധ്യപ്രദേശ് വളരെ പ്രാധാന്യമുള്ള നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ നടന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലെ ജനങ്ങൾ ലോക്സഭയിലേക്ക് ആരെ പിന്തുണയ്ക്കും? അവിടെ വോട്ടാവുന്നത് കോൺഗ്രസിനോ അതല്ല BJPക്കോ? നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ അവിടെ ഫാക്ടർ ആവുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ തവണ 29-ൽ 28 സീറ്റുകളും നേടിയത് BJP ആണ്. ഒരു സീറ്റിൽ മാത്രമാണ് കമൽനാഥിന്റെ മകന് ജയിക്കാൻ കഴിഞ്ഞ ഒറ്റ സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. ഇത്തവണ അതിലെന്തെങ്കിലും മാറ്റം വരുമോ? മധ്യപ്രദേശിൽ ഭരണം പിടിച്ചു എങ്കിൽ പോലും BJPയും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് ഡിഫറൻസ് അത്ര വന്നില്ല എന്നൊക്കെയുള്ള കണക്കുകൾ പറഞ്ഞു കോൺഗ്രസിന് അവിടെ സാധിക്കും, ഇന്ത്യക്ക് അവിടെ സാധിക്കും എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നരേന്ദ്രമോദി ഫാക്ടർ മധ്യപ്രദേശിലും ഇല്ലേ, ഹിന്ദി ഹൃദയഭൂവിലെ പോലെ മധ്യപ്രദേശിലും വർക്ക് ചെയ്യും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് എത്രമാത്രം സാധിച്ചിട്ടുണ്ട് മധ്യപ്രദേശിൽ എന്ന് നോക്കാം. മധ്യപ്രദേശിലെ കണക്ക് ഏതാനും നിമിഷങ്ങൾക്കകം വരും. മധ്യപ്രദേശിൽ 29 സീറ്റുകളിൽ എത്ര? NDAക്ക് 28. മധ്യപ്രദേശിന്റെ ഫലം വരുമ്പോൾ അവിടെ BJPയുടെ തേരോട്ടമാണ്. 28ഇടത്തും അവിടെ NDA വിജയിക്കുന്നു. അതായത് കഴിഞ്ഞ തവണത്തെ ഒരു മാറ്റവും മധ്യപ്രദേശിൽ സംഭവിക്കുന്നില്ല. അവിടെ NDA 28 എന്ന കഴിഞ്ഞ തവണത്തെ അതേ കണക്ക്. അവിടെ BJP ആണ് മത്സരിക്കുന്നത്. BJP 28 സീറ്റുകളിലും ജയിക്കും. ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അവിടെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ, അതായത് ഹിന്ദി ഹൃദയഭൂവിലും മധ്യ ഇന്ത്യയിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല, ഒരു തരത്തിലുള്ള പുറകോട്ട് പോക്കും ഇല്ല എന്നുള്ള സൂചനയാണ് ബീഹാറിലെയും മധ്യപ്രദേശിലെയും സർവേ ഫലം വരുമ്പോൾ വ്യക്തമാകുന്നത്. BJP 28 സീറ്റുകളിൽ മധ്യപ്രദേശിൽ വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നിട്ടില്ല മധ്യപ്രദേശിൽ എന്നത് ഏറ്റവും പ്രകടമായ കാര്യമാണ്. അവിടെ കമൽനാഥിനെ
BJP-യിലേക്ക് കൊണ്ടുവരുവാനുള്ള നീക്കം നടന്നിരുന്നു. കമൽനാഥിന്റെ ചില നീക്കങ്ങൾ വിവാദമായിരുന്നു. അയോധ്യ വിഷയം വലിയ രീതിയിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ്. ഏറ്റവും ഒടുവിൽ CAA വന്നതുപോലും ഇല്ലേ, CAA വരുന്നതിന് മുൻപാണ് ഈ സർവേ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അതുകൂടിയാവുമ്പോഴേക്കും എന്താണ് BJP-യുടെ നില, അത് കൂടുതൽ മെച്ചപ്പെടുമോ എന്ന് കൂടി അറിയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സീറ്റിന്റെ കാര്യത്തിൽ പോലും ഇനി തിരിച്ചു സ്വിംഗ് ഉണ്ടാവുമോ എന്ന് അറിയാനുണ്ട്. നമുക്ക് വോട്ട് ഷെയർ കൂടി പരിശോധിക്കാം. അവിടെ NDA BJP 55% വോട്ടുകളുമായി ഇത്തവണ മുന്നേറുമെന്നാണ് പ്രവചനം. അതേസമയം ഇന്ത്യ മുന്നണിക്ക് 38% വോട്ടുകൾ. BJP-ക്ക് എത്രയാണ്, NDA-ക്ക് എത്രയാണ്? NDA-ക്ക് 55%. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവുണ്ട് വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ വരുമ്പോൾ. പക്ഷേ സീറ്റിന്റെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല. 55% NDA-യുടെ വോട്ട് ഷെയർ. ഇന്ത്യ മുന്നണിക്ക് 38, അതേഴ്സിന് 7% വോട്ടുകളാണ്. അതായത് വോട്ട് ഷെയറിൽ ചെറിയ മാറ്റമുണ്ടാകുന്നു എന്നതാണ് ഇത്തവണത്തെ ചിത്രം. പക്ഷേ അവിടെ സീറ്റുകളുടെ എണ്ണത്തിൽ NDA-ക്ക് മാറ്റമുണ്ടാകുന്നില്ല. ഹിന്ദി ഹൃദയഭൂമിയുടെ എല്ലാ പ്രത്യേകതകളുമുള്ള ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അവിടെ BJP-യുടെ തേരോട്ടം തന്നെ നിരവധി ഘടകങ്ങൾ അവിടെ സ്വാധീനിച്ചിരിക്കാം. അയോധ്യ സ്വാധീനിച്ചിരിക്കാം. നിർണായകമായ സ്വാധീനമുള്ള സ്ഥലമാണ്. കിരൺ, എന്തൊക്കെയാണ് കഴിഞ്ഞ തവണത്തെ ചിത്രം, എന്തായിരുന്നു ഇത്തവണത്തെ സാഹചര്യം പരിശോധിക്കാം. കഴിഞ്ഞ തവണത്തെ ചിത്രത്തിനേക്കാൾ മുമ്പായിട്ട് 2009 മുതലുള്ള ചിത്രം നമ്മുടെ മാജിക് വാളിൽ നമുക്ക് ലഭ്യമാണ്. 2009 BJP-ക്ക് 29 സീറ്റുകളാണ് മധ്യപ്രദേശിൽ ആകെയുള്ളത്. അന്ന് BJP-ക്ക് 16 സീറ്റുകളും ഇന്ത്യ മുന്നണിയിന് കോൺഗ്രസിന് 12 സീറ്റുകളും മറ്റുള്ളവർ 1 സീറ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ നിലയിൽ നിന്നാണ് 16-12-1 അപ്പോഴും BJP-ആണ് അവിടെ ഭരിക്കുന്നതെന്ന് ആലോചിക്കണം. ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു അവിടെ തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്നത്. 2014 വരുമ്പോഴേക്കും NDA സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോഴേക്കും BJP-ക്ക് 27 സീറ്റുകളിലേക്ക് വരുന്നു. കോൺഗ്രസ് 2 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു. അന്ന് BJP-ക്ക് 54.14%, പകുതിയിലധികം വോട്ട് BJP-ക്ക് ലഭിക്കുന്നു. അപ്പോഴും ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെയാണ് അവിടെ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അതിനുശേഷം 2019 എത്തുന്നു. 2019 എത്തുമ്പോഴേക്കും ഇന്ത്യ മുന്നണിക്ക് ഒറ്റ സീറ്റ് മാത്രമാണ്. അത് ചിന്ദ്വാഡയാണ്. ചിന്ദ്വാഡ എന്ന് പറഞ്ഞാൽ കമൽനാഥിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം, കോൺഗ്രസിന്റെ പരമ്പരാഗതമായ വലിയ ശക്തി കേന്ദ്രമാണ്. അവിടെ കമൽനാഥിന്റെ മകൻ നകുൽനാഥ് മത്സരിക്കുന്നു. നകുൽനാഥ് മാത്രമാണ് അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞത്. മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. അത് ആലോചിക്കണം. ഈ തവണത്തെ പോലെ തന്നെ അതിന് ഒരു കഷ്ടിച്ച് 4 മാസം മുമ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെ വിജയം പിന്നീട് കോൺഗ്രസ് വിജയിച്ചത് പിന്നീട് BJP-യിലേക്ക് അതിൽ ഒരു വിഭാഗം ആളുകൾ ജ്യോതിരാദിത്യ സിന്ധ്യയും അവരുടെ ഒപ്പം നിന്ന MLA-മാരും മറുകണ്ഠം ചാടിയപ്പോഴാണ് BJP ഭരണത്തിലേക്ക് വന്നത്. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്നുള്ളത് ആലോചിക്കണം. ഈ കാലത്ത് നടന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് നിയമസഭയിൽ ഭൂരിപക്ഷം നേടിയതിനു ശേഷം 3-4 മാസത്തിനുള്ളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, കൃത്യമായി പറഞ്ഞാൽ 4 മാസത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് BJP 29-ൽ 28 സീറ്റുകളും വിജയിക്കുന്നത്. അവിടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും തമ്മിൽ തന്നെ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഇക്കുറി കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഇക്കുറി വിജയിച്ചിരിക്കുന്നത് അവിടെ BJP-ആണ്. BJP ഏകദേശം 48% വോട്ട് നേടിയാണ് BJP ഭരണം പിടിച്ചിരിക്കുന്നത്. 40% വോട്ട് മാത്രമാണ് കോൺഗ്രസിൽ ലഭിച്ചത്. കോൺഗ്രസിന് ഇത്തവണ അവിടെ ലഭിച്ച സീറ്റുകൾ എന്ന് പറയുന്നത് 66 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. BJP-ക്ക് 163. രണ്ടുപേരും തമ്മിൽ 8%. ഇടയ്ക്കൊരു കാര്യം, അതായത് മധ്യപ്രദേശിൽ ഏറ്റവും അനുകൂല സാഹചര്യങ്ങൾ ഇത്തവണ NDA-ക്ക് ഉണ്ടായിരുന്നു എന്നതാണ് പൊതുചിത്രം, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും സജിത്തെ. കഴിഞ്ഞ തവണ വളരെ മോശം ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചത്. കോൺഗ്രസ് ഭരണം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് ഭരണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 29-ൽ 28 സ്ഥലത്തും കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. BJP-ക്ക് അവിടെ എല്ലാം വിജയിക്കാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിലുള്ള MLA-മാർ BJP-യിലേക്ക് പോവുകയും പിന്നീട് ആ ഭരണം നഷ്ടപ്പെടുകയും വീണ്ടും BJP ഭരണം ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി വരികയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ BJP-ക്ക് നിയമസഭയിൽ തന്നെ വ്യക്തമായ മേൽക്കൈയുണ്ട്. വോട്ടിംഗ് ശതമാനത്തിനേക്കാൾ അപ്പുറത്തേക്ക് വോട്ടിൻ്റെ MLA-മാരുടെ എണ്ണത്തിൽ വലിയ മെജോറിറ്റി ഉണ്ട്. കോൺഗ്രസ് വല്ലാതെ പിന്നോക്കം പോയി 66 സീറ്റിലേക്ക് പിന്നോക്കം പോവുക എന്ന് പറഞ്ഞാൽ 294 സീറ്റുള്ള ഒരു സ്ഥലത്ത് അത്രയും പിന്നോക്കം പോകുക എന്ന് പറഞ്ഞാൽ വല്ലാതെ കോൺഗ്രസ് പിന്നോക്കം പോയൊരു സംസ്ഥാനമാണ്. ആ നിലയിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഏത് തരത്തിലേക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള എടുത്തു പറയത്തക്ക സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദേശീയ തലത്തിൽ ഈ ജാതി സർവേ അടക്കമുള്ള വിഷയങ്ങളിലേക്ക് OBC വിഷയമടക്കം മധ്യപ്രദേശിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് കോൺഗ്രസിന് ഇത്തവണയുടെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോക്ക് ഉണ്ടാകാൻ സാധ്യമാകും. ഈ അയോധ്യ ഏറ്റവും അധികം പ്രകടമാവേണ്ട സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ മധ്യപ്രദേശ്. അത് സ്വാഭാവികമായും ഇതിനെ ഈ അഭിപ്രായ വോട്ടെടുപ്പിനെയും കൂടെ സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലേ? സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് മാർച്ച് 1 വരെയുള്ള ഘട്ടത്തിലാണ് അഭിപ്രായ വോട്ടെടുപ്പ് നടന്നെന്ന് പറയുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് ആ ഒരു ഹാലോയിൽ ആളുകൾ, ഉത്തരേന്ത്യയിലെ ആളുകളൊക്കെ പ്രത്യേകിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് അത്തരം ഒരു രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് മധ്യപ്രദേശിൽ. ഇപ്പോൾ കമൽനാഥ് മാത്രമല്ല, മുൻകാലങ്ങളിൽ അർജുൻ സിംഗിന്റെ കാലം മുതൽ തന്നെ എടുത്താൽ അറിയാം, അവിടുത്തെ കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ നിലപാട് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ അല്ലെങ്കിൽ ബീഹാറിലെ പോലെ അല്ലെങ്കിൽ UP-യിലെയൊക്കെ പോലെ പലപ്പോഴും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ തീവ്ര നിലപാടുകളൊക്കെ UP-യിൽ മുലായം സിംഗ് യാദവ് ആയാലും മായാവതി ആയാലും ഒക്കെ പരസ്യമായി പറയുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ മധ്യപ്രദേശിന്റെ അവസ്ഥ അങ്ങനെയല്ല. മധ്യപ്രദേശ് പരമ്പരാഗതമായി തന്നെ കോൺഗ്രസുകാരും അടക്കം അങ്ങനെ ഒരു തീവ്രമായ നിലപാട്, ഹിന്ദുത്വത്തിന് വിരുദ്ധമായ നിലപാട് എടുക്കുന്ന സമീപനം പോലും മധ്യപ്രദേശിൽ കോൺഗ്രസിന് തുണയാകുന്നില്ല എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. BJP അത് പ്രതീക്ഷ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല അത് ഒരു മോദി ഫാക്ടർ അത് മധ്യപ്രദേശിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ഇത് തന്നെ ബീഹാറിലും കാണുന്നു. അങ്ങനെ ബീഹാറിലും മധ്യപ്രദേശിലും കഴിഞ്ഞ തവണത്തെ സ്ഥിതി ആവർത്തിക്കുകയാണ് അല്ലേ? ഒരു ചെറിയ ഡിഫറൻസ് ബീഹാറിൽ വന്നിട്ടുണ്ട്, ഒരു സീറ്റിന്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മധ്യപ്രദേശിൽ എന്തായാലും കഴിഞ്ഞ തവണത്തെ അതേപോലെ തന്നെ കാര്യങ്ങൾ വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ നേട്ടം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നു. നേരത്തെ മഞ്ജുഷ, ഈ ബീഹാറിന്റെയും മധ്യപ്രദേശിന്റെയും ചിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു സൂചകമുണ്ട്. അത് ഹിന്ദി ഹൃദയഭൂമിയിൽ മറ്റൊരു രാഷ്ട്രീയ മാറ്റത്തിനും സാധ്യതയില്ല എന്ന് കൃത്യമായി ഇത് പറയുന്നുണ്ട്. ഈ രണ്ട് സംസ്ഥാനങ്ങളും അതിന്റെ സൂചകം തന്നെയാണ്. അതല്ലെങ്കിൽ ബീഹാറിൽ എന്തെങ്കിലും സംഭവിക്കണമായിരുന്നു, അതുണ്ടായില്ല. നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലത്ത്, അതായത് മധ്യപ്രദേശിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ തന്നെ ഈ സീറ്റ് വിഭജനമൊക്കെ അവസാനം വരുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കാരണം ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് അത്ര ശക്തിയില്ല, അവർ എതിർ സ്ഥാനാർത്ഥികളെ നിർത്തുവാനുള്ള സാധ്യതയും കാണുന്നില്ല. അങ്ങനെ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് വരുവാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും NDAക്ക് ഒരു ഭീഷണി ഇന്ത്യ ഉണ്ടാക്കുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ഇത്. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. അതെ, ഒരു കാര്യം കൂടി, ഈ 400 സീറ്റ് ഇത്തവണ തനിച്ചു നേടുമെന്ന NDAയുടെ അവകാശവാദം, 370-ൽ പരം സീറ്റുകളാണ് BJP തന്നെ സ്വയം അവകാശപ്പെടുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ഇനി കൂടുതലൊന്നും നേടാനില്ല. സാച്ചുറേഷൻ ലെവലിലായി കഴിഞ്ഞു, അതിൽ നിന്ന് കുറയുവാനേ സാധ്യതയുള്ളൂ. അതിപ്പോൾ ബീഹാറിൽ കണ്ടതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റിൽ ചെറിയൊരു വ്യത്യാസം താഴോട്ട് പോകുന്നതും കണ്ട്. ഇപ്പോൾ മധ്യപ്രദേശിൽ അതിനപ്പുറം പോകുവാനായിട്ട് ഇല്ല ഇനി. അങ്ങനെ വരുമ്പോൾ ഇനി നമ്മൾ റിസൾട്ട് പറയുന്ന സംസ്ഥാനങ്ങളും അതേ രീതിയിൽ തന്നെ. അതിലൊന്നും പ്രധാനപ്പെട്ടത് തമിഴ്നാടാണ്. കാരണം ഒരുപക്ഷെ കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ BJPക്ക് ബാലി കയറാമലയായിരുന്നെങ്കിൽ ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത, അത്തരം ഒരു റിസൾട്ട് നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞു. അടുത്ത സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ഇത്തവണ തെക്കേ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് വെറുതെ വന്ന് പോകാനുള്ളത് അല്ല എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഫലം സൂചിപ്പിക്കുന്നത്. ഇന്ത്യ 30, DMK 4, NDA 5 ഇടത്തേക്ക് BJP വിജയിച്ചു കയറുമെന്നതാണ് പ്രവചനം. അവിടെ അഭിപ്രായ സർവേ വോട്ടെടുപ്പിൽ തമിഴ്നാട്ടെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP വിജയിച്ചു കയറുമെന്ന നിലയാണ്, സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ NDA മുന്നണി, അതായത് അവിടെ DMK നയിക്കുന്ന NDA മുന്നണി, കോൺഗ്രസും CPM-ഉം ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി അവിടെ 30 സീറ്റുകളിൽ വിജയിക്കും. സജിത്ത്, അവിടെ കാണാനുള്ളത് കഴിഞ്ഞ തവണ 38 ആയിരുന്നു ഇല്ലേ? DMK-യും കോൺഗ്രസും CPI-യും CPM-ഉം മുസ്ലിം ലീഗും ഒക്കെ ഉൾപ്പെട്ട ആ മുന്നണിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് 38 സീറ്റുകളായിരുന്നു. അവിടെ നിന്നാണ് 30-ലേക്ക് കുറയുന്നത്. ഇത്തവണ DMK കുറച്ചുകൂടി സീറ്റുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ പോലും ഈ 30-ൽ ഒതുങ്ങുക എന്ന് പറയുമ്പോൾ DMK-ക്ക് ഒരു വലിയ തിരിച്ചടിയാണ് അത് ഉണ്ടാക്കുന്നത്. DMK 1-ൽ നിന്നാണ് ഇല്ലേ? അവൾ BJP-യുമായുള്ള ബന്ധം ഇല്ല ഇത്തവണ DMK-ക്ക്. പക്ഷേ അവിടെ 4 സീറ്റുകൾ, 1-ൽ നിന്ന് 4 സീറ്റായിട്ട് നില മെച്ചപ്പെടുത്തുവാനായിട്ട് DMK-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയോ രാഷ്ട്രീയ സാഹചര്യമല്ല തമിഴ്നാട്ടിൽ. അവിടെ മാറ്റമുണ്ടാകുന്നു എന്ന പ്രധാനപ്പെട്ട ഘടകം കൂടി വരുന്നുണ്ട്. BJP അവിടെ വലിയ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിരമായിട്ട്. നമുക്ക് തമിഴ്നാടിന്റെ വോട്ട് ഷെയർ നോക്കണം. ഒപ്പം തന്നെ ഈ സീറ്റ് നിലകൾ റീജിയണൽ വൈസ് കൂടി നമുക്ക് പരിശോധിക്കാം. കാവേരി ഡെൽറ്റയിൽ തമിഴ്നാടിനെ 5 ഭാഗങ്ങളായി കേന്ദ്രീകരിച്ചുകൊണ്ട് 5 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടുള്ള ഫലം കൂടി നമുക്ക് പങ്കുവയ്ക്കാം. അതിൽ കാവേരി ഡെൽറ്റ മേഖലയിൽ
ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത് 5 സീറ്റുകളാണ്. NDA മുന്നണിക്ക് 1 സീറ്റുകൾ, ADMKക്ക് അവിടെ 1 സീറ്റ് ലഭിക്കുമെന്നതാണ് പ്രവചനം. ചെന്നൈ മേഖലയിൽ 4 ഇന്ത്യ മുന്നണി ഉണ്ടാകും, 2 NDA ഉണ്ടാകും, 1 പോലും ADMKക്ക് ജയിക്കാനാവുന്നില്ല. നോർത്തേൺ മേഖലയിൽ 7 ഇന്ത്യ മുന്നണി ഉണ്ടാവും, 2 അവിടെ NDAക്കോ ADMKക്കോ സീറ്റ് ഉണ്ടാക്കാനാവുന്നില്ല. സൗത്ത് മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ 8 ഇന്ത്യ മുന്നണി ഉണ്ടാകും, ഇന്ത്യ മുന്നണിക്ക് 8 സീറ്റ് ഉണ്ടാകും, ഒപ്പം NDAക്ക് 1 പോലും സീറ്റ് ഉണ്ടാവില്ല. പക്ഷേ ADMKക്ക് 2 സീറ്റ് ഉണ്ടാകും. വെസ്റ്റേൺ മേഖലയിലേക്ക് പോകുമ്പോൾ അവിടെ 6 ഇന്ത്യ മുന്നണി ഉണ്ടാകും, 2 NDA, 1 ADMK. അതായത് തമിഴ്നാട്ടിൽ ചെന്നൈ മേഖലയിലും വെസ്റ്റേൺ സെക്ടറിലും കാവേരി ഡെൽറ്റ മേഖലകളിലുമായിരിക്കും NDA BJP അക്കൗണ്ട് തുറക്കുക, അല്ലെങ്കിൽ BJPക്ക് കൂടി നോക്കുമ്പോൾ വോട്ട് ഷെയർ വളരെ രസകരമാണ്. കാരണം തമിഴ്നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതേഴ്സ് എന്നുള്ള പട്ടികയിലും കൂടുതലായിട്ട് ശതമാന കണക്ക് വരുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നണി, അതായത് DMK ആണല്ലോ ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിൽ നേതൃത്വം നൽകുന്നത്, കോൺഗ്രസ് അല്ല. കോൺഗ്രസും CPM-ഉം CPI-യും ഒക്കെ തമിഴ്നാട്ടിൽ ഇന്ത്യയുടെ ഭാഗമാണ്. 51% തമിഴ്നാട്ടിലെ വോട്ട് ഷെയർ ഇന്ത്യക്ക് കിട്ടുന്നത്, ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്നത്. അതേസമയം NDAക്ക് BJPക്ക് കിട്ടുന്നത് 13%. 13% വോട്ട് ഷെയറും 5 സീറ്റുകളും എന്നാണ് പറയുന്നത്. അതേസമയം 51 എന്ന് പറയുന്നത് DMK കഴിഞ്ഞ തവണ തൂത്തുവാരിയതാണ്. 38 സീറ്റുകൾ കിട്ടിയ സമയത്ത് 53% വോട്ട് ഷെയർ ഉണ്ടായത്. അത് കിരൺ അല്പസമയത്തിനും കിരണിനോട് ചോദിക്കാം. പിന്നെ അണ്ണാ DMKക്ക് 17 ഇത്തവണ പറയുന്നത്. അണ്ണാ DMK 17, അതുവഴി അണ്ണാ DMKക്ക് 4 സീറ്റുകൾ അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർ 36 എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കണക്കിനകത്ത് ഒരുപാട് പാർട്ടികൾ ഉണ്ടപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും രസകരമാവുന്ന അല്ലെങ്കിൽ കൗതുകം വരുന്ന ഒരു കാര്യം, വെറും 13% വോട്ടുകൾ നേടുന്ന BJP അവിടെ 5 സീറ്റുകൾ നേടുമെന്ന കണക്കാണ് തമിഴ്നാട്ടിൽ നിന്നും പുറത്തു വരുന്നത്. വോട്ട് ഷെയറുമായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാം? DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ 51% വോട്ട് ഷെയർ തമിഴ്നാട്ടിൽ, അതുവഴി നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം 30 ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ 38-ൽ നിന്ന് 30 പക്ഷേ BJP 13% വോട്ട് ഷെയർ നേടുന്ന സീറ്റുകൾ 5, അണ്ണാ DMK 4 സീറ്റുകൾ. കഴിഞ്ഞ തവണത്തെ ഷെയറുമായിട്ട് എങ്ങനെ ഇത് താരതമ്യപ്പെടുത്താം? മഞ്ജുഷേ, തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ DMKക്ക് ഇതൊരു തിരിച്ചടിയാണ് എന്ന് പോലും പറയാൻ കഴിയില്ല. തമിഴ്നാട്ടിൽ DMKക്ക് മുന്നണി ജയിക്കുന്ന സമയത്ത് പൂർണ്ണമായും സീറ്റുകൾ DMKക്ക് വരികയും ADMK ജയിക്കുന്ന ഘട്ടത്തിലൊക്കെ ADMKക്ക് പൂർണ്ണമായും സീറ്റുകൾ വരികയും ഒക്കെ ചെയ്ത അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു മുന്നണിക്ക് സംസ്ഥാനത്തെ സീറ്റുകൾ തീരെഴുതി കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് എന്നാലേക്കും. നമുക്ക് പഴയ കണക്കുകൾ കൂടി കുറിച്ചാൽ കൂടുതൽ അത് വ്യക്തമാവും. ഇത് 2009 തമിഴ്നാട്ടിലെ കണക്കാണ്. 2009 കണക്ക് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ DMK ആണ്. DMK മുന്നണിക്ക് അന്ന് ഉണ്ടായിരിക്കുന്നത് 29 സീറ്റാണ്, ADMKക്ക് 9 സീറ്റാണ്. 2019 നമ്മൾ നോക്കിയാലോ, അതുമായിട്ട് താരതമ്യപ്പെടുത്തുമല്ലേ കുറച്ചുകൂടെ നല്ലത്? ഇത് 2014 മുഴുവൻ ചുമന്ന നിറത്തില്ല, ചുവന്ന നിറം ADMK. പക്ഷേ 2019 ചിത്രം വ്യത്യാസമാണ്, നേരെ തിരികാണ്. അന്ന് NDAക്ക് 1 സീറ്റ് ലഭിച്ചിരുന്നു. BJP ആദ്യമായിട്ട് അവിടെ നിന്ന് ഒരു MP ഉണ്ടാവുന്നു. അവിടെ 0 സീറ്റായിരുന്നു. 0 സീറ്റിൽ നിന്നാണ് 2014 0 സീറ്റിൽ നിന്നാണ് 2019 എത്തുമ്പോൾ 38 സീറ്റുകൾ. പക്ഷേ അതിന്റെ വോട്ട് ഷെയർ നോക്കണം, 56% അന്നത്തെ വോട്ട് ഷെയർ. ഇത്തവണ പക്ഷേ 51% കുറയുന്നു. വോട്ട് ഷെയർ ഇത്തരത്തിൽ കുറയും. ഇത്തവണത്തെ മത്സരത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെയും 2 പ്രധാനപ്പെട്ട പാർട്ടികളെ, 2 പ്രധാന നേതാക്കളെ ചുറ്റിപ്പറ്റിയായിരുന്നു, അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയം ചുറ്റിത്തിരിഞ്ഞിരുന്നത്. ഒരു ഭാഗത്ത് കരുണാനിധി, മറുഭാഗത്ത് ജയലളിത. ഇത്തവണ ആദ്യമായി അങ്ങനെയല്ല. കരുണാനിധിയും ജയലളിതയും അല്ല സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. രണ്ടുപേരും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ MK സ്റ്റാലിൻ ഒരു ഭാഗത്ത് നിൽക്കുന്നു. MK സ്റ്റാലിനോളം പോകുന്ന ഒരു നേതാവ് ADMKക്ക് മറുഭാഗത്തില്ല. ADMKയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പല ഭാഗത്തായി നിൽക്കുകയാണ്. പിന്നീട് BJP അവിടെ അതിശക്തമായി തന്നെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയും അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും സീറ്റ് പിടിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം അണ്ണാമലയുടെ നേതൃത്വത്തിൽ വളരെ നേരത്തെ തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 130-ൽ കഴിഞ്ഞ തവണ 30 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ലഭിച്ചതിൽ. അതിൽ തന്നെ 26 സീറ്റും കർണാടകയിൽ നിന്ന് മാത്രമായിരുന്നു. കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ തെലങ്കാനയിൽ നിന്നൊന്നും സീറ്റ് അങ്ങനെ ലഭിച്ചിരുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് 1 സീറ്റ്. BJPക്ക് അണ്ണാമലയുടെ പദയാത്ര ഇതൊക്കെ ഗുണം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഈ സർവേ ഫലം വരുന്നത്. പക്ഷേ എനിക്ക് ഈ അണ്ണാ DMKയുടെ
യുടെ വോട്ട് ഷെയർ ഇത്രയും കുറയുമെന്നുള്ള ഒരു ധാരണ എനിക്കില്ല. അതൊരു 30% ഒരു ബേസ് വോട്ട് അല്ലെങ്കിൽ അല്ലേ അതിനും താഴത്തേക്ക് അണ്ണാ DMK പോകുന്നു എന്ന് പറയുമ്പോൾ പക്ഷേ ഇവിടെ സീറ്റുകളുടെ എണ്ണം കൂടിയിട്ടുമുണ്ട്. ഞാനത് തമിഴ്നാടിന്റെ കണക്കിൽ വളരെ രസകരമായ നിരവധി ഘടകങ്ങളുണ്ട്. അവിടെ 13% വോട്ട് മാത്രം നേടുന്ന BJP 5 സീറ്റുകളിൽ വിജയിക്കുന്നു എന്ന കണക്ക് വരുന്നു. ഒപ്പം തന്നെ AIDMK വലിയ രീതിയിൽ വോട്ട് ഷെയർ കുറയുമ്പോഴും അവർ സീറ്റ് നില വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു കണക്ക് കൂടിയുണ്ട്. ഇതിൽ മലയാളികൾക്ക് താല്പര്യമുള്ള ഒരു കണക്ക് ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് തമിഴ്നാട്ടിൽ നമ്മളോട് ചേർന്ന് കിടക്കുന്ന കന്യാകുമാരി സീറ്റ്. അവിടെ BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ഇടമാണ്. അവിടെ ഇത്തവണ ഈ വിജയധരണി അവർ കോൺഗ്രസ് വിട്ട് ഇത്തവണ BJPയിൽ ചേർന്ന് അവിടുത്തെ ആ മത്സരം അവിടുത്തെ സീറ്റ് നില അതെങ്ങനെയെന്നൊരു പ്രസക്തമാണ്. മറ്റൊന്ന് കോയമ്പത്തൂർ CPMന്റെ സിറ്റിംഗ് സീറ്റിൽ DMK മത്സരിക്കുന്നു. കാരണം BJP ആണ് മറുചേരിയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഏത് തരത്തിൽ സംഭവിച്ചു എന്നത് തമിഴ്നാട് വളരെ രസകരമായ പൊളിറ്റിക്സ് ആണ്. അതിൽ സർവേ ഫലത്തിലും അത് പ്രകടമായി നിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 സീറ്റുകളിലേക്ക് BJP വരുന്നു എന്നുള്ളതാണ്. എഴുതി തള്ളിയ ഒരു സംസ്ഥാനമാണ്. BJPക്ക് തമിഴ്നാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായിട്ട് തമിഴ്നാട്ടിലേക്ക് വരും, റോഡ് ഷോകൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസവും വന്നു. അവിടെ തമിഴ്നാട്ടിൽ BJP മറ്റൊരു ദൗത്യത്തിന് ശ്രമം നടത്തിയിരുന്നു. അവിടെ പുതിയൊരു സംസ്ഥാന അധ്യക്ഷന്റെ കീഴിൽ നടത്തിയ നീക്കങ്ങൾ, അണ്ണയമലൈ എന്ന സംസ്ഥാന അധ്യക്ഷന്റെ കീഴിൽ നടത്തിയ വലിയ ഒരു തരംഗമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വിലയിരുത്തൽ BJPക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആ മൂവ്മെന്റുകൾ ഈ ലോക്സഭയിൽ ഗുണപ്പെട്ടു എന്ന് വേണം ഈ അഭിപ്രായ സർവേയുടെ. അതുപോലെ തന്നെ അണ്ണാ DMKയുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു അല്ലേ? അണ്ണാ DMKക്ക് BJPയോട് താല്പര്യമില്ല, അങ്ങനെ ഒരു ബന്ധം വിച്ഛേദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇത് രണ്ടുപേരെയും സഹായിച്ചിട്ടുണ്ട് അല്ലേ? അണ്ണാ DMKയും സഹായിച്ചിട്ടുണ്ട്. സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ BJPയുടെ ബലത്തിൽ ഒരു സീറ്റ് കിട്ടിയതാണ്. ഒരിക്കലും ഈ ദേശീയത എന്ന വാദത്തിന് ഒട്ടും ഇടം കൊടുക്കാത്ത ഇടമാണ് തമിഴ്നാട്. അവിടെ ദ്രാവിഡ രാഷ്ട്രീയമാണ്. ആ ദ്രാവിഡ രാഷ്ട്രീയവുമായി ഇത്തവണ ചേർന്ന് പോകുന്നില്ല എന്ന് BJP തീരുമാനിക്കുന്നു. ദേശീയത പറയുന്ന BJPയുമായി ചേരുന്നില്ലെന്ന് അണ്ണാ DMKയും തീരുമാനിക്കുന്നു. എന്തായാലും ആ തീരുമാനം 2 പാർട്ടികൾക്കും ഗുണം ചെയ്തുവെന്ന് വേണം ഈ കണക്ക് ഒരു തരത്തിൽ പറയാൻ. എന്തായാലും BJP തമിഴ്നാട്ടിൽ ഒരു വലിയ സാന്നിധ്യം അറിയിക്കുന്നു എന്ന സൂചകം തീർച്ചയായിട്ടും ഈ സർവേ ഫലത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശും കഴിഞ്ഞു, തമിഴ്നാടും കഴിഞ്ഞു. അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഹരിയാനയും പഞ്ചാബുമാണ്. അതിൽ ഹരിയാന BJPയുടെ കോട്ടയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും BJPക്ക് കൊടുത്തതാണ് ഹരിയാന. പക്ഷേ ഇത്തവണ ഇപ്പോൾ ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നു, മുഖ്യമന്ത്രി മാറുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മുൻപ് വന്ന സർവേ ഫലമാണ് പഞ്ചാബ് ഇല്ലേ? BJP എത്ര ശ്രമിച്ചിട്ടും ഒറ്റയ്ക്ക് മുന്നേറാൻ കഴിയാതെ വന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. ഹിന്ദി ഹൃദയ ഭൂവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തരംഗം വീശാത്ത ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. അതിലെന്തെങ്കിലും മാറ്റം വരുമോ ഇത്തവണ? അതുകൂടി അറിയുവാൻ ബാക്കിയുണ്ട്. സർവേ ഫലവുമായി വരാം ഒരു ചെറിയ ഇടവേള. News 18 Mega. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് സ്വാഗതം. 21 സംസ്ഥാനങ്ങളിലെ 95% ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തിയ വളരെ വലിയ വ്യാപകമായ ഒരു സർവേ, അതിന്റെ ഫലങ്ങളാണ് ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഈ കഴിഞ്ഞ 2 മണിക്കൂർ കണ്ടത് പ്രവചനാത്മകമായ പോരാട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കൃത്യമായ രീതിയിൽ നമ്മൾ വോട്ടർമാരെ സമീപിച്ച് ലഭിച്ച സൂചനകളിൽ നിന്ന് തയ്യാറാക്കിയ ആ സർവേ അനുസരിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അതിൽ 128 ലോക്സഭാ സീറ്റുകളുടെ ഫലപ്രവചനങ്ങൾ വന്നു കഴിഞ്ഞു ഇതിനകം തന്നെ. അതിൽ 73 ഇടത്താണ് NDA സഖ്യത്തിന് മേൽക്കൈയുള്ളത്. 51 ഇടങ്ങളിൽ ഇന്ത്യ സഖ്യം മേൽക്കൈയുണ്ട്. അതായത് ദക്ഷിണേന്ത്യയിൽ നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്ന ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് വേണം കടക്കാൻ. കേരളത്തിൽ 2 സീറ്റ് NDAക്ക് കിട്ടുമെന്നടക്കം, തമിഴ്നാട്ടിൽ നമുക്ക് ഹരിയാനയിലേക്ക് ഒന്ന് പോകണം. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ BJPയുടെ അപ്രമാദിത്വമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. അവിടെ അല്പം മുമ്പുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം കർണാൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. BJPയും JJPയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ മൂലം ഖട്ടാർ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്ത് നിന്നടക്കം വരികയും ചെയ്തതാണ്. മുമ്പാണ് BJP 2ാം ഘട്ട സ്ഥാനാർത്ഥിക്ക് പട്ടിക അവിടെ വരുന്നത്. അവിടെ കർണാൽ മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുറത്തു വരുന്നത്. നായബ് സിംഗ് സൈനി അവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹരിയാനയിലെ ഫലസൂചനകൾ വരുമ്പോൾ ഹരിയാനയിലെ ഫലസൂചനകളും ഏതാണ്ട് BJPക്ക് NDA സഖ്യത്തിന്
നിർണായകമായ നേട്ടങ്ങൾ നൽകുന്നു. 10ൽ 10 സീറ്റുകളും ഹരിയാന BJPക്ക് നൽകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഫലസൂചനയാണ് വരുന്നത്. അതിന്റെ ആവർത്തനമാണ്. കഴിഞ്ഞ തവണത്തെ ആവർത്തനം ഇത്തവണയും സംഭവിക്കുന്നു. 10ൽ 10 സീറ്റുകളും BJPക്ക് സമ്മാനിക്കുന്നു. ഈ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളൊന്നും രാഷ്ട്രീയ നാടകങ്ങളൊന്നും അവിടെ ബാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ JJPയുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നടന്ന ഒരു സർവേ കൂടി ആയിരിക്കണം അപർണ ഇത്. കാരണം JJPയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ രീതിയിലുള്ള വലിയ ഒരു സന്തോഷമൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ഈ ക്യാമ്പിൽ ഉണ്ടാകുന്ന ഈ അഭിപ്രായ ഭിന്നതകൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കും. 3 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചാണ് JJP മുന്നണി വിടുന്നതും JJPയുടെ 5 MLAമാർ BJPക്കൊപ്പം ചേരുന്നതും നിയമസഭാ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കുകയും മറ്റും ചെയ്യുന്നത്. നിർണായകമായ രാഷ്ട്രീയ നീക്കം ഹരിയാനയിൽ നടക്കുന്നുണ്ട്. മനു, ഹരിയാന പ്രവചിക്കുന്നത് 10ൽ 10 സീറ്റുമാണ് BJPക്ക്. കഴിഞ്ഞ തവണത്തെ കാര്യങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ഹരിയാന ഇപ്പോഴും NDAയുടെ BJPയുടെ ഉറച്ച കോട്ടയായി മാറുകയാണോ? യെസ് രഞ്ജിത്ത്, ഹിന്ദി ഹൃദയഭൂമിയിൽ തങ്ങൾക്ക് വലിയ ആധിപത്യമുണ്ട് എന്ന BJPയുടെ അവകാശവാദത്തെയാണ് ഹരിയാനയിൽ നിന്നുള്ള ചിത്രം നമുക്ക് നൽകുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ 58.2% വോട്ടുകളോടുകൂടിയാണ് BJPയുടെ NDA സഖ്യം അവിടെ അധികാരത്തിലെത്തിയത്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും 28.78% വോട്ട് മാത്രമേ അവിടെ ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നുള്ളൂ. INLD ആകട്ടെ 1.89% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഈ INLD ആകട്ടെ രണ്ടായി പിളരുന്നു. അങ്ങനെയാണ് ഈ പുതിയ JJP പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ സാഹചര്യം ഇപ്പോൾ കൂടുതൽ NDAക്ക് അനുകൂലമായ ഒരു സാഹചര്യമായി മാറിയിരിക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ ഒരു മാറ്റം തുടങ്ങുന്നത് 2019 2014 BJPക്ക് അവിടെ ഉണ്ടായിരുന്ന 34% വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതേസമയം അവിടുത്തെ ഒരു പ്രബല രാഷ്ട്രീയ കക്ഷിയായിരുന്നു INLD. എന്നാൽ INLD പിളരുന്നു. ദുഷ്യന്ത് ചൗട്ടാലയുടെ നേതൃത്വത്തിൽ JJP രൂപീകരിക്കുന്നു. അത് BJP 24.36% വോട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിരുന്നു INLD അവിടുത്തെ. അത് 2019 ആകുമ്പോഴേക്കും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും 1.89% വോട്ടിലേക്ക് താണിരിക്കുന്നു. മറ്റ് കക്ഷികൾ കോൺഗ്രസിന് അവിടെ അവരുടെ ആധിപത്യം ചെറിയ തോതിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, 28.78%. പക്ഷേ ഈ 10 സീറ്റിൽ 28.78% വോട്ടുമായി കോൺഗ്രസിന് കാര്യമായി പിടിച്ചു നിൽക്കാൻ ആകില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇപ്പോഴവിടെ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ നൈബ് സിംഗ് സാനിയുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് BJPക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റീഡിങ്ങുകളും വരുന്നത്. ജാട്ട് സമുദായത്തിനിടയിൽ നിന്ന് BJPക്കുള്ള കാര്യമായ പിന്തുണ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ശക്തിയും വർദ്ധിക്കുന്നു. പാർട്ടിയാണ് ഈ ഇത്തരത്തിൽ പിളർന്ന് ഈ ഒരു ചെറിയ 2019 വളരെ ചെറിയൊരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് വന്നത്. അവിടെ നമുക്കറിയാം ജാതി സമവാക്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. അപ്പോൾ ഈ JJPയുമായി കൂട്ടുകൂടുമ്പോൾ BJP ലക്ഷ്യം വെച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അവരെ പോലും പിളർത്തിക്കൊണ്ട് BJP അധികാരത്തെത്തുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ എത്രത്തോളം സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്? മാറി നിൽക്കുന്ന BJPയിൽ നിന്ന് അകലുന്ന സമുദായങ്ങളെ ഏത് തരത്തിൽ സ്വാധീനിക്കാൻ ഈ പുതിയ നീക്കങ്ങൾക്ക് സാധിക്കും മനു? അല്ല, പ്രധാനമായും ഹിന്ദി ഹൃദയഭൂമിയിൽ നമുക്ക് ഈ മോദി തന്നെയാണ് പ്രധാന തിരഞ്ഞെടുപ്പ് താരം. അപ്പോൾ ക്യാമ്പയിൻ സ്റ്റാർ എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. മാത്രവുമല്ല ഈ ഹരിയാന ഡൽഹിയുമായി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അടുത്തുള്ള പ്രഭാവം അങ്ങോട്ടേക്ക് വരുന്നു. അവിടെ ആകെ ഒരു ചെറിയ ഒരു ആശങ്കയ്ക്ക് വഴി നൽകാനുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ ഈ കർഷക സമരം രണ്ടാമതും തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അത് എങ്ങനെ അവിടെ ഓവർകം ചെയ്യാൻ BJP കഴിയുന്നു എന്നാണ്. ഏതായാലും ഈ ഹരിയാനയിൽ നിന്ന് വലിയ തോതിൽ അത് ഈ കർഷക മേഖലയിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങൾ BJPയുടെ വോട്ട് ബാങ്കിനെ മുഖ്യമന്ത്രിയായി തുടരും എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ആ സമയത്ത് മുഴുവൻ വന്നിരുന്നത്. JJPയുമായി സഖ്യം എങ്ങനെ തകർന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ വിശദീകരണങ്ങളൊന്നും ഉണ്ടായതുമില്ല. പക്ഷേ ഖട്ടർ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെന്ന് ഇപ്പോഴിതാ തീരുമാനമായിരിക്കുന്നു. പുതിയ മുഖ്യമന്ത്രിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു ആശയക്കുഴപ്പം പോലും വോട്ടർമാരെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഉണ്ടാവുകയില്ല എന്നൊരു ആത്മവിശ്വാസമുണ്ടോ? കോൺഗ്രസ് ഇതിനെല്ലാം പരിഹസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഒരു വശത്ത് പുറത്തിറക്കുകയും ചെയ്യുന്നു.
അല്ല, സ്വാഭാവികമായും അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാദേശിക വിഷയങ്ങൾ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കണ്ട് പ്രതിഫലിക്കുന്നില്ല എന്നത് ഒരു വലിയ നേട്ടമായിരിക്കും. അത് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല, നമ്മൾ കേരളത്തിലെടുത്താൽ പോലും ഈ സംസ്ഥാന സർക്കാരിന് വോട്ട് ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത്. അത് കൂടുതലും ഒരു ദേശീയ പെർസ്പെക്റ്റീവോടുകൂടിയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഹരിയാനയിലും ഈ ദേശീയ തലത്തിലേക്കുള്ള അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വോട്ടിംഗ് പാറ്റേൺ കുറെ കൂടി BJPക്ക് ഗുണം ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ പ്രാദേശിക തലത്തിൽ ഇപ്പോൾ INLDയോ അല്ലെങ്കിൽ JJPയോ ഒരു ദേശീയ ശക്തിയാണ് എന്ന ധാരണ ജനങ്ങൾക്ക് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് BJPക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഗുണം ചെയ്യും. പക്ഷേ മറ്റു തെരഞ്ഞെടുപ്പുകളിൽ അതെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വരാനിരിക്കുമ്പോൾ കാണാൻ. പക്ഷേ ദീപേന്ദർ ഹൂഡയൊക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമൊക്കെയാണ്. അതായത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, ജനങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഹരിയാനയിൽ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുന്നു. അപ്പോഴും നമ്മുടെ സർവേ വരുന്നത് പൂർണ്ണമായും കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കും. 10 സീറ്റ് BJPക്ക് നൽകുകയാണ്. കോൺഗ്രസിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താകും എന്നുകൂടിയാണ്. കോൺഗ്രസ് ചെറിയ ശക്തിയല്ല അവിടെ. കോൺഗ്രസിനും അത്യാവശ്യം സ്വാധീനമുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഈ ഹരിയാന എന്ന് മനസ്സിലാക്കണം. പക്ഷേ BJPയുടെ പലവിധ നീക്കങ്ങളും ഹരിയാന അവർക്കൊപ്പം എത്തിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കർഷക സമരം പോലും കർഷക സമരം പോലും അതിർത്തിയിൽ സംഭവിക്കുന്നതാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സംഭവിക്കുന്നത്. അവിടെ മരണം പോലും സംഭവിച്ച പശ്ചാത്തലമുണ്ട്. ഈ JJP ഒപ്പമുള്ളതായിരുന്നു BJPയുടെ ആശ്വാസം, അല്ലേ മനു? അത് ഇപ്പോൾ അവർ മാറി നിൽക്കുന്നു. അവരെ ചതിച്ചു എന്ന ഫീൽ അവർക്ക് വരുന്നു. അവരുടെ 5 MLA-മാരെ ഒപ്പം കൂട്ടിയുള്ള ഒരു രീതി അതെങ്ങനെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഈ 10 പറയുമ്പോൾ പ്രധാനമായും ഈ ഹിസാർ മേഖല, അതുപോലെ ഈ ഹിസാർ മേഖലയിൽ ഈ ഒരു പ്രശ്നം വരാനിരിക്കുന്നുണ്ട്. ഭിവാനി മഹേന്ദ്രഗഡ് മേഖലകളിലും ഈ സഖ്യം അത് എങ്ങനെ പ്രതിഫലിക്കും എന്ന് കാണാനിരിക്കുന്നു. ഈ 2 പ്രദേശങ്ങളാണ് പ്രധാനമായും BJPയെ സംബന്ധിച്ചിടത്തോളം. ഈ 2 മേഖലകൾ, ഹിസാറും അതുപോലെ ഭിവാനി മഹേന്ദ്രഗഡും, ഈ 2 മേഖലകളിൽ ആണ് പ്രധാനമായും ഈ സഖ്യം പിളരുമ്പോൾ BJPക്ക് എന്തെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള കണക്കുകൂട്ടൽ BJPക്കുള്ളത്. പക്ഷേ നമ്മുടെ സർവേ ഫലം ഒരുപക്ഷെ അതിൻ്റെ മുന്നേ വന്നതുകൊണ്ട് ആ വിഷയങ്ങൾ പരിഗണിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഇത് ഓവർകം ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് NDA നേതൃത്വത്തിനുള്ളത്. ഏതായാലും ആത്മവിശ്വാസം NDAയ്ക്കുണ്ട്. 10ൽ 10 എന്ന കണക്കും സർവേയുമായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ BJPക്ക് നൽകുന്നുണ്ട്. ഇതുവരെ 138 സീറ്റുകളുടെ ഫലം വന്നപ്പോൾ 83 സീറ്റുകളിലാണ് NDA സഖ്യം മുന്നിലുള്ളത്. സർവേ ഫലമായി 83 സീറ്റുകൾ കിട്ടിയേക്കാം. 51 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം അവർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. അതിൽ ഭൂരിഭാഗം സീറ്റും നൽകിയിരിക്കുന്നത് തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന്. തമിഴ്നാട്ടിൽ നിന്നാണ് DMKയ്ക്കാണ്. കാരണം 38ഓളം സീറ്റുകൾ DMKയ്ക്ക് തമിഴ്നാട്ടിൽ നൽകുന്നു. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു റിസൾട്ട് കൂടി ഇതിനൊപ്പം തീർച്ചയായും 30 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന്, NDAയ്ക്ക് 5 സീറ്റുകൾ കൂടി നൽകുന്നുണ്ട്. അപ്പോൾ ഈ 30 സീറ്റുകൾ, ഈ 51ൽ 30 സീറ്റുകളും ഭൂരിഭാഗം സീറ്റുകൾ നൽകുന്ന തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്നാണ് എന്നുള്ളതാണ്. ഹരിയാനയിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ അത് തന്നെ ഹരിയാനയിൽ പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ MP ബിജേന്ദ്ര സിംഗ്, BJPയുടെ MP ബിജേന്ദ്ര സിംഗ് കോൺഗ്രസിലേക്ക് പോയൊരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അപ്പം മനു, വളരെ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ കർഷക പ്രശ്നങ്ങൾ, ഒപ്പം ഗുസ്തി താരങ്ങളുടെ വിഷയങ്ങളൊക്കെ പ്രതിഫലിക്കും. ഒരുപാട് ഈ കായിക താരങ്ങളുടെ സമരം ഒരുപാട് പ്രതിഫലിച്ചൊരു സംസ്ഥാനമാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ സാഹചര്യമായിരിക്കില്ല എന്നുള്ളൊരു അവകാശവാദം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത് ഒരു പരിധിവരെ അംഗീകരിക്കുകയും വേണം. കാരണം ഹരിയാന ഈ നമുക്ക് അടുത്ത കാലഘട്ടത്തിൽ നോക്കിയാൽ കായിക താരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അത് ഗുസ്തി ആയിക്കോട്ടെ, അത്ലറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോക്സിംഗ് ആയിക്കോട്ടെ, ഭിവാനിയിലെ ബോക്സിംഗ് സെൻറ്റർ ആയിക്കോട്ടെ, അവിടെ എല്ലാം ആളുകളുടെ വലിയ പിന്തുണ ഈ ഘട്ടങ്ങളിൽ ഈ കായിക താരങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഹരിയാനയിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ജാട്ട് അധിനിവേശ് അല്ലെങ്കിൽ ജാട്ടിന് ആധിപത്യമുള്ള മേഖലകളാണ്. നമുക്ക് ഈ മേഖലകളിൽ കൂടുതലും BJPക്ക് കാര്യമായ ഒരു ഡോമിനൻസ് ഉണ്ട് എന്നതാണ് ഹരിയാനയിൽ BJP ശക്തിപ്പെടുന്നത്. ഇപ്പോൾ അംബാല, അതുപോലെ ഭിവാനി, മഹേന്ദ്രഗഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉള്ള ശക്തമായ ജാട്ട് സാന്നിധ്യം അത് BJPക്ക് ഒപ്പം നിൽക്കുന്നു എന്നതാണ് ഒരു പ്രധാന വിഷയം. മറ്റൊന്ന്, ഈ ദളിത് വോട്ടർമാർ ഒരു വലിയ ശതമാനത്തോളം ഇവിടെ ഉണ്ട്, ഈ ഹരിയാനയിലുണ്ട്. ഈ ദളിത് വോട്ടർമാരുള്ള സ്ഥലത്തും BJPക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് 2019 തെരഞ്ഞെടുപ്പിൽ. അത് 57% വോട്ടർമാർ BJPക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. അതോടൊപ്പം അതേപോലത്തെ മറ്റൊരു പ്രധാന ഘടകമാണ് ഈ പഞ്ചാബി ഇൻഫ്ലുവൻസും ഹരിയാനയിൽ വളരെ പ്രകടമാണ്. പഞ്ചാബി ഇൻഫ്ലുവൻസ് ഉള്ള വോട്ടർമാർ എന്ന് നോക്കുമ്പോഴും ആ മേഖലകളിലെല്ലാം 2019
61% ആളുകൾ BJP-ക്കൊപ്പം നിന്നു. അവിടെ നമുക്കറിയാം മനു, ഈ പഞ്ചാബാണ് നമ്മൾ അടുത്തതായി നോക്കുന്ന സംസ്ഥാനം. പക്ഷേ പഞ്ചാബിന്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടും ഹരിയാനയിൽ BJPക്ക് എങ്ങനെ ഈ സ്വാധീനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും കടന്നു കയറാൻ പറ്റാതിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് BJPക്ക് പഞ്ചാബ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ അവിടെ അവർ കൊയ്യാൻ ശ്രമിച്ചു, പല നേതാക്കളെയും ഒപ്പം നിർത്താൻ ശ്രമിച്ചു. അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയെ പോലും കൂട്ടുനിർത്തിയിട്ടും പഞ്ചാബിൽ നേട്ടമുണ്ടാകാതിരുന്നപ്പോഴും ഹരിയാന മാറി ചിന്തിക്കുന്നു. രണ്ടുപേരും ഒരേ സാഹചര്യത്തിലുള്ള സംസ്ഥാനമായിട്ട് കൂടി എന്നുള്ളതാണ് പ്രധാനം. അല്ല, അവിടെ ഈ എക്കണോമിക് ഫാക്ടറിന്റെ അപ്പുറത്തേക്ക് ഒരു സോഷ്യോ കൾച്ചറൽ ഇഷ്യൂ കൂടിയുണ്ട്. പഞ്ചാബ് കൂടുതൽ ഒരു സ്ട്രിക്ട് പ്രോമിനന്റ് സ്റ്റേറ്റ് ആണ്. പക്ഷേ ഹരിയാനയിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായി കർഷകരാണ്. അവർ കുറെ കൂടി റിലീജിയസ് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഈ ജാട്ട് വിഭാഗം അല്ലെങ്കിൽ അവിടുത്തെ OBC വിഭാഗമെല്ലാം ഒരു ഹിന്ദു അഭിമാനം കയ്യിൽ ഉള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടത്തിൽ അവർ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. അതേസമയം അതേപോലെ തന്നെ ഈ ചൗധരി ചരൺ സിംഗിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ആ രാഷ്ട്രീയ ആശയങ്ങളോട് പിന്തുണച്ച് വന്നിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആത്യന്തികമായി ഹരിയാന BJPക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് ഈ മനോഹർലാൽ ഖട്ടാർ വരുന്നത്, അദ്ദേഹം ഒരു സംഘപ്രവർത്തകരായി വരുന്നു. അദ്ദേഹത്തിന് ഒരുപക്ഷെ അന്ന് ആ കാലത്ത് മുഖ്യമന്ത്രി പെട്ടെന്ന് ആക്കുന്നത് വലിയൊരു അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന നിലയിലാണ് മനോഹർലാൽ ഖട്ടാറിനെ അന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് സജസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് പല രാഷ്ട്രീയ ചർച്ചാ കേന്ദ്രങ്ങളിലൊക്കെ ഒരു അത്ഭുതമുണ്ടായിരുന്നു. ഏതായാലും ഒരു RSS പ്രചാരകൻ എന്നല്ലെങ്കിൽ ആ നിലയ്ക്ക് പ്രവർത്തിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ മികവിനെയാണ് BJP അന്ന് ഉൾക്കൊള്ളുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പഞ്ചാബും ഹരിയാനയും ഒരേപോലത്തെ ഒരു ജോഗ്രാഫിക്കൽ നേച്ചർ ഉണ്ടെങ്കിൽ അവിടുത്തെ കൾച്ചറൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഹരിയാനയിൽ ഇന്ത്യ മുന്നണി സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ആം ആദ്മി പാർട്ടി 10ൽ 1 സീറ്റിൽ മത്സരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആം ആദ്മിക്ക് സീറ്റുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ആം ആദ്മിക്ക് സീറ്റുണ്ട്. ഏത് തരത്തിൽ ആം ആദ്മിയുടെ മുന്നേറ്റത്തെ അത് എങ്ങനെ വേണം? ഹരിയാനയിലും ആം ആദ്മി അത്യാവശ്യം സ്വാധീനമുള്ള സംസ്ഥാനമാണല്ലേ. ഹരിയാന പഞ്ചാബിനോട് ചേർന്ന് കിടക്കുന്നു. പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മിയാണ്. ഡൽഹിയുടെ ചില പിൻബലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഡൽഹിയിൽ നിന്നുള്ള ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ളത് കൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു വലിയ സ്വാധീനമുണ്ട്. പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ ഒരു കരുത്ത് കൂടുതൽ വ്യക്തമാകുന്നത്. ഇപ്പം നമ്മൾ ഈ ഹരിയാന എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വലിയൊരു പ്രദേശം അത് ഗ്രാമീണ മേഖലയാണ്. ഈ ഗ്രാമീണ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും ഏതാണ്ട് 55% വോട്ടുകൾ അവിടുത്തെ സ്വാധീനം BJPക്കാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമാകുകയും ചെയ്തതാണ്. അപ്പോൾ കോൺഗ്രസ്സിന് ആ സ്ഥലങ്ങളിൽ വരുന്നത് 23% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അതേസമയം സെമി അർബൻ മേഖലകളിൽ ഒരു സാന്നിധ്യം നമ്മൾ നോക്കിയാൽ നമുക്ക് അവിടെയും NDAക്ക് വലിയ ശക്തമായ ഒരു നേതൃത്വം കഴിഞ്ഞ തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അവിടെ നമ്മൾ കാണാൻ കഴിയും അവിടെയും ഇന്ത്യ മുന്നണിക്ക് ആവശ്യമായി 31.84% വോട്ടുണ്ട്. അപ്പോൾ ഈ അർബൻ മേഖലയിൽ അല്ലെങ്കിൽ സെമി അർബൻ മേഖലകളിൽ BJPക്ക് കുറച്ച് പിന്നോട്ട് പോയിട്ടുള്ളത്. അതേസമയം ഗ്രാമീണ മേഖല ഹരിയാനയുടേത് ശക്തമായ BJPക്ക് അടിത്തറ ആയി നിലനിൽക്കുന്നു എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും ഹരിയാനയിലും BJPക്ക് ഒട്ടും നിരാശപ്പെടേണ്ട കാര്യമില്ല. 10ൽ 10 സീറ്റുകളും ന്യൂസ് 18 മെഗാ പോൾ സർവേ BJPക്ക് നൽകുന്നു എന്നുള്ളതാണ്. മുൻപ് ഹരിയാനയിലെ ഒരു വിഷയം കൂടെ മനോ, ഈ ക്രിസ്ത്യൻ വേട്ട ആ രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് വരികയും പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയും ചെയ്തൊരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. ഇപ്പോൾ CAAയുടെ മറ്റൊരു പശ്ചാത്തലം കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതും ഈ ജനങ്ങളുടെ ഹിതത്തെ വേറെ തരത്തിൽ ബാധിക്കുന്നില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി BJPക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ നിന്നുണ്ടായിരിക്കും. അത്തരം വിഷയങ്ങൾ ഹരിയാനയുടെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ചയാകുമോ എന്ന് പോലും നമുക്ക് സംശയമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിയാനയിലെ വിഷയം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. കാർഷിക മേഖലയ്ക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്നതാണ് അവിടെ പ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചാ വിഷയം ആയി മാറുന്നത്. അതോടൊപ്പം പിന്നെ അവിടെ വരുന്ന മറ്റൊരു പ്രധാന മേഖല ഈ ഗതാഗത സംവിധാനത്തിൻ്റെ സൗകര്യം, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ്
ഈ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ അടുത്തതായി ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ 2-3 കാര്യങ്ങളാണ് പ്രധാനമായും അവിടുത്തെ ഒരു വോട്ടർമാർ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർ അഭിമുഖീകരിക്കുന്നത്. ഈ പ്രാദേശികമായി ഉണ്ടാകുന്ന ചില തർക്കങ്ങളോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കേരളം വലിയ ഗൗരവത്തോടു കൂടി കാണുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അറ്റാക്കുകളോ, ഇതൊന്നും ഹരിയാന ഒരു വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ച ചെയ്യുന്നില്ല. അവിടുത്തെ വലിയ ഭൂരിപക്ഷം ആളുകൾ അവിടുത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിത വൃത്തി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾക്കായിരിക്കും കൂടുതൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുക എന്നാണ് ഈ ഇതായി ബീഹാർ, കേരളം, മധ്യപ്രദേശ്, തമിഴ്നാട്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ മെഗാപോൾ ഫലമാണ് ന്യൂസ് 18 പ്രേക്ഷകർ കണ്ടത്. ഇനിയും പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും ഡൽഹിയിലെയും ഉത്തർപ്രദേശിലെയും അടക്കം ഫലങ്ങൾ കൂടി ഞങ്ങൾ പുറത്തുവിടും. ശേഷം പഞ്ചാബിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലേതുപോലെ ഇന്ത്യ മുന്നണിയിലെ 2 പാർട്ടികൾ നേർക്കുനേർ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. അത് ഏത് തരത്തിലാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നറിയാൻ ഇനി ഒരു ഇടവേളയുടെ 138 സീറ്റുകളുടെ ഫലപ്രഖ്യാപനം ഇതുവരെ ഇതിനകം ഉണ്ടായി കഴിഞ്ഞു. അപർണ, 583 സീറ്റുകളിൽ NDA സഖ്യം മുന്നേറുമ്പോൾ അവർക്ക് കൂടുതൽ മേൽക്കൈ കിട്ടുമ്പോൾ 51 സീറ്റുകളിൽ UPA സഖ്യം, ഇന്ത്യ സഖ്യത്തിന് മേൽക്കൈ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഇനി അടുത്തത് പഞ്ചാബിലേക്കാണ്. അതിനു മുൻപ് ഒരു ഇടവേളയിലേക്ക് പോയ ശേഷം തിരികെ. 1.5 പതിറ്റാണ്ടിന്റെ